പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഓക്കെ മുഫാദ് മോൻ, ഓക്കെ. അപ്പോ 4-ാം ദിവസം അല്ലേ ഇന്ന്? ഇല്ലേ? ഓക്കെ, ഇന്ന് 4-ാമത്തെ ദിവസമാണ് നമ്മള് ജിഷാൻ ഓപ്പറേഷനിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ക്ലിപ്പുകൾ ഇൻഷാ അള്ളാ സൗണ്ട് ക്ലിയർ അല്ലേ? ഇപ്പൊ ആരും PM ആയിരുന്നു. ഞാനൊന്ന് ഒരു മിനിറ്റ് DN കേട്ടോട്ടെ, അല്ലെങ്കിൽ ശല്യം കൊണ്ട് സഹിക്കാനാവൂല എനിക്ക്. അപ്പോ ശ്രദ്ധിക്കുക, ഇനി അത്യാവശ്യമുള്ള ആൾക്കാർ ഒന്ന് പബ്ലിക്കിൽ അടിച്ചാൽ മതി കേട്ടോ, എന്നാല് ഞാൻ അങ്ങോട്ടേക്ക് PM ചെയ്തോളൂ. അപ്പൊ 4-ാമത്തെ ദിവസമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഓപ്പറേഷനിലേക്ക് അനവധി ക്ലിപ്പുകളുണ്ട്. റബ്ബിന്റെ തൗഫീഖോട് കൂടെ ക്ലിപ്പുകൾ അനവധിയുണ്ട്. പക്ഷെ കൊടുത്ത ഒന്നിനും ഇന്നേ വരെ അത് തെറ്റാണ് എന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. അത് കഷ്ണം മുറിച്ചു എന്നോ അല്ലെങ്കിൽ അങ്ങനല്ല ഇങ്ങനല്ല എന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ നിങ്ങൾ കേട്ടതല്ലേ, ഈ ജിഷാന് ഇന്നലെ ഞങ്ങളായിട്ട് നടത്തിയ ആ ലൈവ് പരിപാടിയിൽ നേരെ ഇന്നലത്തെ ആ ഹോട്ട് ക്ലിപ്പില് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ വിളിക്കണം, ഫോണിൽ വിളിക്കണം, ഈ വിഷയം ചർച്ചയ്ക്ക് ഞാൻ തയ്യാറാണ്, ഫോണിൽ കൂടെ തന്നെ നമുക്ക് ചർച്ച ചെയ്യാൻ തീരുമാനപ്പെടുത്താം. എന്നിട്ട് ഞാൻ ബഹുമാനപ്പെട്ട സയ്യിദി ഉസ്താദിനോട് കടപ്പാട് ഉസ്താദിന്റെ ഭാഷ ഉപയോഗിച്ച് പറഞ്ഞു, ഹലാലായ നിക്കാഹിലാണ് ജനനമെന്ന് തീരുമാനിക്കാനെങ്കിലും അത് നിജപ്പെടുത്താനെങ്കിലും ജിഷാൻ വിളിക്കുന്നുള്ള പ്രതീക്ഷ ഉണ്ട് പറഞ്ഞു. ശരി, ജിഷാൻ ഇന്ന് രാവിലെ തന്നെ ഞാൻ വിളിച്ചു. ഇന്ന് രാവിലെ ഒരു 5-8 പ്രാവശ്യം നിരത്തി സ്കൈപ്പിൽ ഞാൻ വിളിച്ചു. വിളിക്കൂല, ജിഷാൻ എടുക്കൂല. അവസാനം കേടങ്ങേറായിട്ട് ഗതികേട് കൊണ്ട് ജിഷാൻ തിരിച്ചെന്നെ ഇങ്ങോട്ടേക്ക് വിളിക്കുക, തിരിച്ച് വിളിക്കുകയാണ് ഇങ്ങോട്ടേക്ക്. ആ വിളിയിൽ എന്താ സംഭവിച്ചതെന്ന് കേൾക്കാൻ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടെ ജിഷാൻ പറയാണ്. ജിഷാനോട് ചോദിക്കുകയാണ് 2-3 ചോദ്യങ്ങൾ. ഒരിക്കലും ജിഷാൻ ചോദ്യത്തിലേക്ക് ഉത്തരത്തിലേക്കോ വരുന്നില്ല. ചോദ്യത്തിന് എന്ത് വരുന്നില്ല? സമയം തരൂല. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അവൻ കുടുങ്ങുന്നു എനിക്കറിയാം, നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു ചോദ്യമോ അല്ലെങ്കിൽ അവൻ തിരിച്ച് നമ്മളോട് ഒരു ചോദ്യമോ ചോദിക്കൂല. പയ്യോളി സംവാദത്തിനുണ്ടോ? ഞാൻ പറയും ഓക്കെ സംവാദത്തിനുണ്ട്, ഇൻഷാ അല്ലാഹ് ബാക്കി നിങ്ങൾക്ക് ക്ലിപ്പിലൂടെ കേൾക്കാം. ബാക്കി നിങ്ങൾക്ക് ക്ലിപ്പിലൂടെ കേൾക്കാം. മുഫാദ് മോൻ റെഡിയല്ലേ? ഈ ക്ലിപ്പ് ആൾക്കാരുടെ അടുത്ത് എത്തിക്കലാണ് വലിയ ഇടങ്ങേറ്. കാരണം എനിക്ക് വിൻഡോസ് 8 ഇത് പ്ലേ ചെയ്യിപ്പിക്കാൻ ഒരു ഐഡിയ ഇല്ല. ഓക്കെ, എങ്കിൽ റൈസ് ഹാൻഡ് ചെയ്തോളൂ, ആ ക്ലിപ്പ് പ്ലേ ചെയ്യിപ്പിച്ചോളൂ. രണ്ടാമത്തെ ആദ്യത്തെ പിന്നെ നോക്കിയിട്ടിടാം. രണ്ടാമത്തെ ആ ഹോട്ട് ക്ലിപ്പ് മനസ്സിലായിട്ടില്ല. ക്ലിപ്പ് ഒരുപാടുള്ളത് കൊണ്ട് ഞാൻ മുഫാദ് മോന് ഇപ്പൊ തലതിരിഞ്ഞിട്ടുണ്ട്. കണ്ടമാനം ക്ലിപ്പിന്റെ ഇടയിൽ ഏതാണ് ഉദ്ദേശിക്കുന്ന ക്ലിപ്പ് എന്ന് ഒരു ഐഡിയ മുഫാദ് മോനും കിട്ടുന്നില്ല. ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ, സത്യം രസകരം, മഹാരസകരം, ഇൻഷാ അല്ലാഹ്. അതിന് മഹാരസകരം ഒന്ന് വരാനുണ്ട് മക്കളെ. ഇന്ന് പൊട്ടിക്കൂല. മഹാരസകരമായ ഒന്ന് വരാനുണ്ട്. ജിഷാന്റെ അണ്ടർഗ്രൗണ്ട് മുഴുവൻ തകർക്കുന്ന ഒന്ന് ഇൻഷാ അല്ലാഹ്. അതല്ലേ അന്ന് വരാനുണ്ട്. ജിഷാൻ എന്താ പറയണത്? കേട്ടോളി മോനെ, ജിഷാനെ കളിക്കാൻ നിൽക്കല്ല. കാരണം ഞങ്ങളോട് കളിക്കാൻ നിന്നാൽ അവസാനത്തെ കവറും ഓൺലൈനിൽ തകർത്തിട്ട് ഞങ്ങൾ കവറടക്കിയിട്ടേ പോകൂ. നിങ്ങൾ എന്തേ മനസ്സിലാക്കിയത്? സൈബർ രംഗത്ത് നിങ്ങളെ കവറടക്കിയിട്ടേ ഞങ്ങൾ പോകൂ. ഒന്ന് വരാനുണ്ട്. അത് ശരി, ജിഷാൻ പേടിച്ചോ? ഇത് പേടിക്കാൻ മാത്രമുള്ളതാ. ഇത് പേടിക്കാൻ മാത്രം ഉണ്ട് മോനെ. വരാൻ പോകുന്നൊരു ക്ലിപ്പ് അതിന്നൊന്നും ഇടൂല. അത് ജിഷാൻ അവിടെ നിൽക്കട്ടെ. അതെന്നിട്ട് കൊടുക്കോ, ഒന്ന് സസ്പെൻസിൽ അവിടെ നിൽക്കട്ടെ. അല്ല, ആണായിട്ടുണ്ടെങ്കിൽ നിഷേധിക്ക് ജിഷാനെ. അപ്പത്തരും മേലാൽ നിങ്ങൾ ഒരു സ്ഥലത്തും മൈക്കെടുക്കാത്ത രൂപത്തിലൊന്ന്. അത് ശരി, നിങ്ങൾ കപടനാണെന്നും വഞ്ചകനാണെന്നും ചതിയനാണെന്നും ദജ്ജാലാണെന്നും കല്ലാബാണെന്നും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ളവർ തന്നെ സംസാരിച്ച ക്ലിപ്പ് ഞങ്ങളങ്ങിട്ടേരും. പൂജ്യം അങ്ങോട്ട് തീർന്നു പോവും ഇൻഷാ അല്ലാഹ് റബ്ബിന്റെ തൗഫീഖോട് കൂടെ. അത് ഇന്ന് വേണ്ട, അത് ഇൻഷാ അല്ലാഹ് നമുക്ക് കൊടുക്കാം. ഇന്ന് മുഫാദ് മോൻ ഇതിട്
ഞാൻ മൈക്ക് വരുന്നു. മുഫാദ് മോനെ ആദരപൂർവ്വം മൈക്കിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും. ഇങ്ങനെ എപ്പോഴും ആഗ്രഹിക്കേണ്ടത്. ഓക്കെ, വേറെന്തല്ല നല്ല വിശേഷം. പിന്നെ ഒരു മിനിറ്റ് ജിഷാൻ, പെട്ടെന്ന് പറയണേ, ജുമേന്റെ സമയം. അസ്സലാമലൈക്കും. ഉസ്താദേ, ഞാൻ ജിഷാനായിട്ട് സംസാരത്തിലാണ്. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കട്ട് ചെയ്തോളൂ സാർ. ആ ജിഷാനെ, പറയൂ. അല്ല ഹബീബ്, എന്തൊക്കെയാണ് റാഹത്ത് തന്നെ അല്ലേ? നാട്ടിലൊക്കെ വിശേഷമൊക്കെ സുഖമല്ലേ? നല്ല വിഷയം. റാഹത്താണല്ലോ എന്ന് ചോദിച്ചല്ലോ. ഇപ്പൊ രണ്ടാമത് ഒരു സെക്കൻഡ് 1 മിനിറ്റ് കൊണ്ട് വീണ്ടും റാഹത്താന്ന് ചോദിക്കല് അന്തയില്ല. അല്ല, ഞാൻ അങ്ങനല്ല ചോദിച്ചത്. ഇങ്ങനെ നമ്മള് പേഴ്സണൽ ഫ്രണ്ട്ലി ടോക്കാണ് സ്റ്റാർട്ടിങ്. അല്ല, ഫ്രണ്ട്ലി ടോക്കാണ് സ്റ്റാർട്ടിങ് എന്ന് നിങ്ങൾ പറയാനല്ലോ, കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് ഞാനതങ്ങനെ ചോദിച്ചു എന്നേ ഉള്ളൂ. ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് എന്ത് കാര്യം പറഞ്ഞു? അല്ല, ഓക്കെ നമ്മളാദ്യം നമ്മളെ ആ ഒരു പിന്നെ ലെവല് കീപ്പ് ചെയ്യാം. അല്ല, ലെവല് കീപ്പ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ പിന്നെ ഇതുവരെ സംസാരിച്ചതും കേൾപ്പിച്ചതും ഒക്കെ. ഞാന് പിന്നെ അല്പെങ്കിലും നിങ്ങള് മാന്യനാണെന്ന് ഞാൻ കരുതി. കാരണം വെച്ചാല് നിങ്ങൾ റെക്കോർഡ് ചെയ്യാൻ മറക്കണ്ട. ഞാൻ പറഞ്ഞോട്ടെ, വിഷയം പറഞ്ഞോട്ടെ. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പിന്നെ STVയിൽ പ്ലേ ചെയ്യിപ്പിക്കുന്ന ക്ലിപ്പിനെ സംബന്ധിച്ച് നസീർ അസീരിയെ നിങ്ങളെ മുമ്പിൽ ഞാൻ വിളിച്ചതും നസീർ അസീരി പറഞ്ഞ മറുപടിയും അതിനുശേഷം നിങ്ങൾ ബഷീർ ബാക്കവിയെ വിളിച്ചതും ബഷീർ ബാക്കവി നിങ്ങളോട് പറഞ്ഞ മറുപടിയും ഞാൻ രണ്ടും STVയിൽ ഞാൻ KSCR ഞാൻ പരസ്യമായി പറഞ്ഞു. പക്ഷേ ഞാൻ പറയട്ടെ, കപടത ഉള്ള നിങ്ങൾ എന്ത് ചെയ്ത് നസീർ അസീരിയുമായി സംസാരിച്ച ആ ഭാഗം മാത്രം നിങ്ങൾ കേൾപ്പിച്ച് ബഷീർ ബാക്കവിയെ നിങ്ങൾ വിളിച്ച വിഷയം തന്നെ നിങ്ങൾ അവിടെ കേൾപ്പിച്ചില്ല എന്ന് മാത്രമല്ല അത് മറച്ചു വെച്ചു. ഇതൊരു മുഅ്മിനെ സംബന്ധിച്ച് നിങ്ങൾ നെഞ്ഞത്ത് കൈവച്ച് ചിന്തിച്ചോ? ഞാനൊന്ന് പറഞ്ഞുതരാം. നസീർ അസീരിക്ക് അങ്ങനെ ഒരു വിശ്വാസം ഇല്ലായിരുന്നുവെങ്കിൽ എനിക്ക് പറയാൻ അവസരം എന്താ? ഞാൻ നിങ്ങൾക്ക് പറയാൻ അവസരം തരാം. പരസ്യമായിട്ട് വിളിച്ചിട്ട് നസീർ അസീറിനെ വിളിക്കേണ്ട ആവശ്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അത് തീരെ കണ്ടിട്ട് അദ്ദേഹത്തിന് അത് ഓർമ്മയില്ല, അങ്ങനെ ഓർമ്മയില്ല എന്ന് പറഞ്ഞു. അത് നിങ്ങൾ ഒന്നുകൂടി ബലപ്പെടുത്താൻ വേണ്ടി ഞാൻ അറിയാതെ ആ കോള് കട്ട് ചെയ്ത ശേഷം നിങ്ങൾ ബഷീർ ബാക്കവിയെ വിളിച്ചു. ബഷീർ ബാക്കവിനോട് ചോദിച്ചപ്പോ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ജിഷാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ കണ്ടതാണ്, ചിലപ്പോൾ നസീർ അസീരിക്ക് ചിലപ്പോൾ ഓർമ്മയില്ലാത്തതാകാം എന്ന് പറഞ്ഞു. ആ ഭാഗം നിങ്ങൾ STVയിൽ കേൾപ്പിച്ചോ ഇതുവരെ? ഇതാരെയാണ് നിങ്ങൾ വഞ്ചിക്കുന്നത്? കഴിഞ്ഞു. പറഞ്ഞോളൂ. കേട്ടോ, നസീർ അസ്ഹരിയെ ഞാനാണോ വിളിച്ചത് അതോ നിങ്ങളാണോ വിളിച്ചത്? ഞാനാ വിളിച്ചത്. ശരി, എന്തിനാ വിളിച്ചത്? ഞങ്ങൾ 3 പേരും ഒന്നായിട്ടാണ് പോയത്. അത് അദ്ദേഹത്തിന് കണ്ട ഓർമ്മ ഉണ്ട് എന്നുള്ള ധാരണയിൽ തന്നെ വിളിച്ചത്. അല്ല, നിക്ക് ഒരു മിനിറ്റ്, ഞാൻ ചോദിക്കുന്നതിന് മറുപടി അറിയും. അപ്പൊ നസീർ അസ്ഹരിയും നിങ്ങൾ 3 പേരും ഇരിക്കുന്ന വേദിയില് ഒന്നിച്ച് നിൽക്കുമ്പോഴാണ് പിന്നെ ജാലിയൻവാലയെ ഒരു പെണ്ണ് വന്ന് ചുംബിക്കുന്നത് കാണുന്നത്. ഒരു പെണ്ണല്ല, ഒന്നിലധികം. ആയിക്കോട്ടെ, ഒരു പെണ്ണെന്തായാലും ഉണ്ടല്ലോ. അതുണ്ട്, ഒരു പെണ്ണ്, ഒന്നിലധികം പെണ്ണുങ്ങൾ വന്ന് ചുംബിക്കുന്നത് കാണുന്നത്. അപ്പോ ഒറ്റവട്ടം ഒരാൾ ചുംബിച്ചു പോയതാണെങ്കിൽ ചിലപ്പോ നസീർ അസീരി പെട്ടെന്ന് കാണാതെ പോയതായിരിക്കാം. എവിടെയെങ്കിലും ഒരു മിനിറ്റ് ഞാനൊന്ന് കഴിഞ്ഞിട്ടില്ല. ജിഷാനെ, ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. നിങ്ങൾ പറഞ്ഞ ഫുള്ള് ഞാൻ കേട്ടല്ലോ. ഞാൻ പറഞ്ഞു അതല്ല, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. അപ്പൊ അത് ഒരു പ്രാവശ്യം ഒരു പെണ്ണ് വന്ന് ചിന്തിച്ചു പോയതാണെങ്കിൽ അത് ഏതെങ്കിലും ഒരു സമയത്ത് മുമ്പേ കണ്ണ് തെറ്റിയ സമയത്ത് അത് ചിന്തിച്ചു പോയതാണോ എന്ന് തെറ്റിദ്ധരിക്കാം. പക്ഷെ അങ്ങനല്ല, കുറെ എനിക്ക് ആയിക്കോട്ടെ, ഇത്രയും പെണ്ണുങ്ങൾ വന്ന് ഉമ്മ വെക്കുന്നത് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന നസീർ അസീരി കണ്ടിട്ടില്ല. അങ്ങനെ തന്നെ ഞാൻ അല്ല, ക്ലിപ്പ് വേണോ? കണ്ടിട്ടില്ല. അതിന് ശേഷം അത് ഞാൻ പറഞ്ഞുതരാം. അതിന്റെ സാഹചര്യം ഞാൻ പറയാം. ജിഷാനെ, ഞാൻ കണ്ടിട്ടില്ല. കേൾക്ക് ജിഷാനെ, കേൾക്ക്. ഇങ്ങനെ ഇതാവല്ലേ? ഞാൻ കണ്ടിട്ടില്ല. കേൾക്ക് ജിഷാനെ, കേൾക്ക്. എന്താണ്? ഞാനൊന്ന് പറയട്ടെ, ഞാനിതൊന്ന് പറഞ്ഞു തീർക്കട്ടെ. അത് അവിടെ നിൽക്കും. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഞാൻ അവസരം തരുന്നില്ലേ? നിങ്ങളെ കേൾക്കാനുള്ള അവസരം ഞാൻ തരും.
പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവസരമില്ല. നിങ്ങളൊരു തുല്യ സമയം. ഒരു മിനിറ്റ് ആയിക്കോട്ടെ, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആവാം, എനിക്കതിനൊന്നും പരാതിയില്ല. നിങ്ങൾ കേൾക്ക്. വിളിച്ച കാര്യം പറഞ്ഞോളി. ഇവിടെ പിന്നെ മൂപ്പര് പിന്നെ ആര് നമ്മളെ വിഷയം ഇടയ്ക്ക് ഇങ്ങനെ സംസാരിക്കുന്നു, വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നത് അവിടെ. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഈ നസീർ അസ്ഹരി പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല ജിഷാനെ, അത് ഞാൻ കണ്ടിട്ടില്ല. 2 പ്രാവശ്യമോ അല്ലെങ്കിൽ 3 പ്രാവശ്യമോ 2 അല്ലെങ്കിൽ 3 പ്രാവശ്യം പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കാണാത്തത് എങ്ങനെയാ പറയാ ജിഷാനെ? അപ്പൊ വീണ്ടും ഉസ്താദെ കണ്ടിട്ടില്ല നിങ്ങൾ ആവർത്തിച്ചുള്ള ചോദ്യത്തിന് ജിഷാനെ ഞാനങ്ങനെ കണ്ടതായി ഓർക്കുന്നില്ല, പിന്നെ ഞാനതെങ്ങനെ പറയും എന്നാ പറഞ്ഞത്. നിക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ ബഷീർ ബാക്കവിയെ വിളിച്ചു. ബഷീർ ബാക്കവിയെ വിളിച്ചപ്പോ ബഷീർ ബാക്കവി എന്താ പറഞ്ഞ അറിയോ? ഉമ്മ വെക്കാനല്ല കേട്ടോ. ബഷീർ ബാക്കവി നിങ്ങൾ കണ്ട പോലെയല്ല കണ്ടത്. നിങ്ങൾ 3 വ്യത്യസ്ത രൂപത്തിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബഷീർ ബാക്കവി എന്താ പറഞ്ഞറിയോ കേട്ടോ? ജിഷാനെ തെറ്റ് 3 പേര് കണ്ടത് 3 രൂപത്തിലാണ്. അതുപോലെ തന്നെ ഇഖ്തിലാഫുർ റുവാത്ത് എൽത്തുറാബാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് സ്വീകാര്യമേ അല്ല. 3 പേര് ഡയറക്റ്റ് കണ്ടപ്പോ ജീസസിനെ കൊന്നത്, യേശു ക്രിസ്തുവിനെ കൊന്നത് യോഹന്നാനും ലൂക്കോസും മറ്റൊരു ഒക്കെ റിപ്പോർട്ട് ചെയ്തപ്പോ പല രൂപത്തിലായി എന്നതുപോലെ നിങ്ങൾ 3 പേര് റിപ്പോർട്ട് ചെയ്തത് 3 രൂപത്തിൽ കടുത്ത വഞ്ചനാത്മക നിലപാടായി പോയി. ഇല്ല ഞാൻ പറഞ്ഞു. നിങ്ങൾ വന്നേക്കില്ലേ? ഇത് പറഞ്ഞു. ഈ ബഷീർ ബാക്കവി സംസാരിച്ച് നിങ്ങൾ കേൾപ്പിച്ചോ ക്ലാസ് റൂമില്? എന്ത്? കേൾപ്പിക്കണോ? നിങ്ങൾ പറഞ്ഞോ? കേൾപ്പിക്കണോ? ഞാൻ കേൾപ്പിക്കണോ? അല്ല ഞാൻ കേൾപ്പിക്കണോന്ന് വേണമെങ്കിൽ ആണെന്ന് പറഞ്ഞാൽ മതി. എനിക്ക് കേൾപ്പിക്കണമെന്ന് എന്റെ വാദത്തിന് വേണ്ടിയിട്ടില്ല. ജിഷാനെ അതിലൊന്നും കാര്യമില്ല, ഒന്നും ഇല്ല. അതുകൊണ്ടാ ബുഖാരിന്റെ റിവായത്താ, അതിന്റെ ബാക്കിയാണ് അത് അബൂദാവൂദില്ല. അല്ല ഒരു മിനിറ്റ്, നിങ്ങൾ ഏതെങ്കിലും ഒരു ക്ലിപ്പ് ഞാൻ മുറിച്ചിട്ടുണ്ടോ? പറ. ഒരു മിനിറ്റ് ജിഷാനെ ഒരു ഞാനൊന്ന് പറയട്ടെ ജിഷാനെ, എനിക്ക് കേൾക്ക്. അല്ല അങ്ങനെ പറഞ്ഞെടുത്ത് പറഞ്ഞ ഞാൻ ക്രോസ് ചെയ്തോട്ടെ. ഞാൻ ക്രോസ് ചെയ്തോട്ടെ. അല്ല ജിഷാനെ അത് ഞാൻ ക്രോസ് ചെയ്യട്ടെ. ജിഷാനെ നിങ്ങളാ പറഞ്ഞത് ഞാനൊന്ന് ക്രോസ് ചെയ്യട്ടെ. നിങ്ങളാ പറഞ്ഞതൊന്ന് ക്രോസ് ചെയ്യട്ടെ. അത് ശരി. അപ്പൊ ക്രോസ് വേണ്ട. നിങ്ങൾ പറയുന്നത് ഫുള്ള് ഞാൻ കേട്ടൂല. അത് ക്രോസ് ചെയ്യാൻ പാടില്ല. കാരണം ക്രോസ് ചെയ്താൽ നിങ്ങൾ കുടുങ്ങൂല്ലേ? എന്നാ കേക്ക്. നിങ്ങൾ പറഞ്ഞു നസീർ അസ്ഹരി കണ്ടു എന്ന് പറഞ്ഞത് നിങ്ങൾ പച്ച കള്ളാണ്, സമ്മതിച്ചോ? നസീർ അസ്ഹരി കണ്ടു നിങ്ങൾ പറഞ്ഞത് പച്ച കള്ളല്ലേ? പറ. നസീർ അസ്ഹരി അയാൾ ഉമ്മ വെക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞത് സത്യമാണോ അല്ലേ? പറ. ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറ ജിഷാനെ. നസീർ അസ്ഹരി ജാലിയ ബാലന് അപ്പൊ ഒരു പെണ്ണ് ഉമ്മ വെക്കുന്നത് കണ്ടു എന്ന് നിങ്ങൾ പറഞ്ഞത് കളവാണോ അല്ലേ? കളവാണോ അല്ലേ? ഇത് പറ. എന്നിട്ട് ബാക്കിയുള്ള പറയാം. നസീർ മുണ്ടുന്നില്ലല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് കള്ളത്തരം പറഞ്ഞ് കുടുങ്ങിയപ്പോ നിങ്ങൾക്ക് മുണ്ടാട്ടം മുട്ടിയില്ലേ? ജിഷാനെ നസീർ അസ്ഹരി നിങ്ങളോട് കൂടെ കണ്ടിട്ടുണ്ട്. അത് ജിഷാനെ നിങ്ങൾക്ക് ജിഷാനെ നിങ്ങൾ കുടുങ്ങി. കാരണം എന്താ അറിയോ? നസീർ അസ്ഹരിയെ പറ്റി നുണ പറഞ്ഞു നോക്കിയതാ നിങ്ങള്. പക്ഷെ നസീർ അസ്ഹരി നിങ്ങൾ വിളിച്ചപ്പോ നസീർ നിങ്ങളെ കൂടെ നിന്നില്ല. നസീർ അസ്ഹരി നിങ്ങളെ കൂടെ നിന്നോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നസീർ അസ്ഹരി പറഞ്ഞു ജിഷാൻ പറയുന്നത് നുണയാണ്. ഭയങ്കര എന്താ ജിഷാനെ? ജിഷാനെ അല്ല ഇതിപ്പം തിരിയുന്നുണ്ട്, ആൾക്കാർക്ക് തിരിയുന്നുണ്ട്. പയ്യോളിക്കാരനാണോ ആണ് അല്ല ജിഷാനാണോ എന്നൊക്കെ എല്ലാവർക്കും തിരിയുന്നുണ്ട്. അതുകൊണ്ട് ക്ലിപ്പൊക്കെ പൊട്ടട്ടെ, നന്നായിട്ട് പൊട്ടട്ടെ. ജിഷാനെ കൂൾ ഡൗൺ. ജിഷാനെ ഞാൻ ഇപ്പൊ തയ്യാറാണെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ ജുമാന്റെ സമയാണ്. ജുമോക്ക് ശേഷം വിളിക്കല്ലേ? നിങ്ങൾ തയ്യാറാണ്? ഒരു കാര്യം ചെയ്തോ, നിങ്ങൾ വായിച്ചതിന് ഫോണിൽ സംസാരിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം പറഞ്ഞ ആ 32 ഇന്നൊക്കെ പേടിയുണ്ടല്ലേ? അത് ശരി. എല്ലാരും ഇപ്പൊ ഫോൺ ക്ലിപ്പ് കേൾക്കുമ്പോ സംസാരിക്കാം. അല്ല ജിഷാനെ ഒരു മിനിറ്റ്. ഓക്കെ. ഞാനൊന്ന് മറുപടി പറയട്ടെ.
ഞാനൊന്ന് ചർച്ച ചെയ്യാൻ പയ്യോളി ബാക്കവി തയ്യാറാണോ ബൈലക്സിൽ നിന്ന്? ശരി, ഞാനൊന്ന് മറുപടി പറയട്ടെ. എന്നാ കേൾക്ക്. ഇനി ഞാൻ പറഞ്ഞ് നിങ്ങൾ കേൾക്കുമല്ലോ. എനിക്ക് ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഇനി ഞാൻ പറഞ്ഞ് നിങ്ങൾ കേൾക്കുമല്ലോ. ശരി, BP കൂടല്ല. ഇതിന് ഞാൻ കാന്തപുരത്തിന്റെ പറ കാന്തപുരത്തിന്റെ കളവ് പറഞ്ഞിട്ട് നിങ്ങൾ തയ്യാറാണോ? ചർച്ച ചെയ്യാൻ പയ്യോളി തയ്യാറാണോ? കഴിഞ്ഞോ? തയ്യാറുണ്ടോ? കഴിഞ്ഞോ? ഇനി ഞാൻ പറയട്ടെ, മറുപടി പറയട്ടെ. പറഞ്ഞോളൂ. അതെ പയ്യോളി കാന്തപുരത്തിന്റെ കയ്യിലുള്ള മുടി ഹബീബാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഇനിയൊരു മറുപടി പറയട്ടെ. ഞാൻ മറുപടി പറയട്ടെ മുത്തേ. ഇതെന്തിനാ മുഖത്തിമ? ഇതെന്തിനാ? എന്നാ ഒന്നിങ്ങനെ നിർത്തിത്തരണം, എന്നാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ കേൾക്കണ്ടേ? എന്നാ നിർത്ത്. എന്നാ കേട്ടോ. ഇല്ല, സാധാരണ നിങ്ങൾ എല്ലാവരും ഫോണിൽ വിളിച്ച് ക്ലിപ്പാക്കുന്ന ആളല്ലേ. നമുക്ക് ഫോണിൽ കൂടെ തന്നെ ആ വിഷയം ചർച്ച ചെയ്ത് തീരുമാനിക്കാനോ? നിങ്ങൾക്ക് എന്തിനാ അതിന് ഇത്ര പേടി? എന്താന്നാ ഞാൻ ചോദിക്കുന്നത്. അതിന്റെ മറുപടി പരിഗണിക്കട്ടോ. അബ്ദുൽ ഖാദർ മൗലവി ബൈലക്സിന് വരാറില്ല, അബ്ദുസലാം സുല്ലമി ബൈലക്സിന് വരാറില്ല, അതുപോലെ തന്നെ മറ്റുള്ള മൗലിമാരും ബൈലക്സിന് വരാറില്ല. ചങ്ങിലേരിയോ ഒരു മിനിറ്റ്, ചങ്ങിലേരിയോ പറയാണ് ഞാൻ ബൈലക്സിൽ കുഞ്ഞോ ഒരു മിനിറ്റ്, അതൊക്കെ വിട്. ഇങ്ങളിപ്പോ ഒരു മിനിറ്റ്, എങ്ങനെ എന്റെതൊക്കെ പിടിച്ച് ക്ലിപ്പാക്കിയത് മൊബൈലിലല്ലേ? മൊബൈലിൽ ക്ലിപ്പാക്കിയിട്ടല്ലേ നിങ്ങൾ കേൾപ്പിച്ചത്? നമുക്ക് മൊബൈലിൽ തന്നെ തുടരാലോ. നിങ്ങളെന്താ ഇപ്പൊ പേടിയായത്? സത്യത്തിൽ എന്റെ ജിഷാനെ ഒരു മിനിറ്റ്, എന്റെ രണ്ട് ക്ലിപ്പ് അങ്ങ് പൊട്ടിയപ്പോഴത്തേക്ക് നിങ്ങൾ ഫോൺ ക്ലിപ്പ് ഇത്രയും പേടിച്ചു പോയില്ലേ? ജിഷാനെ എന്റെ 2 ക്ലിപ്പ് പൊട്ടുമ്പോഴത്തേക്ക് നിങ്ങൾ ഫോൺ ക്ലിപ്പിന് ഇങ്ങനെയും പേടിക്കണ്ട. അപ്പൊ നമുക്കൊരു കാര്യമില്ല, ഇപ്പൊ തന്നെ തുടങ്ങിയല്ലേ ചർച്ച തുടങ്ങിയല്ലേ? ജിഷാനെ ഓക്കെ. ഞാനൊരു കാര്യം നമുക്കിപ്പൊ തന്നെ തുടങ്ങിയല്ലേ? ഇപ്പൊ തന്നെ തുടങ്ങിയല്ലേ ജിഷാനെ? മുടിച്ചേർക്ക് ഇപ്പൊ തന്നെ തുടങ്ങിയ ജിഷാനെ ജിഷാനെ ഇപ്പൊ തന്നെ തുടങ്ങിയല്ലേ? ഇപ്പൊ തന്നെ തുടങ്ങി നമുക്ക് ചർച്ച. ഇന്ന് ഇപ്പൊ തന്നെ തുടങ്ങിയല്ലേ ചർച്ച? ഇപ്പൊ തന്നെ തുടങ്ങിയല്ലേ നമുക്ക്? അല്ല, ഒരു കാര്യം ചെയ്യാം. ഓക്കെ, ഇങ്ങോട്ട് ചോദിക്കാം, അങ്ങോട്ടും ചോദിക്കുക. ഓക്കെ, പറഞ്ഞല്ലേ? എന്നാ ഞാൻ ചോദിക്കട്ടെ ജിഷാനെ. അല്ല, ഒരു മിനിറ്റ്. അല്ല, ഈ പിന്നെ രാമൻ തലി ഇപ്പോഴും വഞ്ചകനാണോ അല്ലേ? നിങ്ങളുടെ രാമൻ തലി ഇപ്പോഴും വഞ്ചകനാണോ അല്ലേ? വഞ്ചകനായ രാമൻ തലിയെയും കൂട്ടിയാണോ നിങ്ങൾ നടക്കുന്നത് അല്ലേ? ഒന്ന് മറുപടി പറഞ്ഞട്ടെ. ഒന്ന് പറ. ജിസാം മുണ്ടിനില്ല. അല്ല, ആ സ്റ്റേറ്റ്മെന്റ് വലിയ തെളിവാ. കാരണം ജിസാനെ അല്ല, രാമൻ തലി ഇപ്പോഴും വഞ്ചകനാണ്, മുനാഫിക്കാണോ അല്ലേ? വേഗം പറ. ഇസ്ലാമിന്റെ ഭാഷ പറഞ്ഞാൽ ഹലാലായ നിക്കാഹിൽ പറഞ്ഞു. വെരി ഗുഡ്. ഇപ്പൊ തന്നെ സ്വീകരിച്ചു. ഞാൻ ഇവിടെ തന്നെ വരികയാണ്. അതുകൊണ്ടാ ചോദ്യം വന്നത്. രാമൻ തലി വഞ്ചകനാണോ അല്ലേ? പറ, മറുപടി പറ. കാന്തപുരം തന്നെ ഇറങ്ങി വന്നാൽ ഇത് മുടി ന്യായീകരിക്കുന്നത്. നിങ്ങളെന്താ മിണ്ടാത്തത്? ഇവിടെ അതല്ല എന്റെ ചോദ്യം. നമ്മൾ രാമൻ തലി വഞ്ചകനാണോ അല്ലേ? നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവൻ വഞ്ചകനാണ്. നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നു, രാമൻ തലി വഞ്ചകനാണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റിൽ ഇപ്പോഴും നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ ഇല്ലയോ? ജിഷാനെ, രാമൻ തലി വഞ്ചകനാണോ അല്ലേ? ഇപ്പൊ നിങ്ങൾ പറയുന്നില്ല. നിങ്ങൾക്ക് ഇപ്പോഴും ഉറപ്പാണ് മൂപ്പര് വഞ്ചകനാണ് ഇല്ലേ? അതുകൊണ്ടല്ലേ മിണ്ടാത്ത? നിഷേധിക്കുന്നില്ലല്ലോ. നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുന്നില്ലല്ലേ? രാമൻ തലി വഞ്ചകനല്ല നിങ്ങൾക്ക് പറയാനാവുന്നില്ലല്ലേ? ഞാൻ ചോദിക്കട്ടെ, അത് വിട്. ഓക്കെ, രാമൻ തലി വഞ്ചകനാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ സുഹൃത്തായതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഇപ്പം പറയാൻ ബുദ്ധിമുട്ട്. എന്നാ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാം. ഞാൻ ചോദിക്കട്ടെ, സമസ്തയിൽ സുന്നത്ത് ജമാഅത്തില്ല നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? ബാപ്പുവിലാർക്ക് സുന്നത്ത് ജമാഅത്തില്ല നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ബാപ്പുവിലാർക്ക് സുന്നത്ത് ജമാഅത്തില്ല നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ജിഷാനെ എന്റെ ചോദ്യത്തിന് മറുപടി അറിഞ്ഞില്ല.
വാപ്പ് മുസ്ലിയാർക്ക് സുന്നത്ത് ജമാഅത്തില്ല നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ചോദ്യത്തിന് മറുപടി പറ. ചോദ്യത്തിന് മറുപടി പറ. എന്റെ ചോദ്യത്തിന് മറുപടി പറ. വാപ്പുവിലേക്ക് രണ്ടാമത്തെ ചോദ്യമാണ്. രണ്ടിനും മറുപടിയില്ല. രാമന്തളി വഞ്ചകനാണോ എന്ന് ചോദിച്ചു. അത് നിങ്ങൾ മിണ്ടുന്നില്ല. വാപ്പുവിലേക്ക് സുന്നത്ത് ജമാഅത്തില്ലേ എന്നുള്ള സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് ചോദിച്ചു. നിങ്ങൾക്ക് മുണ്ടാട്ടില്ല. കാരണം നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു വാപ്പുവിലേക്ക് സുന്നത്ത് ജമാഅത്തില്ല അല്ലേ? സ്വന്തം ആശയം പറയുമ്പോൾ ജിഷാനെ നിങ്ങളിപ്പോഴും വിശ്വസിക്കുന്നു ബാപ്പുവിലേക്ക് സുന്നത്ത് ജമാഅത്തില്ല എന്നല്ലേ? അല്ലേ ജിഷാനെ നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നില്ലേ ബാപ്പുവിലേക്ക് സുന്നത്ത് ജമാഅത്തില്ല? നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു. നമ്മളെ രാമന്തളി വഞ്ചകനാന്ന് നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു. നിങ്ങളെ കൂടെ നടക്കുന്ന രാമന്തളി വഞ്ചകനാന്ന് നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ക്വസ്റ്റ്യൻ നമ്പർ 3, സമസ്തക്ക് സുന്നത്ത് ജമാഅത്തിൽ ആദർശമില്ല നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? ഞാൻ ചോദിക്കുന്നു, ഇപ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അത്? അതെ, മൂപ്പര് കട്ട് ചെയ്തതാണ് അവസാനം. അത് പറഞ്ഞു. കാരണം എന്താ അറിയോ, ആ റൂമിന്ന് പുറത്താക്കൂലേ? നിങ്ങളെന്താ പറയണത്? മൂപ്പര് പറയോ സമസ്തക്ക് സുന്നത്ത് ജമാഅത്തിൽ പ്രതിബദ്ധതയുണ്ട് എന്നങ്ങ മൂപ്പര് പറഞ്ഞ മൂപ്പരെ ക്ലിപ്പ് ഞാൻ അന്നേരം കൊടുക്കൂലേ? അല്ല മോനെ, അപ്പൊ ഇതൊക്കെ പോലെ ഇപ്പൊ നിങ്ങളോട് മാപ്പ് പറഞ്ഞിനോ? അല്ല, ഈ അവസ്ഥയൊക്കെ മാറിയപ്പോ. കാരണം പഴയ കാലത്ത് എവിടെ 85-ാം വാർഷികത്തിന്, പഴയ കാലം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അടുത്ത് 85-ാം വാർഷികത്തിന് നമ്മളെ മറ്റെന്താണ് മാധ്യമത്തിന് സ്റ്റാൾ അനുവദിച്ചു കൊടുത്തതിന് ആരേനി വിളിച്ചത്? എവിടത്തേക്ക്? ആരൊക്കെയാണ് വിളിച്ചത്? അല്ലേ? ജിഷാനല്ലേ വിളിച്ചത്? അതിനെക്കുറിച്ച് എല്ലാ സ്ഥലത്തേക്കും ഫോൺ ചെയ്തത് ജിഷാൻ. എന്നിട്ട് വർത്താനം പറഞ്ഞത് മുഴുവൻ ജിഷാൻ. അപ്പോ ജമാഅത്തുകാരനോട് തോളിൽ കൈയിട്ട് നടക്കുന്ന സമസ്തക്കാരൻ എപ്പോഴാ സുന്നത്ത് ജമാഅത്ത് വന്നത് എന്ന് ചോദിക്കൂലേ? അത് ഓനറിയാം. അത് നന്നായിട്ട് ജിഷാൻ അറിയാം. അതുകൊണ്ടാണ് ജിഷാൻ ആ വിഷയം ഉണ്ടാത്തത്. സമസ്തക്ക് പ്രതിബദ്ധതയുണ്ടോ സുന്നത്ത് ജമാഅത്തിൽ? ചോദ്യത്തിന് മറുപടിയില്ല. കാരണം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ക്ലിപ്പിടും. ഇല്ല എന്ന് പറഞ്ഞാലോ? ഇല്ല എന്ന് പറഞ്ഞാൽ റൂമിൽ നിന്ന് ഔട്ട് ഓഫ് ആവും. ആ റൂമിൽ നിന്ന് പിടിച്ച് പുറത്തേക്കിടും. അതല്ലേ? അതുകൊണ്ട് ഒരു മിനിറ്റ്, ആരെങ്കിലും ഒന്ന് മൈക്ക് എടുത്തോളൂ. കസ്റ്റമർ ഉണ്ട്. ഉസ്താദ്മാരെങ്കിലും ഒന്ന് മൈക്കിലേക്ക് വന്നോളൂ. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. ഇവിടുന്ന് ഓക്കെ. റഹ്മാനായ റബ്ബേ, എല്ലാരെയും വിളിച്ചോളി. ക്ലിപ്പ് കുറച്ച് നീളമുള്ള ക്ലിപ്പാണ്. ഇതില് പയ്യോളി ഉസ്താദാണ് കേട്ടോ. ഇതില് പയ്യോളി ഉസ്താദാണ്. ഞങ്ങൾ കുറച്ച് നല്ല സംസാരിച്ച സംസാരാണ്. അതുമാണ്ട പറയാ. സത്യം പറയാൻ ഇത് കുറെ മുമ്പുള്ളതാണ്. ചിലപ്പോഴൊക്കെ അഥവാ ഇവനെ ശരിയായ രൂപത്തിൽ ഇങ്ങനെ താലോലിച്ച് നിൽക്കുന്ന സമയത്തുള്ളതാണ്. അതുകൊണ്ട് തന്നെ സംഘടനാ പ്രവർത്തകരൊന്നും വിചാരിക്കണ്ട. ചില സ്ഥലങ്ങളിലൊക്കെ ഒരു തൊട്ട് തലോടലൊക്കെ ഉണ്ട്. അത് നമ്മൾ ശരിക്കും കാണണം. ചില സ്ഥലങ്ങളിലൊക്കെ പ്രത്യേക ഒരു തൊട്ട് തലോടലൊക്കെ ജിഷാന് നന്നായിട്ട് തൊട്ട് തലോടുന്നുണ്ട്. അപ്പൊ പിന്നെ ഇതിപ്പോ ഉണ്ടാക്കിയതാന്ന് വിചാരിക്കണ്ട. ഇത് പഴയ ക്ലിപ്പാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം ഞാൻ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങുന്ന തുടക്കത്തിലെറ്റാനുള്ള ക്ലിപ്പാണ്. പക്ഷെ നല്ല രസകരാണ്. ബഹുമാനപ്പെട്ട കുമരംപുരത്തൂർ അലി ഉസ്താദിന്റെ പുതിയാപ്പിള ഓരോ AP വിഭാഗത്തിൽ നിന്ന് പോയി എന്ന് പറയുന്ന ആ സമയത്തുള്ള ക്ലിപ്പാണ് കേട്ടാ. ആ സമയത്തുള്ള ക്ലിപ്പാണ്. മുഫാദ് മോൻ റൈസ് ഹാൻഡ് ചെയ്തോളൂ. മുഫാദ് മോൻ റൈസ് ഹാൻഡ് ചെയ്തോളൂ. ഞാൻ വിചാരിച്ചു എനിക്കാരോ പണി തന്ന് പാളിപ്പോയി. നമ്മളെ AK അനന്താപൂരൊക്കെ വന്നിട്ട് എന്തൊക്കെയോ ഇവിടെ ചെയ്തു വെച്ചിന്. ഞാൻ വിചാരിച്ചു ജിഷാനായിട്ട് എന്റെ ഉള്ളിൽ കൂടെ സഖ്യം ഉണ്ടാക്കിങ്ങാണ്ട് പോയതായിരിക്കും AK അനന്താപൂരെ. ഇപ്പൊ വന്നിട്ട് 2 സോഫ്റ്റ്വെയർ ഒക്കെ ചെയ്തെന്ന് പോയതാ. അപ്പൊ ഞാൻ കരുതി ഇപ്പോ AK അനന്താപൂരൊക്കെ ജക്കി ഉസ്താദ് ഉണ്ടായിനി.
സക്കീർ ഉസ്താദ് ഉണ്ടായിരുന്നു. ഇവര് കുറെ ആൾക്കാരൊക്കെ വന്നതാ. അപ്പൊ ഇവരൊക്കെ പാടെ ജിസാനുമായിട്ട് ഉള്ളിൽ കൂടെ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്തിയിട്ട് പയ്യോളിക്ക് നല്ലൊരു ഇതൊക്കെ കൊടുത്തിട്ട് ഇന്ന ഏതായാലും അങ്ങോട്ട് ക്ലിപ്പ് പ്ലേ ചെയ്യണ്ടെന്നിട്ട് അങ്ങ് പറഞ്ഞിട്ട് ഒപ്പിച്ച് വന്നതാണോ എന്നൊക്കെ തോന്നിപ്പോയി. എന്തോ ആവട്ടെ, ആ ക്ലിപ്പ് ഉസ്താദെ സമയത്ത് കുറച്ച് നീളമുള്ള ദൈർഘ്യമുള്ള ക്ലിപ്പാണ്. അപ്പൊ എപ്പോഴെങ്കിലും പോയിന്റ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് മുഫാദിനെ ഡോട്ടിട്ട് നിർത്തണം. ഞാൻ എന്തായാലും അതിനോട് പ്രതികരിക്കുന്നില്ല. ഈ ക്ലിപ്പ് മുഴുവൻ നിങ്ങൾ കേട്ടോളൂ. അള്ളാഹു താല ഖൈർ ചെയ്യട്ടെ. നല്ല രസകരമായ ക്ലിപ്പാണ്, കുറച്ച് മുമ്പുള്ളതാണ്. ഞാൻ മൈക്ക് വിടുന്നു. മുഫാദ് മോൻ മൈക്കിലേക്ക് വന്നോളൂ. അസ്സലാമു അലൈക്കും. ഞാൻ എന്റെ ഈമാൻ പണയം വെക്കില്ല എന്ന് പറഞ്ഞിട്ട് ശക്തമായി പ്രതികരിച്ചു. എന്താ ഞാൻ എന്റെ ഈമാൻ പണയം വെക്കില്ല എന്ന് പറഞ്ഞിട്ട് ശക്തമായി പ്രതികരിച്ചു. എന്താക്കിയെന്ന് എന്നോട് പറഞ്ഞിട്ട് മനസ്സിലായില്ല. എന്താ നിങ്ങൾ പറഞ്ഞത്? കുമരമ്പത്തൂർ അലി ഉസ്താദില്ലേ? അലി ഉസ്താദ്, ഉസ്താദിന്റെ മകളുടെ ഭർത്താവ്, മകളുടെ ഭർത്താവ്. മൂപ്പര് എങ്ങനെയാണ് മൊയ്യറ? മൂപ്പര് അല്ലെങ്കിൽ ഔക്കാഫിന്റെ ഒരു പള്ളിയിലെ ഇമാമ. പള്ളിയിലെ ഇമാമാണ്. അത് ശരി. മൂപ്പര് സംഘടനാ ലെവലിലൊക്കെ പിന്നെ നാട്ടിലൊക്കെ ഉള്ള ആളാണ്. മൂപ്പരിപ്പോ 22 വർഷമായിട്ട് യു എയിൽ തന്നെയല്ലോ. അപ്പൊ യു എയിലുള്ള പ്രവർത്തന മേഖലയായിരിക്കുമല്ലോ. അങ്ങനെ അതല്ല, യു എയിൽ എങ്ങനെ സംഘടനയിലുള്ള ആളാ? സംഘടനയിലുള്ള ആളാന്ന് വെച്ചാൽ ചിലപ്പോ സെക്രട്ടറി പ്രസിഡന്റ് ഒന്നായിരിക്കുമല്ലോ. ഇപ്പൊ AP ഗ്രൂപ്പ് ഒന്ന് വിട്ട് വരുന്ന ഓരോരുത്തരും സെക്രട്ടറി പ്രസിഡന്റ് ആണെന്ന് ഇപ്പൊ വാശി പിടിക്കാൻ പറ്റില്ല. ഞാൻ അങ്ങനെ ആവണമെന്നല്ല പറഞ്ഞത്. പഠിച്ചോ എന്താ ഞാൻ പറയാത്തത് പറയില്ല. ഞാൻ കാരണം ഇതൊരു ബേസിക് ആയിട്ട് ഈ ചോദ്യങ്ങൾ പലപ്പോഴും വരാണ്. അങ്ങനെയല്ല അല്ലെങ്കിൽ പയ്യോളിസ്റ്റേനെ കാര്യമെല്ലാം പറഞ്ഞ സ്വതുവേ എല്ലാവരും അയാൾ സംഘടനയിൽ എന്താ? എനിക്കിപ്പോ സംഘടനയിലായാൽ തന്നെ ഞാൻ പറയാ, സംഘടനയിലായ ആളായിരുന്നില്ലേ കക്കാട്? സംഘടനയിലായ ആളായിരുന്നില്ലേ മറ്റേ ഈ ഹസൻ സഖാഫി? ആണ്. ഞാനൊരു കാര്യം പറയട്ടെ, എന്നിട്ട് തന്നെ ഇവിടെ ഒന്നും പറ്റിയിട്ടില്ല എന്നാ ഇവര് പറയുന്നത്. പിന്നെ അതിന്റെ അപ്പുറം എന്റെ സംഘടനയിലൊന്നും വരാത്ത ഒരാള്, ഏതോ ഒരാള്. ഒരു മിനിറ്റ്, ഇപ്പൊ ആദ്യമുള്ള ബന്ധം എന്താന്ന് വെച്ചാ അലി ഉസ്താദിന്റെ മരുവെന്നുള്ളതല്ലേ? അതിനാണല്ലോ ബന്ധം. ആ ഒരു ബന്ധമല്ലേ ഇവർ പറയുന്നത്. അല്ലാതെ സംഘടനയായിട്ട് മൂപ്പർക്കുള്ള ബന്ധം അലി ഉസ്താദിന്റെ മരുവെന്നുള്ളതാ. അല്ല, ഞാൻ ചോദിക്കട്ടെ, മുജാഹിദ് പ്രസ്ഥാനത്തിൽ KNM എന്ന ഒരു കൂട്ടം ആളുകൾ 90% മറുഭാഗത്ത് സക്കീനന്റെ കൂടെ പോയി എന്ന് വേണേ പറയാം. എന്നിട്ട് എന്താ KNM വിളിച്ചു പോയോ? അതിലും ഒരു പൊട്ടം വർത്താൻ ആളുകൾ പറയുന്നത്. അല്ല, ഇതാരായി വർത്താനം പറയുന്നത്? അല്ല, ആകെ കേരളത്തിൽ 5 ജിഷാന് പൊട്ടം വർത്താനാണ്. ഒരു മിനിറ്റ്, ഇങ്ങനെ തന്നെ പറയുന്നത് പൊട്ടം വർത്താനാണ് പറയുന്നത്. ഇങ്ങനെ തന്നെ പറയുന്നു. ഇവിടെ ഞാൻ പറയുന്നത് ഇതാളെല്ലാം പറയുന്നത് ഇങ്ങനെ തന്നെയല്ലേ? അല്ല, ഞാൻ പറഞ്ഞതല്ല, ആളുകളിപ്പം ചെയ്യുന്നില്ലല്ലോ. സംഘടനക്ക് എന്താ പറ്റിയ സംഘടനക്ക് ഞാൻ പറഞ്ഞില്ലേ ജിഷാനെ, ഇതൊന്നും പിന്നെ അലി ഉസ്താദിന്റെ മരുവെന്നും പറഞ്ഞ് ജനങ്ങളിലേക്ക് എന്തല്ല. അത് അലി ഉസ്താദ് ഓക്കെ, ഞാൻ അത് ബേജാറില്ലേ നിങ്ങൾ അലി ഉസ്താദ് പറഞ്ഞൊന്നുമില്ല. അലി ഉസ്താദ് പറഞ്ഞ പറയില്ലേ? അല്ല, എന്നാൽ എന്തുണ്ട് കുറച്ചെങ്കിലും ഷംസുലമയെ തള്ളി നമുക്ക് പിന്നെ ബാക്കിയുള്ള ആള് വലിയ പേരോട് എന്നോട് ചോദിച്ചല്ലേ? ഒരു മിനിറ്റ്, ഷംസുലമനെ തല്ലാന്നൊരു വാക്ക് ഫേറോട് പറഞ്ഞു എന്നോട് പറഞ്ഞു. തല്ലാന്നല്ല, ആ ലഫ്ളല്ല, ഷംസുലമയെ ഒഴിവാക്കിയ നമുക്ക്. അല്ല, അത് ശരിയാണ്, അതൊന്നും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഷംസുലമയായിട്ട് യോജിക്കാൻ പറ്റാത്തൊരു മേഖല വന്നപ്പോ ഓക്കെ, ഷംസുലമയായിട്ട് ഇഫ്തറാക്ക് ഉണ്ടായി എന്നുള്ള ഷുവർ എന്നല്ലേ? അല്ല, കാന്തൂരായിട്ട് യോജിക്കാൻ പറ്റാത്തൊരു മേഖല വരുമ്പോൾ കാന്തൂരായിട്ട് വിട്ടുവരുന്നൊന്നും തിരക്കിടുന്നില്ലല്ലോ. ഇതിപ്പോ ഇതിലും വലിയ മേഖല എന്താ വരാനുള്ളത്? പക്ഷെ ഞാൻ ചോദിക്കട്ടെ, കുമരംപുത്തൂരിന് ഇതറിയില്ല? കുമരംപുത്തൂരിന് അറിയാം. ഞാനല്ല പറഞ്ഞത്, കുമരംപുത്തൂർ ഉസ്താദായിട്ട് ഞാൻ നല്ല ബന്ധമാണ്. എന്നിട്ട് കുമരംപുത്തൂരിന് വിഷയമില്ല, നിങ്ങൾ പറഞ്ഞെടുത്തില്ല.
ഞാൻ പറയാം, ഞാൻ ഏലംകുളത്തിനോട് പലവട്ടം പറഞ്ഞപ്പോ മൂപ്പര് എന്നോട് പറഞ്ഞു വെച്ചാല് നമുക്കൊരു നല്ല സമയം നോക്കിയിട്ട് അവതരിപ്പിക്കാം, ഇപ്പൊ ആയിട്ടില്ല, ഘട്ടം ഘട്ടമായിട്ട് പറയാം, ഇങ്ങനെ പറയാം, അങ്ങനെ പറയാം. അങ്ങനെ ചുരുക്കി പറഞ്ഞ ഈ ക്ലിപ്പുകളുടെ മാമാങ്കം പുറത്തു വന്ന സമയത്ത് പിന്നെ എന്ത് ചെയ്ത് മൂപ്പര് കുറച്ചൊക്കെ ആരോട് പറഞ്ഞു, കുമരംപുത്തൂർ അലി ഉസ്താദിനോട് പറഞ്ഞു. അലി ഉസ്താദിനോട് പറഞ്ഞപ്പോ അതിന്റെ ശേഷം മൂപ്പൻ എന്നെ വിളിച്ചു, നേരിട്ട് വിളിച്ചു. അലി ഉസ്താദ് വിളിച്ചു. കാര്യങ്ങളും ഒന്നായിട്ടുണ്ട് അടുത്തുണ്ട്. അപ്പൊ ഞാൻ ചുരുക്കിയ രൂപത്തിൽ, എനിക്കിപ്പോ ഫോണിൽ ഉസ്താദിനോട് അങ്ങനെ അല്ലാണ്ട് പറയാൻ പറ്റില്ലല്ലോ. മൂപ്പര് കുമരംപുത്തൂർ ഉസ്താദിന്റെ അലി ഉസ്താദിന്റെ സ്ഥിര ശൈലി, മൂപ്പര് എന്നെ ജിഷാനെ ഒരിക്കലും വിളിക്കില്ല. മൂപ്പര് മോനെ മോനെ എന്നുള്ള പ്രയോഗമുള്ളൂ. എന്നിട്ട് എന്നോട് പറഞ്ഞു, മോൻ പറഞ്ഞത് അവിശ്വസിക്കേണ്ട കാര്യം ഇല്ല. ശരിക്കട്ടോളെ, പിന്നെ ഈ ബറക്കത്തെടുക്കുന്ന വിഷയവും സുന്നത്ത് ജമാഅത്തിന്റെ ഇത്തരം വിഷയങ്ങൾ നിഷേധിക്കുന്ന ഒരാളല്ലല്ലോ മോനെ. അതുകൊണ്ട് ഇതിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഒന്ന് കാണേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ ഉസ്താദിനോട് അന്ന് ചോദിച്ചു, ഈ വിഷയം ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമല്ലേ ഉസ്താദ് എന്ന് ചോദിച്ചു. അപ്പൊ തീർച്ചയായും എന്ന് പറയും. അതിന്റെ ശേഷമാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒക്ടോബർ 4 നടക്കുന്നൊരു മുഷാവറ. ഒക്ടോബർ 4 ഒക്ടോബർ 5 ഓർമ്മയില്ല. ആ മുഷാവറ കഴിഞ്ഞിട്ട്, സാധാരണ മുഷാവറ കഴിഞ്ഞാൽ വിളിക്കലുണ്ട്, പല കാര്യങ്ങളും അതിൽ നടന്ന ചർച്ചകൾ പറഞ്ഞിരിക്കുന്നുണ്ട്, സംസാരിക്കലുണ്ട്, പലതുണ്ട്. ഞാൻ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു ഉസ്താദ് മുഷാവറ കഴിഞ്ഞോ? കഴിഞ്ഞു. എന്താ തീരുമാനങ്ങൾ ജിഷാനോട് പറയുന്നതല്ല. കേട്ടോളെ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി ഉസ്താദിന് ഇങ്ങനെയൊക്കെ പറയുന്ന ഉസ്താദെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, നല്ലതുപോലെ ഉള്ള ഒരു സംഘടനയെ ഈ രൂപത്തിൽ ആക്കി മാറ്റാൻ ജിഷാന്റെ പല നടപടികളോ അങ്ങനെ എന്തോ പറഞ്ഞ് കാരണമാണ്. അതുകൊണ്ട് ഇനി ഇത്തരം കാര്യങ്ങൾ ഇനിയായിട്ട് സംസാരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ് ഫോൺ കിട്ടിയത്. അങ്ങനെ ഫോണ് കട്ട് ചെയ്തതിന് ശേഷം സ്വാഭാവികമായിട്ടും ഞാൻ ഏതെങ്കിലും ഹലോ ഞാൻ കേൾക്കുന്നുണ്ട്. വരാം. മറ്റൊരാളുകളായിട്ടൊക്കെ ബന്ധപ്പെട്ട പന്നോട് പറഞ്ഞ തൽക്കാലം മുഷാവറയിൽ ചിലപ്പോ ഷെയ്ഖൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, അത് കേട്ടൊരു ബേജാറിൽ പറഞ്ഞതായിരിക്കും. സാലിസ്ഥാന് നല്ല അഭിപ്രായം തന്നെ ഇതുവരെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ നമ്മൾ അതിന് പിന്നാലെ സൈക്കിളെടുത്ത് കൂടിയില്ല. അതിനുശേഷം ഇയാള് 3-4 ദിവസം മുന്നേ എനിക്കൊരു കത്തയച്ചു, ഒരു ലെറ്റർ. മൂപ്പര പുതിയാപ്പിള. ഈ വിഷയങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ലെറ്റർ അയച്ചു. ആ ലെറ്റർ ഫേസ്ബുക്കിൽ ആരൊക്കെയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്കിലേക്ക് വരുന്നു. അല്ല, ഞാൻ മൂപ്പരോട് സമ്മതം ചോദിച്ചിട്ട് ഞാൻ മൂപ്പരോട് ചോദിച്ചിട്ടാണ് അങ്ങനെ മൂപ്പരായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം ഞാൻ പറഞ്ഞേ, മൂപ്പർ എന്നോട് പറഞ്ഞു, എനിക്ക് ഒരു കാര്യം അറിയണം ജിഷാനെ, അലി ഉസ്താദ് ഹക്കിന്റെ ഭാഗത്ത് നിൽക്കും എന്നാണ് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയത്. അതുകൊണ്ട് അലി ഉസ്താദ് ഇത് ബോധ്യപ്പെടാതെ ഇതിന്റെ കൂടെ കൂടുന്നതാണോ, അല്ലെങ്കിൽ ബോധ്യപ്പെട്ടിട്ട് കാന്തപുരത്തെ സംരക്ഷിക്കുന്നതാണോ എന്ന് എനിക്ക് അറിയണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇത് ഏറ്റവും നല്ല അറിയാനുള്ള അവകാശം ഇങ്ങനെ തന്നെയാണ്, നിങ്ങൾക്ക് തന്നെ ഇരിക്കാലോ. അപ്പൊ മൂപ്പര് പറഞ്ഞ് ഞാൻ എന്നാല് വിളിച്ച് ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. മൂപ്പരെന്നെ പിറ്റേന്ന് വിളിച്ചു. എന്നോട് പറഞ്ഞു, ഞാൻ അലി ഉസ്താദായിട്ട് സംസാരിച്ച് അലി ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, അലി ഉസ്താദ് നേരിട്ട് പരിശോധിച്ച് അതിന് നേരില്ലാന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അൽഹംദുലില്ലാ, എന്നാ വളരെ ഹൈറായല്ലോ. കാരണം ഇപ്പൊ 1-2 കാര്യങ്ങൾ മനസ്സിലായി. ഒന്നിപ്പോ പരിശോധിക്കാനല്ലോ എടുത്തെത്തി, അതുകൊണ്ടാണ് പരിശോധിച്ചെന്നല്ലോ പറഞ്ഞു. 2 പരിശോധിച്ച് നേരില്ലാന്നും പറഞ്ഞു. ഒന്നിപ്പോ പരിശോധിക്കാനല്ലോ എടുത്തെത്തി, അതുകൊണ്ടാണ് പരിശോധിച്ചെന്നല്ലോ പറഞ്ഞു. 2 പരിശോധിച്ച് നേരില്ലാന്നും പറഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ജിഷാൻ എന്ന വ്യക്തി ബഹുമാനപ്പെട്ട കുമരംപുത്തൂർ അലി ഉസ്താദിനോട് ബഹുമാനപ്പെട്ട ഈ ഷാറെ മുബാറക്കിനെ കുറിച്ച് തെറ്റിദ്ധാരണാജനകമായ ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നു. അതടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ടവർ തന്നെ ഡയറക്റ്റായി ഈ ഷാറെ മുബാറക്ക് ദർശിച്ചപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചു നോക്കി. ആ സമയത്ത് ആ ഷാറെ മുബാറക്കിന് നിയലില്ല എന്ന് ബോധ്യം
ബഹുമാനപ്പെട്ട അലി ഉസ്താദിന് ബോധ്യപ്പെട്ടു. എന്നാരോടാ പറഞ്ഞത്? ജീഷാനോട് പറഞ്ഞു. ജീഷാനോട് പറഞ്ഞു അലി ഉസ്താദ്, എന്ത് മോനെ, എനിക്കത് നിഴലില്ലാന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ജിഷാനെ, നിനക്ക് അലി ഉസ്താദിന് വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ നിർത്തണ്ടായിരുന്നോ ജിഷാനെ? അവിടെ കേൾക്കുന്നുണ്ടോ? വലിയൊരു സുനാമി. മാഷാ അല്ലാഹ്, വയ്യോളി ഉസ്താദ് എത്തിയിട്ടുണ്ട്. വയ്യോളി ഉസ്താദ് തുടങ്ങല്ലേ, ഹൈഡി കാരിക്കൊണ്ടേ ഇരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഉസ്താദ് മൈക്കിലേക്ക് വന്നോളൂ. അസ്സലാമു അലൈക്കും. ഹൈഡി കാരിക്കൊണ്ടേ ഇരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഉസ്താദ് മൈക്കിലേക്ക് വന്നോളൂ. അസ്സലാമു അലൈക്കും. എന്ത് പറ്റിയതാ ഇന്നെന്തേ പറ്റിയത്? അപ്പോ നിങ്ങളെല്ലാം കേട്ടല്ലോ. ബഹുമാനപ്പെട്ട കുമരമ്പത്തൂർ അലിയുസ്താദിനെ ഇവൻ എന്ത് ചെയ്തു? പല വർത്താനങ്ങളും പറഞ്ഞു ഇവനോട്. അങ്ങനെയാണ് ഉസ്താദെ, ഇങ്ങനെയാണ് ഉസ്താദെ, ഞാൻ പോയി ഉസ്താദെ, ഞാൻ കണ്ടു ഉസ്താദെ, ഞാൻ ചെയ്തു ഉസ്താദെ, എല്ലാം ഞാനായിട്ട് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകള് അതാണല്ലോ നമ്മുടെ ആലിമീങ്ങൾ ഒരു കോലം നോക്കണെങ്കില്. അവരെ ജിഷാനെ, നീ ദുനിയാവുന്ന ആഖിറത്തുനിന്ന് നേരെയാവുമോ? പഠിച്ചോ, നീ പഠിച്ചോ. ദുനിയാവുന്ന ആഖിറത്തുനിന്ന് നീ നേരെയാവുമോ? ഈ ബഹുമാനപ്പെട്ട നിഷ്കളങ്കന്മാരായ ഉസ്താദ് എന്ത് പറഞ്ഞാലും സ്വീകരിക്കും. ഒരാളെയും പിന്നെ എന്ത് ചെയ്യൂല, അവിശ്വസിക്കുന്ന സൂക്കേട് ഉസ്താദുമാർക്ക് ഉണ്ടാവൂല. അതുകൊണ്ട് ഉസ്താദുമാരെന്ത് ചെയ്തു? മോനെ, നിന്നെ അവിശ്വസിക്കേണ്ട ഗതികേടില്ല എന്ന് നിന്നോട് പറഞ്ഞു എന്ന് നീ തന്നെ പറഞ്ഞില്ലേ? അങ്ങനത്തെ ഉസ്താദ് അവർകൾ നിന്റെ വർത്താനം മുഴുവൻ കേട്ടിട്ട് മർക്കസിൽ പോകുന്നു. കേൾക്ക്, ശരിക്ക് ജിഷാനെ ചിന്തിച്ചോ ഇല്ലേ? നിന്റെ വർത്താനം കേട്ടിട്ട് ഉസ്താദ് മർക്കസിൽ പോയി ഷഹറെ മുബാറക്ക് നോക്കുമ്പോ ഉസ്താദ് ശരിക്ക് നോക്കും. കാരണം എന്താ? നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടല്ലേ ഉസ്താദിനെ വിട്ടത്. അപ്പൊ ഉസ്താദ് പോയി ശരിക്ക് നോക്കി. അപ്പൊ നേരില്ല. അത് ബോധ്യപ്പെട്ടു ഉസ്താദിന്. അതിന് നേരില്ല എന്ന് ബോധ്യപ്പെട്ടു. അത് നിന്നോട് വന്ന് പറഞ്ഞു, നിനക്ക് അലി ഉസ്താദ് വിശ്വാസയോഗ്യനായിരുന്നല്ലോ അതുവരെ. ഈ ഷഹറെ മുബാറക്ക് അംഗീകരിക്കുന്നത് വരേക്കും നിനക്ക് അലി ഉസ്താദ് നിഷ്കളങ്കനും ബഹുമാനിയും അങ്ങേയറ്റം ബഹുമാനിക്കപ്പെടുന്നവരും മാത്രമല്ല വിശ്വസ്തനായിരുന്നല്ലോ. എന്നിട്ടോ അതിന് നിഴലില്ലാന്ന് എനിക്ക് കണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഉസ്താദ് അവർകള് പറഞ്ഞപ്പോ, എന്റെ കുഞ്ഞോ, നീ അവിടെ നിർത്തണ്ടായിരുന്നോ? അലി ഉസ്താദിനത് കണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്കും അത് ബോധ്യാന്ന് പറയേണ്ട ഒരു ബാധ്യതയല്ലേ നിനക്കുണ്ടായിരുന്നത്? അല്ലേ? നീ ചെയ്തില്ല. അപ്പൊ അലി ഉസ്താദിനെ കള്ളനാക്കി അല്ലേ? അലി ഉസ്താദ് പറഞ്ഞത് കളവാണ്. AP ഉസ്താദിന്റെ പണത്തിന് വേണ്ടി അലി ഉസ്താദ് വാക്ക് മാറ്റി പറഞ്ഞ് കളവ് പ്രചരിപ്പിക്കാന്നല്ലേ ജിഷാനെ നീ പറയുന്നത്? ദുനിയാവുന്ന ആഖിറത്തുനിന്നും മോനെ നീ നന്നാകുവോ? മനസ്സിലാക്കിക്കോ ജിഷാന്, നിന്റെ ക്ലിപ്പായത്, നിന്റെ തൊള്ള കൊണ്ട് നീ പറഞ്ഞതായത് അല്ലേ? ഇൻഷാ അല്ലാഹ് മുഫാദ് മോൻ വന്നോ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഈ ഒരവസ്ഥ മോനെ ദുനിയാവെന്നും ആഖിറത്തുനിന്നും നീ അനുഭവിക്കാതെ പോകുന്നു തോന്നുന്നില്ല. അല്ലാഹ് നിനക്ക് പുറത്തു തരട്ടെ. പടച്ചോൻ നിന്നെ രക്ഷപ്പെടുത്തട്ടെ. ഹക്കിന്റെ മാർഗം നിനക്ക് കാണിച്ചു തരട്ടെ. പക്ഷെ നിഷ്കളങ്കന്മാരായ ആ ഉസ്താദിനെ പോലും വാക്ക് പോലും വിശ്വസിക്കാതെ നീ തോന്നിവാസ പിന്നെ ചെയ്തത്. നിങ്ങൾക്കിത് തിരിയാതെ പോയില്ലേ? ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കി തുടർന്നോളൂ. അല്ലാഹു തആല ഖൈർ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. അവകാശങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് തന്നെ ചോദിക്കാലോ. അപ്പൊ മൂപ്പര് എന്നോട് പറഞ്ഞ്, പിന്നെ ഞാൻ എന്നാല് വിളിച്ച് ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. മൂപ്പരെന്നെ പിറ്റേന്ന് വിളിച്ചു. എന്നോട് പറഞ്ഞു, ഞാൻ അലി ഉസ്താദായിട്ട് സംസാരിച്ച് അലി ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, അലി ഉസ്താദ് നേരിട്ട് പരിശോധിച്ച് അതിന് നേരില്ലാന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ് അൽഹംദുലില്ലാ, എന്നാ പിന്നെ വളരെ ഹൈറായല്ലോ. കാരണം ഇപ്പൊ 1-2 കാര്യങ്ങൾ മനസ്സിലായി. ഒന്നിപ്പോ പരിശോധിക്കാനല്ലോ എടുത്തെത്തി, അതുകൊണ്ടാണ് പരിശോധിച്ചെന്നല്ല പറഞ്ഞു. 2 പരിശോധിച്ച് നേരില്ലാന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു SKSSF അടക്കമുള്ള ഇത് നിഷേധിക്കുന്ന മുഴുവൻ ആളുകളെയും ഇരുത്താനുള്ള ഏറ്റവും നല്ല മാർഗമാണിത്. അതുകൊണ്ട് ലോകത്തുള്ള എല്ലാവർക്കും നേര് പരിശോധന ഇപ്പൊ കാണിച്ചു കൊടുക്കാനൊന്നും പറ്റൂല. ഒരു 3-4 ആളുകളെ
പിന്നെ തെരഞ്ഞെടുത്ത 3-4 ആളുകളെ ഒരു ഡേറ്റും ടൈമും അറിയിച്ചാൽ ഞാൻ പറഞ്ഞേക്കാം. അവർക്ക് ബോധ്യപ്പെടുത്തി അത് നല്ലൊരു പോയിന്റ് കേട്ടാ. പക്ഷെ എസ് ടിക്കാർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്നുള്ളത് എന്തിന്റെ അടിസ്ഥാനത്തിൽ ഉസ്താദെ കഴിഞ്ഞിട്ട് ഞാൻ ലൈലാഹ എത്തിയിട്ടുള്ളൂ. ഇല്ലെങ്കിൽ കൂടി വരട്ടെ. ഇല്ല അതിന്റെ ഇടയ്ക്ക് എത്രാള് തന്നിട്ടില്ല മറക്കൂല. ഇല്ല മറക്കൂല. ഞാൻ അന്നേരം മൂപ്പരോട് പറഞ്ഞു ഞാൻ നല്ലതുപോലെ അറിയിച്ചിട്ട്. കാരണം സാക്ഷാൽ കാന്തപൂരൻ തന്നെ എന്നോട് പറഞ്ഞ് അതിന് ജിഷാനെ എതളുകൾ പൊട്ടിമുളക്കാൻ തുടങ്ങിയിട്ടുണ്ട് പറഞ്ഞു. 2012 സ്റ്റാർട്ടിങ്ങിൽ ഞാൻ വിളിച്ചത്. ജിഷാൻ കട്ടയില്ല നിങ്ങൾ പറഞ്ഞു ഞാൻ ഇപ്പൊ കേൾക്കുന്നില്ല. ജസ്റ്റ് വെയിറ്റ് ഒരു മിനിറ്റ്. ഒരു കസ്റ്റമർ ജിഷാനെ പറ. അപ്പോ കാന്തപുരം പറഞ്ഞു. കാന്തപുരം ഞാൻ അന്നേരം മൂപ്പരോട് പറഞ്ഞു ഒന്നുകിൽ പിന്നെ കാന്തപുരം മൂപ്പരെ പറഞ്ഞു പറ്റിച്ചു. ഇനി നേരില്ല എന്ന് ഞാൻ നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യത്തിൽ പറഞ്ഞു അലി ഉസ്താദെ ആരോടോ പറയാൻ വേണ്ടി പറഞ്ഞു. പറഞ്ഞാല് ഇല്ല പറയട്ടെ. കണ്ടു ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞാല് നിങ്ങൾ അറിയാത്ത പല കാര്യങ്ങളും. പിന്നെ പണ്ട് നെല്ലിക്കുത്ത് ഉസ്താദിന്റെ പേരിൽ ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോ സാക്ഷാൽ മൂപ്പരും അവളെ ഭർത്താവായ പിന്നെ ഇയാൾ പറഞ്ഞാല് ഏലംകുളം പറഞ്ഞെന്താ നെല്ലിക്കുത്ത് ഉസ്താദ് അത് വെറുതെ പറഞ്ഞതാണ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൽ യാതൊരു കഥയില്ല. അപ്പൊ ഇത്തരം ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ആരൊക്കെയാ നുണ പറയുന്നവരായിരുന്നു? ഒന്ന് നെല്ലിക്കുത്ത് ഉസ്താദ്, രണ്ടാമത്തെ കോയമ്പത്തൂര്. ഇനി പറയും. ഞാൻ പറയുന്നില്ല. ഞാൻ ചോദിക്കട്ടെ ഇതിൽ ആരാ ഇപ്പൊ നാ പറഞ്ഞത്? എനിക്കറിയില്ല. എനിക്കൊന്നും അറിയില്ല. അല്ല ഞാൻ പറയുന്നത് നുണ ഇപ്പൊ രണ്ടിലൊന്നും അറിയും. കാരണം കാന്തപുരത്തോട് ചോദിച്ചപ്പോ മൂപ്പര് പറഞ്ഞ് നെല്ലിക്കുത്ത് ഉസ്താദ് നേരെ പരിശോധിച്ചത് ഞാൻ അറിയില്ല. കാന്തപുരത്തിന്റെ റൂമിലുള്ള പ്രൈവറ്റ് റൂമിലുള്ള ഈ ലോക്കറിന്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള സാധനം കാന്തപുരത്തിന്റെ സമ്മതമില്ലാതെ നെല്ലിക്കുത്ത് ഉസ്താദ് നോക്കി എന്ന് വിശ്വസിക്കാൻ മാത്രം വ്യക്തികളല്ല ഇവിടെയുള്ള ആളുകൾ. ഇവിടെയുള്ള ഒരു വിഷയം ഞാൻ എന്താ പറയുന്നത് അറിയോ? എന്നെ നെല്ലിക്കുത്ത് ഉസ്താദ് നമ്മളെ എന്താണ് ഏലംകുളത്തിനോട് പറഞ്ഞു. ആദ്യം പിന്നെ അതിലൊരു കഥയില്ല എന്ന് പറഞ്ഞു എന്നും പിന്നെ ആരാ നേരിൽ നോക്കി ബോധ്യപ്പെട്ടു നെല്ലിക്കുത്ത് ഉസ്താദ് പറഞ്ഞോ? അല്ല നെല്ലിക്കുത്ത് ഉസ്താദ് പറഞ്ഞിന് എന്ന് ചില ആളുകൾ പറയപ്പെടുന്നില്ല. ഇതല്ല കുമരമ്പത്തൂര് ഡയറക്റ്റ് നിങ്ങളോട് പറയാണ്. എനിക്കത് നേരെ ഡയറക്റ്റ് ബോധ്യപ്പെട്ടു. അല്ല നിങ്ങൾ നിങ്ങൾ കഥ തീർത്തും കേൾക്കാതെ നിങ്ങൾ പരിഹരിക്കുന്ന ചോദിക്കുന്നുണ്ടാണ് നിങ്ങൾ ബേജാറ്. ഫുൾ സ്റ്റോപ്പ് പിടിച്ച് നിങ്ങൾ ചോദിച്ചോ. അങ്ങനെ ഞാൻ പറഞ്ഞു അത് നോക്കിയെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ദൂരെ ഇങ്ങനെ ഒരു നോക്കൽ നോക്കിയിട്ടുണ്ടാവും. ഇത് വലിയ ആൽമരോ അല്ലെങ്കിൽ പിലാവോ പിന്നെ മാവോ എന്നല്ലല്ലോ. ദൂരെ നിന്ന് നോക്കിയാൽ നേരിട്ടോ ഇല്ലെന്ന് കാണുക. ഷെയർ എന്ന് പറഞ്ഞാൽ തന്നെ പക്ഷേ അത് വേറൊരു കാര്യമുണ്ട്. ഷെയർ ആയതുകൊണ്ട് അതിന് മേലാണ് നോക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള നോട്ടം നോക്കൂലേ ജിഷാനെ? അല്ല അത് തന്നെ ഞാൻ പറയുന്നത്. അതിലേക്കാണ് ഞാൻ വരുന്നത്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ എന്നോട് മൂപ്പര് പറഞ്ഞു ഒരു കാര്യം നീ എന്നെ വിളിക്കുന്നത്. അങ്ങനെ മിനിഞ്ഞാന്ന് ഞാൻ സാക്ഷാൽ കുമരമ്പത്തൂർ അലി ഉസ്താദിനെ വിളിച്ചു. പിന്നെ ഞാൻ ഉസ്താദിനോട് പറഞ്ഞു നിങ്ങളെ മരുമകനായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അബ്ദുറഹ്മാൻ മുസ്ലിമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോ പിന്നെ മൂപ്പര് പറഞ്ഞത് കുമരമ്പത്തൂർ അലി ഉസ്താദ് നോക്കിയിട്ടുണ്ട്, നേരില്ലാന്നൊക്കെയാ പറഞ്ഞത്. എന്നാൽ ഉസ്താദ് നമ്മള് 3-4 ആളുകളെ പറഞ്ഞേക്കാം, നിങ്ങളൊന്നൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുമെന്ന് ചോദിച്ചു. അപ്പൊ മൂപ്പരും തരണം ഏതിന് നിങ്ങളെ നോക്കിയിട്ട് നേരില്ലാന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ മൂപ്പരും തരണം. മൂപ്പര് പറഞ്ഞു എന്റെ കാഴ്ചയിൽ ഞാൻ അതിന് നേരിൽ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു. എന്റെ കാഴ്ച അല്ല മൂപ്പര കാഴ്ചയിൽ അങ്ങനെ തന്നെയല്ലേ ഓരോരുത്തർക്ക് അവനവന്റെ കാഴ്ചകളുടെ നേരെ കണ്ടോ കണ്ടില്ല വരാൻ പറ്റുള്ളൂ. അതിൽ ഞാൻ പറയുന്ന ഒരു പൊതുവിൽ ഒരു പണിയുണ്ട്. ഇവരൊക്കെ അംഗീകരിക്കുന്ന ആളിനെ മുനവറലി ശിഹാബ് തങ്ങള്. ഒരു മിനിറ്റ് ഒന്നും കൂടി പറയട്ടെ. അത് ഒരു മിനിറ്റ് ഇവിടെ മുനവറലി ശിഹാബങ്ങൾ കാണിച്ചു കൊടുത്തു. അപ്പോ വേറൊരു വിഭാഗം പറയാ ഒരു മുനവറലി ശിഹാബങ്ങളെ ഞങ്ങളെ ഞങ്ങൾക്ക് കാണിച്ചു തരണം. അത് വേണ്ട, ഇത് നിഷേധിക്കുന്ന ഒരു പണി. ഞാനൊരു കാര്യം പറയട്ടെ. ഇത് എനിക്കൊരു ചോദ്യം. ഓരോ പ്രതിനിധികളെ ഞാൻ ചോദിക്കട്ടെ ജിഷാൻ, നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുന്നത് വരും. ഞാൻ ചോദിക്കട്ടെ എന്തിനാണ് ഇങ്ങനെ നിർബന്ധിച്ച് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരണം? ഇപ്പൊ ആരെ പറഞ്ഞു? ആർക്കായിട്ട് നിർബന്ധിച്ചു?
ഒരു മിനിറ്റ് അത് നിങ്ങൾക്ക് സൗകര്യം അംഗീകരിച്ചാൽ മതി. നിങ്ങൾക്ക് സൗകര്യം അംഗീകരിച്ചാൽ മതി. നിങ്ങൾ ഇതൊക്കെ നിർബന്ധിച്ചിങ്ങാണ്ട് അവിടെ കൊണ്ടുവരണമെന്നില്ലല്ലോ. പറഞ്ഞ പോലെ ശാന്തപുരം ആദ്യം തന്നെ പറഞ്ഞല്ലോ. അത് നിങ്ങൾ ആരെയും ഞാൻ നിർബന്ധിച്ചിട്ടില്ല. വേണമെങ്കിൽ വന്നോളി, വേണ്ടവർക്ക് വന്ന് ചെയ്യുക എന്നല്ലാതെ നിങ്ങൾ ആരെങ്കിലും വന്നിട്ട് നിർബന്ധമായിട്ട് വന്ന് ചെയ്തോളും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് കാന്തപുരം പറയുന്നുണ്ടല്ലോ. ഇതിപ്പോ ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഒരു മിനിറ്റ് ജിഷാന്റെ അല്ല ഞാൻ പറഞ്ഞു. ജിഷാൻ ഒരു മിനിറ്റ് ഒന്ന് ഞാൻ പറയട്ടെ ജിഷാനെ, ഒന്ന് കേൾക്ക്. ജിഷാൻ എന്ന വ്യക്തിയല്ല ഞാൻ പറയുന്നത്. കുറച്ച് എസ്കക്കാർ കൂടിയിട്ട് ഏതെങ്കിലും ഒരു റൂമിൽ കൂടിയിട്ട് ഞങ്ങൾക്കെല്ലാം കാന്തപുരം കാണിച്ചു തരണം, അല്ലെങ്കിൽ ഞങ്ങൾ എതിർക്കും എന്ന് പറയുമ്പോഴത്തേക്ക് കാന്തപുരം ഒരു മക്കളെ നിങ്ങൾ എതിർക്കരുത്, വേണ്ട നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവരാരോഗ്യ എസ്കക്കാർ ഇങ്ങനെ മനസ്സിലാക്കി. ഈ എസ്കക്കാർ ഒരു മിനിറ്റ് ആദ്യം അവരുടെ ആ ശൈലി ദാർഷ്ട്യത്തിന്റെ ശൈലി മാറ്റട്ടെ. ആ പാവത്തിലേക്ക് എടുക്കുന്ന അൻസാർ മാഷ ഈ വിഷയം പിന്നെ ഇത് വ്യാജാണ് എന്ന് മുദ്ര ധരിപ്പിച്ച് നിങ്ങളല്ലേ കൂട്ടിയിട്ട് എന്റെ വീട്ടിലൊന്ന് എന്റെ അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഈ എസ്കക്കാർ ഇത് കാണിച്ചു ദാർഷ്ട്യത്തിൽ എങ്ങനെയാ സംസാരിക്കുന്നതെന്ന് ഞാൻ ചോദിക്കുന്നത്. എസ്കക്കാര് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നു ഓലാരാ ജിഷാന് കാണണോ? ഒരു മിനിറ്റ് ജിഷാന് അങ്ങനെ അതിനെക്കുറിച്ച് കാണണമെങ്കിൽ ഞാനതല്ലേ പറഞ്ഞു. ജിഷാന് പോയി ഉസ്താദെ എനിക്ക് ഇങ്ങനൊന്ന് കാണിച്ചു തരാം. ഇല്ല കാണിച്ചിരുന്നു ഞാൻ പേരോട് ചോദിച്ചില്ലേ? നിങ്ങൾ പേരോട് ചോദിച്ചു. അപ്പൊ എന്തായിരുന്നു പേരോട് കാണിച്ചു തരില്ലായിരുന്നു? അതെന്തുകൊണ്ട് അങ്ങനെ പറയാമായിരുന്നു? എന്താ കാരണം? ഒരു കാര്യം 6-ാം തീയതി അവിടെ ഏതായാലും പ്രദർശനം നടക്കണം. എന്തെങ്കിലും പോയി നോക്കി പ്രശ്നം തീർന്നല്ലോ. ജിഷാനെ തിരക്കില്ല? ഇല്ല, അത് അതിന്റെ ഇടയ്ക്കൊന്ന് നെറ്റ് കട്ടായതല്ലേ. പിന്നെ അതെ അപ്പൊ നമുക്ക് ഒരു ബോധ്യപ്പെടണമെങ്കിലേ 6-ാം തീയതി പ്രദർശനം ഉണ്ടെന്നല്ല പറഞ്ഞത്. 6-ാം തീയതി പോയാ പോരെ. ഏതെങ്കിലും 3-ാം കക്ഷി പറഞ്ഞിട്ടുണ്ട് രസമുണ്ട്. ഞാൻ അത്ഭുതപ്പെടുന്ന വെച്ചാല് പിന്നെ നിങ്ങളൊക്കെ നമ്മള് ഈ ഒരു വിഷയത്തിൽ മനസ്സിലാക്കുക. ഞാൻ ഈ വിഷയത്തിലുള്ള ചാൻസ് കൊളത്തൂർ ഉസ്താദിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് മാതൃക കിട്ടുണ്ടെന്ന് ഞാൻ പറയാം. കാരണം മൂപ്പര് അന്നും ഇന്നും ഒരേ നിലപാടാണ്. എന്താ നിങ്ങൾ ആ പാവപ്പെട്ട അൻസാർ ഭാഷ അടക്കം കൂട്ടിക്കൊണ്ടാന്നിട്ട് നിങ്ങൾ UC മജീദിന്റെയും താഹാന്റെയും മുമ്പിൽ അവിടെയാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. ഞാൻ ആ നിൽക്കേണ്ട പോയിന്റിൽ തന്നെ നിൽക്കണം. എന്താ കാരണം അറിയോ? നമ്മളിപ്പോ ഇത് പരിശോധിച്ചിട്ട് ബോധ്യപ്പെടുത്തുക എന്നത് പബ്ലിക്കിനോട് വേണം എന്നാണ് നിങ്ങൾ പറയുന്നത്. അല്ല, പബ്ലിക് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പബ്ലിക് എന്ന് പറയുന്ന ആരോ ഈ പബ്ലിക് എന്ന് പറഞ്ഞ ആപേക്ഷിച്ചാണ്. ആദ്യം ആപേക്ഷിച്ചാണ് പബ്ലിക്. ഞാൻ ചെയ്യട്ടെ പാർലമെന്റിൽ അപേക്ഷിച്ച് വടകര നിയോജക മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MP ആണ് പാർലമെന്റ് പോകുന്നത്. അതുപോലെ ഇപ്പൊ ഒരു കാര്യം ചെയ്യുക, മുസ്ലിം ലീഗിൽ നിന്നൊരാള്, ചേലാരി സമസ്തയിൽ നിന്നൊരാള്, അല്ലെങ്കിൽ KNM എന്നൊരാള്, ജമാഅത്ത് ഇസ്ലാമിൽ നിന്നൊരാള്, അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട 3-4 ആളുകൾക്ക് താല്പര്യം ഇത് കാണണമെന്ന് താല്പര്യപ്പെടുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് കാണിച്ചു കൊടുത്തോടാ? എന്തിനാണ് അതിനുള്ള കാര്യം? അതിനുള്ള കാര്യം പറയണ്ടേ? ഇന്ന കാരണം ഉണ്ടെങ്കിൽ അത് കാരണം വെച്ചാൽ ഈ മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ പിന്നെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. അത് വ്യാജ കേശമാണ്. എങ്ങനെ ധാരണ ഉണ്ടായി? അത് ധാരണ ഇപ്പൊ ഡോക്ടർ ഞാനാണ്. സുഹൃത്തുക്കളെ, ഇവിടെ ഒരു പ്രത്യേക പോയിന്റ് ഉണ്ട്. ഇത് പറയുന്ന ഈ എന്താ പറയാ ഈ ജാഹിലിനെ ഈറ്റിക്കൊണ്ട് നടക്കുന്ന പിന്നെ SK-ക്കാർക്കും അവർക്കൊരു ബാധ്യത ഉണ്ട്. അതെന്താണെന്നറിയോ? ഇതേ ന്യായം അവരുണ്ട് എന്ന് പറയുന്ന മറ്റ് സ്ഥലങ്ങളിലുള്ള ഷാറു മുബാറക്ക് ഉണ്ടല്ലോ, അവിടെ ഒന്ന് ആദ്യം മാതൃക കാണിക്കട്ടെ. എന്താ അതിന് തയ്യാറാവാത്തത്? ഞാൻ പറഞ്ഞു മനസ്സിലായ സുഹൃത്തുക്കളെ? നിങ്ങൾക്ക് വെല്ലൂരിലുണ്ട്, മറ്റോടത്തുണ്ട്, പിന്നെ ഡൽഹിയിലുണ്ട്, ഹസരത്ത് ബാലിലുണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ? അത് ചേളാരിക്കാരും അംഗീകരിക്കുന്നുണ്ടല്ലോ ഇല്ലേ സുഹൃത്തുക്കളെ? ഈ പടുജാഹിൽ പറയുന്ന ഈ ന്യായം, ഏത് ന്യായം? ഒരു 2 മുജാഹിദ് നേതാക്കളെ അല്ലെങ്കിൽ എല്ലാ ഗ്രൂപ്പും ഉണ്ടല്ലോ ഇപ്പോ. അപ്പൊ എല്ലാ ഗ്രൂപ്പിൽ നിന്നുള്ള
ഓരോ മുജാഹിദ് ഗ്രൂപ്പിന്റെയും ഓരോ നേതാക്കളെയും, ജമാഅത്തെ ഇസ്ലാമിന്റെ ഒരു നേതാവിനെയും പിന്നെ ചേളാരിന്റെ നേതാക്കളും കൂട്ടിയിട്ടൊന്ന് പോയിട്ട് ഡൽഹിയിലും കൊണ്ടുപോയി ഒന്ന് കാണിച്ചു കൊടുക്കുക, പിന്നെ ഹസരത്ത് വാലിലും ഒന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക, വെല്ലൂരിലും ഒന്ന് കണ്ട് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് അവരൊന്ന് ബോധ്യപ്പെടുത്തിയിട്ട് കൊണ്ടുവരിക. എന്നിട്ട് കണ്ട് കാര്യങ്ങളെല്ലാം കൂടി എല്ലാവരും കൂടി ജാഥായിട്ട് എവിടേക്ക് അവർക്ക് അവിടെയൊക്കെ ശരിയാണെന്ന് ബോധ്യപ്പെട്ടു എന്നവര് സമ്മതിച്ചതിന് ശേഷം നിങ്ങൾ വരൂ എങ്ങോട്ട്, മർക്കസിലേക്ക്. അവിടെ ഞങ്ങൾ അതിനുള്ള സൗകര്യം ഒരുക്കിത്തരാ. കാന്തൂർ ഉസ്താദിനോട് ഞങ്ങളെല്ലാം കൂടി പറയാം, ഉസ്താദെ ഇവർക്ക് ഏതായാലും ഒരു വലിയ മഹത്തായ സേവനം ചെയ്തിട്ടുണ്ട്. എന്താ, ഇതൊക്കെ അള്ളാന്റെ റസൂലിന്റെ ആധാറുകളെ മൊത്തം നിഷേധിക്കുന്ന എല്ലാ ഗ്രൂപ്പിലെയും മുജാഹിദ് നേതാക്കളെയും ജമാഅത്തെ ഇസ്ലാമിന്റെ നേതാക്കളെയും കൂട്ടി എസ്കെയുടെ നേതാക്കൾ ഇന്ത്യയിലൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ട് കാട്ടിക്കൊടുത്ത് അവർക്ക് അതൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് എസ്കെക്കാരൊക്കെ ചേളാരി സമസ്ത അംഗീകരിക്കുന്ന സ്ഥലങ്ങളാണ്, അതൊക്കെ ശരി തന്നെയാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടി കൊടുത്തിട്ടുണ്ട്, അവരത് സമ്മതിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാ, ഇവിടുത്തും കൂടെ ഒന്നാണ് കാട്ടിക്കൊടുക്കുക. സമ്മതിക്കൂലേ സുഹൃത്തുക്കളെ? സമ്മതിക്കൂലേ? നിങ്ങളുടെ അഭിപ്രായത്തിൽ ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞാണ്. അവിടൊക്കെ അവർക്ക് ബോധ്യപ്പെടുത്തി വരണം വന്നാല് ഞങ്ങളൊക്കെ അഭിപ്രായം എന്താ? പിന്നെ സമ്മതിക്കും. അപ്പൊ ഇത് കേൾക്കുന്ന കിളിപ്പുകാല പടുജാഹിലെ ഇത് ഓരോരുത്തരും ഓരോ പ്രതിനിധികൾ നടന്നല്ലോ, എല്ലാ മുജാഹിദിന്റെ ഓരോ പ്രതിനിധികളെ ഉൾപ്പെടുത്തിയിട്ട് നീയാണല്ലോ ഇപ്പൊ എസ്കന്റെ വലിയ നേതാവ് എസ്കെ റൂമിന്റെയും എസ്കന്റെ നേതാക്കളെയും കൂട്ടിയിട്ട് ഡൽഹിക്ക് പോടോ, ഹസരത്ത് വാലിൽ പോ, വെല്ലൂരിൽ പോ, എന്നിട്ട് അവിടെയൊക്കെ ഒന്ന് പരീക്ഷിച്ചിട്ട് നിങ്ങൾ ആ പരീക്ഷണമൊക്കെ അനുസരിച്ച് ശരിയാണെന്ന് മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിയുടെയും നേതാക്കൾക്കും വിമർശകർക്കും ബോധ്യപ്പെടുത്തിയതിനു ശേഷം വാളോ അങ്ങോട്ട് മർക്കസിലേക്ക്. അതതിനെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ പറഞ്ഞത് മനസ്സിലായ സുഹൃത്തുക്കളെ? കാരണം ഇത് ഈ ഭാഗ അതിന്നൊരു പ്രതിനിധി അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത് എന്താ ഇത് മർക്കസിലുള്ളതിന് മാത്രമേ ഇത് വാദമുള്ളൂ? മർക്കസിലുള്ളതിന് മാത്രമേ വാദമുള്ളൂ? മാത്രമല്ല മരമണ്ടന്മാരെ, അത് മുജാഹിദ് നേതാക്കൾ തുർക്കിയിലെ മ്യൂസിയത്തിലുള്ള ആസാറുകളെ തന്നെ നിഷേധിക്കുന്നവരാണവർ. നിങ്ങൾക്ക് അവിടെ കൊണ്ടുപോയിട്ടൊന്ന് ഉറപ്പുവരുത്തി കൊടുക്കാൻ കഴിയുമോ അവർക്ക്? മുജാഹിദ് നേതാക്കളിൽ നിന്ന്, ഗ്രൂപ്പുകളിൽ നിന്ന് ഓരോ നേതാക്കളെയെങ്കിലും ഉൾപ്പെടുത്തിയിട്ട് ചേളാരിക്കാരെ നിങ്ങൾ തുർക്കിയിലൊന്ന് കൊണ്ടുപോയിട്ട് അവരൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയുമോ? ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ഇനി അവരൊക്കെ കൂടി കൊണ്ടുപോകാനുള്ള വിമാനത്തിലുള്ള ടിക്കറ്റ് നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ യാത്രക്ക് റെഡി ആയിക്കോളൂ, SGBയുടെ വക ഞങ്ങൾ പിരിവെടുത്തിട്ട് തരാം, അതിനുള്ള ടിക്കറ്റുള്ള പൈസ കൊടുത്തൂടെ സുഹൃത്തുക്കളെ? നമുക്ക് SKക്കാര് കേരളത്തിലെ മുജാഹിദിന്റെ നേതാക്കന്മാരെ തുർക്കിയിലെ മ്യൂസിയത്തിലേക്ക് നിങ്ങളുടെ ആധാറുകൾ അത് ശരിയാണ് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി കൊണ്ടുപോകാൻ ചേളാരിക്കാർ തയ്യാറാവുകയാണെങ്കിൽ അവർക്കുള്ള ടിക്കറ്റിനുള്ള പൈസ SGBയുടെ വക നമുക്ക് പിരിവിൽ കൊടുത്തൂടെ? ഞങ്ങളൊക്കെ സഹകരിക്കൂലേ? അതുകൊണ്ട് ചേളാരിക്കാരെ നിങ്ങളോട് ഞങ്ങൾ പറയുന്നു, ഇപ്പൊ കിളിപ്പുകാല പറഞ്ഞ ആ ന്യായമുണ്ടല്ലോ, ആ ന്യായമനുസരിച്ച് കേരളത്തിലെ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയുള്ള പുത്തനാശയക്കാർ എല്ലാ ആസാറുകളെയും നിഷേധിക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് പ്രമുഖരായ ഓരോ നേതാക്കളെ ഉൾപ്പെടുത്തി നിങ്ങൾ ഒറിജിനലാണെന്ന് സമ്മതിക്കുന്ന ഹസരത്ത് വാലിലേക്കും ഡൽഹിയിലേക്കും അതുപോലെ തന്നെ വെല്ലൂരിലേക്കും കൊണ്ടുപോയി അവർക്കത് കാണിച്ചു കൊടുത്ത് ഉറപ്പുവരുത്തി അവരത് സമ്മതിച്ചു എന്ന് നിങ്ങൾ പരസ്യമായി ഏറ്റവും കുറഞ്ഞതൊരു പത്രസമ്മേളനം നടത്തൂ. SKക്കാരെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ഇതൊരു വെല്ലുവിളിയാണ്. വാദപ്രതിവാദം എന്ന് പറഞ്ഞിട്ട് ഡിബേറ്റിനുണ്ടോ എന്ന് പറഞ്ഞ് കുഞ്ഞാടുകളെ ഇറക്കി വിട്ട് ആളുകളുടെ ഇടയിൽ തെറ്റുവീശുണ്ടാക്കുന്നതിനേക്കാൾ ആമ്പർന്നോമാരാണെങ്കിൽ നിങ്ങൾക്ക് നല്ലത് ഈ വെല്ലുവിളി സ്വീകരിക്കലാ. മനസ്സിലായോ? കൊണ്ടുപോകാൻ മുജാഹിദീങ്ങളെ, എന്നിട്ട് അവർക്കാണ് കൊണ്ടുപോയി കാട്ടിക്കൊടുക്കുക, ബോധ്യപ്പെടുത്തി കൊടുക്കുക. കണ്ട, ഇതൊക്കെ ഞങ്ങൾ അംഗീകരിക്കണതാ,
ഇതിന് കണ്ടോ നേരില്ല, ഇത് കണ്ടോ ലൈറ്റ് ഉണ്ട്, ഇത് കണ്ടോ കത്തുന്നില്ല. എന്നാൽ കാന്തപുരത്തിന്റെ അടുത്തുള്ളത് ഇങ്ങനെ പരിശോധിക്കാൻ പറ്റണതല്ല എന്ന് ആ മുജാഹിദ് മൗലവിമാരാണ് ബോധ്യപ്പെടുത്തി കൊടുത്താൽ തീർച്ചയായും അത് കഴിഞ്ഞ് പുറത്തു വന്നാൽ പിറ്റന്നാൾ എന്ത് ചെയ്യും? പത്രസമ്മേളനം നടക്കും. അതിന് നിങ്ങളാണ് പറഞ്ഞാൽ മതി. ധൈര്യം നിങ്ങൾക്ക് അതിനുള്ള യാത്രാ ചെലവുകൾ ഞങ്ങളെ വക തരാം, SGവിന്റെ വക. ഒരു ഉറുപ്പ്യ നിങ്ങൾ ചെലവാക്കണ്ട, കാശിനല്ലേ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട്, ഞങ്ങൾ പിരിവെടുത്തോളാം. ഞാൻ മൈക്ക് വിട്ടു, ബാക്കി കേൾപ്പിച്ചോളൂ. ആ ഒരു പോയിന്റ് ആരും മറന്നു പോകരുത്. ഈ പറഞ്ഞ ഞാനൊക്കെ എവിടേക്ക് കാന്തപുരത്തിന്റെ അടുത്തുള്ളതിന് മാത്രം. അവിടുന്ന് ഒരു പ്രതിനിധി, ഇവിടുന്ന് ഒരു പ്രതിനിധി, മറ്റോടത്തുനിന്ന് ഒരു പ്രതിനിധി. ഇത് ഈ ന്യായമൊന്നും ചേളാരിക്കാർ പറയുന്ന മറ്റുള്ളിടത്തേക്ക് ബാധകമല്ലാത്തത് അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പൊ ആ പോയിന്റ് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൈക്കെടുത്തത്. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. പിന്നെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്, അത് വ്യാജ കേസാണ്. എങ്ങനെ ധാരണ ഉണ്ടായി? അത് ധാരണ ഉണ്ടായെന്ന് പറഞ്ഞാല് തൊട്ടതും പിടിച്ചതൊക്കെ വൈരുദ്ധ്യങ്ങളും കളവുകളും അടിക്കടി പറഞ്ഞപ്പോ ജനങ്ങളുടെ മുമ്പിൽ ഈ വിഷയം ഇവര് കളവിന്റെ കളവ് പറഞ്ഞുകൊണ്ടല്ലോ ഞാൻ ഇതിന്റെ പിന്നാലെ കൊണ്ടുവന്നു. അല്ല ജീഷാന്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു സത്യത്തിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു കാര്യം ചോദിക്കട്ടെ. അത് നേരില്ലാന്ന് കണ്ടാ ഇങ്ങനെ വിശ്വസിക്കുമോ? ഞാൻ വിശ്വസിക്കും. അന്ന് ഇങ്ങനെ മുമ്പ് എന്താ പറഞ്ഞ ജാലിയവാല കൊടുത്തതായിട്ട് കാരണം ജാലിയവാല എന്തായാലും ഫ്രോഡാണ്. മൂപ്പരെ കൊടുത്ത് പറഞ്ഞോട് ഞാൻ പറഞ്ഞ കൃത്യമാണ്. ജാലിയവാലിന്റെ കയ്യിലുള്ള മുടികൾക്കൊക്കെ നേലുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. കാന്തപുരത്തിന്റെ കയ്യിലുള്ള മുടിക്ക് ഒരു മിനിറ്റ്, കാന്തപുരത്തിന്റെ കയ്യിലുള്ള മുടിക്ക് നേരില്ലാന്ന് ബോധ്യപ്പെട്ടതിനൊക്കെ എങ്ങനെ മുമ്പിൽ തന്നെ അപ്പൊ അത് ജാലിയവാല കൊടുത്ത ആണെങ്കിൽ ജാലിയവാല കൊടുത്ത മുടിയാണെങ്കിൽ ഇതിന് ഇല്ലാന്ന് പറഞ്ഞ് കണ്ടാല് കണ്ണുകൊണ്ട് കണ്ടാലും നിങ്ങളെന്നൊരു മുമ്പ് പറഞ്ഞെന്താ ഞാനത് അംഗീകരിക്കില്ല. സാങ്കല്പികല്ല, സാങ്കല്പികല്ല. അലി ഉസ്താദിന് അത് ബോധ്യപ്പെട്ടു എന്ന് അലി ഉസ്താദ് പറയുന്നു. പിന്നെ അത് സാങ്കല്പികല്ലല്ലോ. അപ്പൊ അലി ഉസ്താദ് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ അലി ഉസ്താദ് 15 മീറ്റർ 20 മീറ്റർ ദൂരെ ഒരു സാധന. ഞാൻ ചോദിച്ചോട്ടെ ഒരു മിനിറ്റ്, അലി ഉസ്താദിന് അത് ദൂരെ എന്നുള്ളതല്ല. അലി ഉസ്താദിന് അറിയാൻ ഒരു മുടിന്റെ വേല വെക്കാൻ എവിടെ വെക്കും? അതൊന്നും കൂടെ തിരിയാത്ത മനസ്സിലാവും അലി ഉസ്താദ്. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇവര് നോണന്റെ നോണയല്ലേ പറയുന്നത്? അത് അലി ഉസ്താദോ? അല്ല അലി ഉസ്താദല്ലേ പറയുന്നത്? ഇവരെ നേതാക്കന്മാർ പറഞ്ഞതൊക്കെ നോണയല്ലേ? അല്ല ഇത് ഒരു മിനിറ്റ്, ഈ നോണ നിങ്ങൾ പറയുന്നത് ശരി. ഒരു മിനിറ്റ് ഞാൻ നിങ്ങളെ ക്രോസ് ചെയ്യാം. 4 മണിക്കൂർ ഒരു മിനിറ്റ് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങൾ പറയുന്നൊക്കെ നോണയാന്ന് അല്ലേ? ഏറെക്കുറെ ഒരു പറയുന്നത് നോണയാന്നാ നിങ്ങൾ പറയുന്നത്. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ പറയുന്നത് സത്യമാണ്, നിങ്ങൾക്കറിയാലോ? അല്ല എനിക്കറിയാം. പക്ഷെ വേറെ കാര്യം, ഇതിപ്പോ ഞാൻ ഒരാളിങ്ങനോട് പറയാം കിഷാൻ നീ പറയുന്നത് മുഴുവൻ നോണയാന്ന് നമ്മളെന്ത് ചെയ്യും? അത് നല്ല ചോദ്യമാണ്. അപ്പൊ ആരാണ് നുണ ആരാണ്? ജിഷാനാണോ പൊന്മലയാണോ പേരോടാണോ നുണ പറയുന്നത് വെച്ചാൽ അതാ നമ്മൾ പറയുന്നത്. ഒരു പൊതു ചർച്ചയ്ക്ക് നിൽക്കി നല്ലൊരു പോയിന്റ് അല്ല, അതിന് നല്ലൊരു പോയിന്റാണ് ഇപ്പോ പിന്നെ ജിഷാൻ പറഞ്ഞത് നല്ലെന്നാണ്. പക്ഷേ ഈ പയ്യോളി എന്ന് പറഞ്ഞൊരു വ്യക്തി, ഒരു ഉദാഹരണം മനസ്സിലാക്കണേ. പയ്യോളി അത് വിട്, എന്തെല്ലാം ഞാൻ പറഞ്ഞു, ഉദാഹരണം മാത്രമാണ്. ശൈലിയാണ് കഥയില്ലാതെ കുറെ ഇന്റെ മുറിച്ചിക്കോ അതല്ലാന്ന് ഞാൻ അതൊക്കെ പറഞ്ഞത് മർക്കസിൽ വന്നപ്പോൾ സുബ്ഹാനല്ലാഹ് അയാൾ കൊണ്ടുവന്ന ഒന്നും തന്നെ തീരുമാനമായിട്ടില്ല എന്ന് പൊന്മള പറഞ്ഞിട്ടില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറയുന്നത് വളരെ വ്യക്തമായിട്ട് കേൾക്കുന്നത്. പയ്യോളി എന്ന ഒരു വ്യക്തി, ജിഷാൻ എന്ന് പറഞ്ഞ വേറൊരു വ്യക്തി, നമ്മൾ രണ്ടാൾക്കാരും സത്യത്തിലൊന്നുമല്ല. അല്ല നിക്ക് പറഞ്ഞുതരാം, ഞാൻ പറഞ്ഞു കേൾക്ക്, കഴിയട്ടെ എന്നിട്ട് പറയുന്നേക്ക്. നമ്മള് പറയുമ്പോഴത്തേക്ക് അവിടുന്ന് കാന്തപുരം വന്നിട്ട് അത് കാണിച്ചു തരണമെന്നോ അല്ലെങ്കിൽ കാന്തപുരത്ത് അപേക്ഷിച്ച് എസ്കേസ്ന്നൊക്കെ ഒന്നുമല്ല. ഓല് കുറച്ച് ആൾക്കാർ കൊടിയും കൊടിയായിട്ട് പോകുമ്പോഴത്തേക്ക് കാന്തപുരം ഇറങ്ങി അപ്പൊ കാണിച്ചു കൊടുത്തില്ലെങ്കിൽ അത് പ്രശ്നമാണ്. അങ്ങനെ ആയൊന്നുമില്ല. അതേ സ്ഥാനത്ത് ഒരു കാര്യം ചെയ്യാം,
നല്ല രൂപത്തിലായിരുന്നുവെങ്കിൽ സമസ്തന്റെ പ്രസിഡന്റിന് അവിടെ പോയി ചോദിച്ചാൽ മതിയായിരുന്നല്ലോ. എനിക്കൊന്നത് വർക്കത്തെടുക്കാനാണ്. സമസ്തന്റെ പ്രസിഡന്റ് പോയിട്ടില്ലല്ലോ. ഒരു മർക്കസിലേക്ക് സമസ്തന്റെ പ്രസിഡന്റിന് ഒന്ന് പോയിക്കൂടെ തന്നെയാണ്. അല്ലെങ്കിൽ സമസ്തന്റെ ജനറൽ സെക്രട്ടറി പോയിക്കൂടെ ഓല ആരും പോയില്ല. പിന്നെ ഈ കുട്ടികൾ അവിടെ നിന്നും ഇവിടുന്ന് ഇങ്ങനെ പറയുന്നതിനനുസരിച്ച് ഇവരെ ആഴ്ചയിരിക്കാൻ നടത്തിയല്ലേ. അതിനൊന്നും കാര്യമില്ല, കഥയില്ലാന്ന് ഞാനും പറയുന്നത്. ഞാൻ പറട്ടെ, നിങ്ങൾ പറഞ്ഞാൽ കിട്ടില്ല. ഞാൻ പറട്ടെ, നിങ്ങൾ SKSSFകാരെ സംബന്ധിച്ച് കാന്തപുരത്തിനൊന്നുമില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ പറയുമ്പോ ഞാനിപ്പോ അനങ്ങാണ്ടെന്ന് കേട്ടില്ല. ഞാൻ പറയട്ടെ, SKSSFനെ സംബന്ധിച്ച് കാന്തപുരത്തിനൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് വളരെ ശരിയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും കാന്തപുരത്തിനൊന്നുമില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ട. അള്ളാഹു പോലും ഒന്നുമില്ലാതെ ഈ ആരോപണം എനിക്ക് താല്പര്യമില്ല. ഞാൻ പറഞ്ഞു ഞാൻ തെളിയിച്ചു തരും. ഞാൻ പറയുന്ന കാര്യം ഞാനൊരു കാര്യം ഞാൻ ഒരു മിനിറ്റ് കുഴപ്പമില്ല സ്ഥാതെ. നിങ്ങൾ AP ഗ്രൂപ്പിൽ നിൽക്കുന്നു എന്ന് കരുതിയിട്ട് ഞാൻ AP ഗ്രൂപ്പിൽ നിൽക്കുന്നതല്ല. കാന്തപുരം അള്ള ഒന്നുമല്ല, നമുക്ക് കുറിച്ചുള്ള കാന്തപുരത്തിന് ഒന്നുമല്ല. ഇങ്ങനെയുള്ളൊരു വർത്താനങ്ങൾ പറയുന്നത് ഞാനൊരു കാര്യം ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ആൾക്കാരിൽ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ വന്നേക്കും. മനുഷ്യന്മാരാണ്, മനുഷ്യന്മാർക്ക്. പക്ഷെ നിങ്ങൾക്ക് പറഞ്ഞ വാക്കുകൾ ശരിക്കും വാചകം പറഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചോ? ഞാൻ ചോദിക്കട്ടെ, കാന്തപുരത്തിലെ ഞാൻ അക്കേട്ട് പറയാല, കാന്തപുരത്തിലെ സ്റ്റേജ് ഇരുത്തിയിട്ടാണ് താഹിർ സഖാഫി ഒന്ന് തലയിലുള്ള ഷാബ് മുബാറക്കാണ്, ഒന്ന് താടിമലുള്ള ഷാബ് മുബാറക്കാണ്, ഒന്ന് കയ്യിന്റെ രോമമാണ് എന്ന് പറഞ്ഞ് പച്ചാണോണ പ്രസംഗിച്ച് കാന്തപുരത്ത് ഇരുത്തിയ സ്റ്റേജ് വന്ന് കഴിഞ്ഞോ? ഇത് കഴിഞ്ഞിട്ടില്ല. രണ്ട് അല്ല, ഒന്ന് ഞാൻ മറുപടി പറയണ്ടേ? എന്നിട്ടല്ലേ അഞ്ച് അല്ലല്ലോ നിങ്ങൾ പറഞ്ഞു. നിങ്ങളിപ്പോ മൂന്ന് കാര്യം പറഞ്ഞു. നിങ്ങളിപ്പോ മൂന്ന് കാര്യം പറഞ്ഞു. മൂന്ന് കാര്യത്തിൽ ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ മറുപടി പറയുന്നില്ല. നിങ്ങൾ വേറെ എന്താ പറയുന്നത്? അല്ല, നിങ്ങൾ പറഞ്ഞത് എന്നെ പറഞ്ഞു. കാന്തപുരത്തിനെ സംബന്ധിച്ച് SKSSFകാർ ഒരു വിഷയമല്ല നിങ്ങൾ പറഞ്ഞു. അല്ലാന്ന് പറഞ്ഞു. അതിനുള്ള മറുപടിയാണ് പോലും ഒരു വിഷയമല്ല. കപ്പലണ്ടി വിൽക്കുന്ന ഒരാളാണ്. അത് ശരി. അപ്പൊ സമസ്തന്റെ പ്രസിഡന്റിന് പോയി ചോദിക്കാൻ പറ്റില്ല, കാരണം ഇജ്ജത്ത് പോകും. അതേ സ്ഥാനത്ത് SKക്കാർ ചോദിക്കുമ്പോഴത്തേക്ക് കാന്തപുരം വന്നിട്ട് കാലിന്റെ വെച്ച് കൊടുക്കണം അല്ലേ? ഒരു സംഘടന എന്ന് പറയുന്ന സമയത്ത് അത് ശരി. ചോദിക്കുന്ന സമസ്തന്റെ പ്രസിഡന്റിന് പോയി ചോദിക്കാൻ വയ്യ, കാരണം സമസ്ത പ്രസിഡന്റ്. എന്നാലോ ഈ കപ്പലന്റെ SKക്കാരും പോയി ചോദിക്കുമ്പോഴത്തേക്ക് കാന്തപുരം കാലിന്റെ കൊണ്ടാ ചേർക്കണം അല്ലേ? കാന്തപുരം നുണ പറയാത്ത ഒരാളെന്ന വിശ്വാസം നിങ്ങൾക്ക് എപ്പം മുതലാണ്? അത് ഞാൻ പറഞ്ഞ വ്യക്തിപരമായ ഒരു ചർച്ചയ്ക്ക് എനിക്ക് താല്പര്യമില്ല. അത് കാന്തപുരം വ്യക്തിയെ നടത്തിയത് കാന്തപുരത്തിന് SKSSF ഒരു വിഷയമല്ല. കാന്തപുരത്തിന് അപേക്ഷിച്ച് അല്ലെങ്കിൽ കാന്തപുരത്തിന് അപേക്ഷിച്ച് ആരാ SKSSF? അല്ല, നിങ്ങളിപ്പോ പറയാം കാന്തപുരത്തിന്റെ മധുര പറയുമ്പോ കാന്തപുരം നടത്തുന്ന തട്ടിപ്പുകൾ ഞാനും പറഞ്ഞുതരും. നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും ജിഷാന് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ എന്നാൽ അപ്പുറം നോക്കിയാല് ഞാൻ എനിക്ക് എത്ര എണ്ണി പറഞ്ഞതിനെ പറ്റി ഞാനിപ്പോ ചെറുശ്ശേരി ജേലത്തി മുസ്ലിം ചെറുശ്ശേരിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. ചെറുശ്ശേരിനെ പറ്റി, CH പറ്റി, ഇവരൊക്കെ പറ്റി വ്യക്തമായിട്ട് എണ്ണി അച്ചോട്ടെടുക്കാണ്ട് പറയുകയും കഴിയത്തില്ല. അകത്തോട് നമ്മൾ ആ ചർച്ചയും ചെയ്യണ്ട. വ്യക്തിപരമായ ചർച്ചകൾ ജിഷാന് ഒരു മിനിറ്റ്. നിങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ ഞാനിപ്പോ മനസ്സിലാക്കുന്നിടത്തോളം സത്യത്തിൽ ജിഷാന് കാന്തപുരം എന്ന വ്യക്തിയോടുള്ള വൈരാഗ്യമാണ് കാണുന്നത്. ഞാൻ ചോദിക്കട്ടെ, എന്റെ വ്യക്തിയോടുള്ള വൈരാഗ്യം എന്ന് പറഞ്ഞാൽ മൂപ്പരം എന്റെ സെന്റ് എന്റെ അതെനിക്കറിയില്ല, അത് കാരണം എനിക്കറിയില്ല. പക്ഷെ ഈ കമ്മ്യൂണിറ്റി ഇപ്പൊ ആദർശകരായിട്ട് നിങ്ങൾ വിമർശിക്കുന്നുണ്ട് അദ്ദേഹത്തെ. ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ തന്നെ ഒരു അള്ളാഹിനോ എന്താ അള്ളാഹിനോ വേണ്ടി സ്നേഹിക്കാം. എന്താ പറയാ? ഒരു മിനിറ്റ്. ആരാണ് സനതുണ്ടാക്കിയാൽ? ഒരു മിനിറ്റ്. ആ സനതുണ്ടാക്കിയാൽ ആരാ? സനത് ജാലിയാവാനെ കൊടുത്തിട്ടില്ല എന്ന് അദ്ദേഹം സനത് ഉണ്ടാക്കിയത് ആരാന്ന് ഞാൻ ചോദിച്ചത്. സനത് ഉണ്ടാക്കിയത് ആരാണെന്ന് എന്നോട് കാന്തപുരത്തിന്റെ കൂടെ ജോലി ചെയ്ത സാലി സഖാഫി പറഞ്ഞത് മജീദ് മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ സാലി സഖാഫി ഇപ്പോ ഈ ഒരു ഗ്രൂപ്പിലല്ലോ? അയാൾ ഇപ്പോഴും കാന്തപുരം ഗ്രൂപ്പിൽ തന്നെയല്ലേ? അല്ല, ഇങ്ങനൊക്കെ ഉണ്ടായിട്ട് അയാൾ പിന്നെ കാന്തപുരം ഗ്രൂപ്പിലാണുള്ളത്. അയാളെ ഇന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ട് ഇന്നലേക്ക് കാന്തപുരത്തിന് വിമർശനവും. ഒരു മിനിറ്റ്. നിങ്ങൾ അയാൾ പറഞ്ഞ വാക്ക് കേട്ട് നിങ്ങൾ കാന്തപുരത്തിന്റെ വിമർശകനായി. ആ പറഞ്ഞ വ്യക്തി ഇപ്പോഴും കാന്തപുരത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു.
ഒരിക്കലല്ല ഞാൻ പറയുന്നത്. അയാൾ ഇപ്പോഴും പറയുന്നത് തമ്മിൽ ഭേദം തൊമ്മൻ. എനിക്ക് SKSSF താല്പര്യമില്ല. അതുകൊണ്ട് SKSF താല്പര്യമില്ല. ഇത്ര സംസ്ഥാനമില്ലേ? ഇത്ര സംസ്ഥാനമില്ലേ? എന്നാ പിന്നെ നിങ്ങൾ എന്തൊരു സംസ്ഥാനം പോയി? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് ഒരു ഗ്രൂപ്പിലുമില്ല. ഞാനിത് ഒരു ഗ്രൂപ്പിലുമില്ല. മൈക്കെടുക്കുന്നില്ലേ? ഞാൻ SGBയിൽ മൈക്കെടുക്കുന്നതുകൊണ്ട് അല്ല, എന്തിനാ പയ്യുളിസ്ഥാൻ UC മജീദിനോട് ശക്തമായ ഭാഷയിൽ എന്റെ വീട്ടിന്റെ കോലായി ഓർമ്മയില്ല. ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞ വാക്കുകളൊക്കെ നിങ്ങൾ ശരിക്കും ഓർക്കുന്നുണ്ടല്ലോ. ആ ഒരു കണ്ടീഷനിൽ നിൽക്കണം. അതേ സ്ഥാനത്ത് ഒരു വ്യക്തിപരമായ വൈരാഗ്യത്തിലേക്കാണ് നീങ്ങുന്ന കാര്യങ്ങൾ. നിങ്ങൾ എന്ത് പറയുന്നത്? ഒരാള് നടത്തിയ തട്ടിപ്പുകൾ, ജിഷാനെ ഞാനിവിടെ നിങ്ങളോട് പറഞ്ഞ കാന്തപുരം നടത്തിയ തട്ടിപ്പുകൾ ഞാൻ ജനങ്ങളോട് പറയും. നിങ്ങൾ ജനങ്ങളോട് ഇന്നല്ല, നിങ്ങളെക്കാളും വലിയ മഹാന്മാരോട് പറഞ്ഞ കാന്തപുരത്തിന് ചുക്കം സംഭവിച്ചിട്ടില്ലാന്ന് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ആ ഒരു നിങ്ങൾ ഈ ബ്ലാക്ക് മെയിലിംഗ് സ്റ്റൈലൊക്കെ ജിഷാന് ഞാൻ പറഞ്ഞ അതുകൊണ്ട് ഈ ബ്ലാക്ക് മെയിലിംഗ് സ്റ്റൈലൊക്കെ ജിഷാന് ഞാൻ പറഞ്ഞല്ലോ, ഇത് നിങ്ങൾ ചെയ്യുന്ന സാക്ഷാൽ ബ്ലാക്ക് മെയിലിംഗ് ആണ്. അതൊക്കെ ഒഴിവാക്കി നല്ല പാതയിൽ തിരിച്ചു പോവാ. എന്താ പറയുന്നത്? കാന്തപുരം തട്ടിപ്പ് നടത്തിയത് ഞാൻ ബോധ്യപ്പെട്ടു. നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ? നിങ്ങളത് ജനങ്ങളോട് പറയുന്നല്ലോ നിങ്ങൾ പറയുന്നത്. വേദയിലേക്ക് ഇതിനേക്കാളും വലിയ ഒരു സമത് പൂക്കോട്ടൂര് ആയിരക്കണക്കിന് ജനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് കാന്തപുരം വ്യതിചരിച്ചു എന്ന് പറഞ്ഞു. ഒരു മിനിറ്റ് ഇന്നത്തേമായിട്ട് പറയാൻ വേണ്ടി നിങ്ങൾ ഈ മുൻ പറഞ്ഞ വാദങ്ങളൊക്കെ നിങ്ങൾ വിഴുങ്ങി. അതാണ് സത്യം. ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ അതേപോലെ തന്നെ അസുൽ സക്കാഫി അയാൾക്ക് വളരെ മോശമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, സമസ്തന്റെ 40 അംഗ മുഷാവറ ബേക്കിലുള്ള സമയത്ത് ഏതെങ്കിലും ഒരാൾ അതിൽ നിന്ന് പറഞ്ഞോ, എടോ 4 ആള് സാക്ഷി എവിടെയെന്ന് ചോദിച്ചോ? അത് ചോദിക്കണ്ടായിരുന്നില്ലേ? അന്നേരം സമസ്തക്കാരൻ ഒരു മിനിറ്റ്, ആ സമയത്ത് സമസ്തക്കാരന്റെ ഇജ്ജത്ത് ദീനിന്റെ നിയമമൊക്കെ എവിടെ പോയിരുന്നു? ഞാൻ വ്യക്തിപരമായ കാര്യം ഞങ്ങൾക്കപ്പോൾ വ്യക്തിപരമല്ലേ? കാരണം ഒരാളെ പറ്റി പച്ചയിൽ വ്യഭിചാര ആരോപണം നടത്തിയപ്പോ ഒരു ആളെപ്പറ്റി ഒരു സാധാരണക്കാരൻ കാന്തപുരം ആരോ ആവട്ടെ ഒരു സാധാരണക്കാരനെ കുറിച്ച് ചെയ്യണമെങ്കിൽ ദീനിന്റെ നിയമം എന്താ? അതുപോലും ഈ 40 താടിയും തലക്കെട്ടും കെട്ടി ആൾക്കാർ ബേക്കറി നിർത്തിയിട്ട് മുന്നിൽ ഇങ്ങനെ ഇതേക്ക് ഈ ഏമ്പോക്കിയോട് സംസാരിച്ചിട്ട് പോകുമ്പോ ഒരുത്തന് പറഞ്ഞിടായിരുന്നോ? ഒരുത്തന്റെ നാവ്, ഒരു ആലിമിന്റെ നാവ് ആ വിഷയത്തിൽ ഇറങ്ങിക്കൂടായിരുന്നോ? ഇളകിയിട്ടില്ല. അതുകൊണ്ട് എല്ലാ ഭാഗത്തും പ്രശ്നങ്ങളുണ്ട്. മൈക്കെടുക്കുന്ന ആവേശപ്പെടുമ്പോഴായാലും നിങ്ങൾ ഈ ആവേശങ്ങൾ ഈ ക്ലാസ് റൂമിൽ എടുത്തിട്ട് മൈക്കെടുത്തിട്ട് ജിഷാന്റെ ഇറച്ചി തിന്നുന്ന കാന്തപുരത്തിന്റെ ഭക്തന്മാരോട് നിങ്ങൾ പറയണം. ഞാൻ ജിഷാനെതിരെ എന്തെങ്കിലും ഒരു നാവ് ഇതുവരെ പറഞ്ഞിട്ടുണ്ട്? അത് ഞാൻ ചെയ്യട്ടെ. നിങ്ങളിപ്പോ ഹസൻ പൂക്കോട്ടൂര് നടത്തി ചെയ്ത് മഹാചണ്ടിത്തരങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? 4 ആളെ സാക്ഷിയില്ലാതെ പറയാൻ പാടില്ലാത്ത കാര്യം അസം പൂക്കോട്ടൂർ പറഞ്ഞതല്ല എന്റെ പ്രശ്നം. അസം പൂക്കോട്ടൂർ പറഞ്ഞതല്ല എന്റെ പ്രശ്നം. ഒരു മിനിറ്റ്, അതിന് സമസ്തന്റെ വേദി ഉപയോഗപ്പെടുത്തിയെന്നും 40 അംഗ മുഷാവറ അതിന് മൗനാനുവാദം നൽകിയെന്നില്ല. ഒരു മിനിറ്റ് ഞാൻ പറയാം. നിങ്ങളെ മുമ്പെന്നല്ലേ ഈ KPSC തങ്ങളാ വയനാട് എന്ന് പറഞ്ഞ തങ്ങൾ. ഞാൻ അന്ന് നിങ്ങളെ STVയിൽ ഈ ഫാത്തിമ മോള് എന്നുള്ള ഐഡിയിൽ വന്നതിന് ഇയാൾ എന്നെ പരിഹസിച്ചിട്ട് ഓന്റെ കല്യാണം കഴിഞ്ഞിട്ടാകെ 1.5 മാസമായിട്ടുള്ളൂ ഇപ്പൊ തന്നെ മോളുണ്ടായോ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് അത് തിരുത്താൻ തോന്നിയോ? ഈ ഒരു ആവശ്യമില്ല. ഇത് നിങ്ങൾ എന്താണ് പ്രശ്നം? തങ്ങൾ പറഞ്ഞു ഇപ്പൊ തന്നെ മോളുണ്ടായോ? അത് സ്വഭാവ ചോദ്യാണ്. അല്ല, ഉണ്ടായിട്ടില്ല, കഴിയല്ലോ. അത് എന്നാ ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, കാന്തപുരത്തിനെ പറ്റി പറയുന്നുണ്ട്, അത് ശരിയാണോ? ഞാൻ ചോദിക്കട്ടെ. ആര് ഞാൻ ചോദിക്കുന്നാല് കാന്തപുരത്തെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ പല കാര്യങ്ങളും. അത് ആ 40 അംഗ മുഷാവറ 10,000-കണക്കിന് ജനങ്ങളെ മുൻനിർത്തിക്കൊണ്ടിരുന്നു. 10,000-കണക്കിന് ആളുകളെ മുൻനിർത്തിക്കൊണ്ട് കാന്തപുരം എന്ന ഒരു വ്യക്തിക്കെതിരെ നടത്തിയ വ്യഭിചാര ആരോപണം. ഒരു മിനിറ്റ് ജിഷാൻ മനസ്സിലാക്കി, നിഷ്പക്ഷമായിട്ട് മാത്രം കാര്യങ്ങൾ കാണും. 10,000-കണക്കിന് ആളുകളെ മുൻനിർത്തിക്കൊണ്ട് കാന്തപുരം എന്ന വ്യക്തിക്കെതിരെ നടത്തിയ വ്യഭിചാര ആരോപണം. ഒരു മിനിറ്റ്, വ്യഭിചാര ആരോപണം. അതിന് 40 അംഗ മുഷാവറ മൗനാനുവാദം നൽകി കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, നിയമം ഇവിടെ, ദീനിന്റെ നിയമം ഇവിടെ? അൻസാർ നിങ്ങൾ കാന്തപുരത്തിന്റെ വ്യക്തിപരമായ പല കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? ഞാൻ 10,000 പ്രാവശ്യം പല രൂപത്തിലും ഞാൻ പറഞ്ഞല്ലോ, പല കോലത്തിലും കാന്തപുരം
ഒറ്റ മിനിറ്റ് പയ്യോളസാഖൊക്കെ ഉണ്ടാവുമായിരിക്കും. ഇവൻ ഇടക്കിടക്ക് ഒരു അൻസാർ മാഷും അവിടെയുള്ള വേറെ 1, 2, 3 ആൾക്കാരെ പേരും പറയലുണ്ട്. അല്ല, അതും വേണമെന്ന് പറയാ. ഈ അൻസാർ മാഷ് അടക്കമുള്ള അവിടെയുള്ള 3-4 ആൾക്കാരുടെ കഥ എന്താന്നുള്ളത് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അറിയോ? അറിയോ? അവിടെ ഒരു സ്ഥാപനമുണ്ട്. ഒരു സ്ഥാപനം എന്തായിരുന്നു ഒരു IPC എന്തായിരുന്നു സുഹൃത്തുക്കളെ? IPC അല്ലേ? അതെ. അവിടെ സുന്നികളുടെ IPC എന്ന് പറയുന്ന ഒരു സ്ഥാപനം. അല്ല, അത് പറയല് അത്യാവശ്യമാണ്. കാരണം ഇതിങ്ങനെ പറയുമ്പോഴേ ഇപ്പൊ ഇടക്കിടക്ക് ഇങ്ങനെ പൂട്ടിന് തേങ്ങട്ട മാതിരി IPC അല്ലേ? പൂട്ടിന് തേങ്ങട്ട മാതിരി ഈ അൻസാർ മാഷ് ഇതാ വിട്ടിലേ വന്നില്ലേ എന്നൊക്കെ പറയുമ്പോ അതിന്റെ യഥാർത്ഥം എന്താണെന്ന് അറിയണമല്ലോ. പയ്യോളിയിലാണത്. പയ്യോളിസ്ഥാന അടുത്ത് തന്നെയല്ലേ? അതിന്റെ അടുത്ത് തന്നെയാണത് അല്ലേ? പയ്യോളിസ്ഥാന അടുത്ത് തന്നെയല്ലേ സാറേ? അതെ. അവിടെ IPC എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് സുന്നികളുടെ, AP സുന്നികളുടെ, അങ്ങനെ തന്നെ പറയാം. അപ്പൊ അതില് കൈകാര്യം ചെയ്യും ജോലി ചെയ്യുകയൊക്കെ ചെയ്തിരുന്ന ചില ആളുകൾ അവരെടുത്ത് ചില മോശമായ ചില നീക്കങ്ങളും പരിപാടികളൊക്കെ ഉണ്ടായപ്പോ അവരെ ചിലരെ മാറ്റി നിർത്തേണ്ടി വന്നു. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതൽ വിശദീകരിക്കണ്ട. നമ്മളുണ്ടല്ലോ ഒരാളുടെ കുറെ എന്താ പറയാ വ്യക്തിപരമായി നമ്മൾ മോശമാക്കണ്ട. അതിനെ മാറ്റി നിർത്തേണ്ടി വന്നു. എന്നിട്ട് ആ സ്ഥാപനം എന്ത് ചെയ്തു? ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാക്കുകയും ചെയ്തു. അപ്പൊ പിന്നെന്ത് ചെയ്ത് ഈ അൻസാർ മാഷ് അടക്കമുള്ള ആളുകൾക്ക് പിന്നെ അവിടെ ബലസാനോ അല്ലെങ്കിൽ അവിടെ മുമ്പ് നടത്തിയിരുന്ന പോലുള്ള പ്രശ്നങ്ങൾ നടത്താനോ ഒന്നും പറ്റാതായി. അത്തരം ഈ ആരോപണങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് മോശത്തരങ്ങൾക്കൊക്കെ വിധേയമായ ആളുകളെ എന്ത് ചെയ്തു? പേരോട് ഉസ്താദ് അവരൊക്കെ മാറ്റി നിർത്തി. ഇതാണ് അവരൊക്കെ എന്തോ ഒരു 3-4 ആൾക്കാരുണ്ട്. 4 ആളോ 5 ആളോ എത്ര ആളുള്ളത് എനിക്ക് അവർ എണ്ണൊന്നും നിശ്ചയില്ല. എത്ര ആൾക്കാരുള്ളത് സുഹൃത്തുക്കളെ? 3 ആളോ 4 ആളായിട്ടുണ്ട് ഈ അൻസാർ മാഷ് അടക്കം. അതാണ്. അല്ലാതെ ഈ വക പ്രശ്നങ്ങളൊന്നുമല്ല അവരുടെ മാറ്റത്തിന് പിന്നില്. മനസ്സിലായ സുഹൃത്തുക്കളെ? 4 ആൾക്കാരാണ്. മനസ്സിലായോ? അപ്പൊ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ ചില അഴിമതികള്, ചില മോശത്തരമായ പ്രവർത്തികൾ, അത്തരം പ്രവർത്തികൾ കാരണം ആ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിൽ നിന്ന് അൻസാർ മാഷ് അടക്കമുള്ള 3-4 പേരെ മാറ്റി നിർത്തുകയും അങ്ങനെ ആ സ്ഥാപനം ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ഏറ്റെടുക്കുകയും ചെയ്തതിനോടുകൂടെയാണ് അവരൊക്കെ ഈ 4 ആളുകൾ ഗ്രൂപ്പ് മാറുകയോ SK-കാരുടെ കൂടെ ചേരുകയോ AP ഉസ്താദിനും പേരോട് ഉസ്താദിനൊക്കെ വിരുദ്ധമായി ഉള്ള നീക്കങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തത് എന്ന വസ്തുത ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുന്നി പ്രവർത്തകർ മനസ്സിലാക്കണം. അത്തരം ആളുകളെയാണ് ഈ മാനിക്കാരൻ പെരുന്നുണയൻ ചില തെളിവുകൾക്ക് കൂട്ടാളികളായി പിടിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ സുഹൃത്തുക്കളെ? മനസ്സിലായോ? മനസ്സിലായോ നിങ്ങൾക്കിപ്പോ? ഇടക്കിടക്ക് ഇപ്പൊ ഇങ്ങനെ ചില ആൾക്കാരെ പേര് അറിയുമ്പോഴേ ആള് അവിടെ ഈ ആള് ഇവിടെ ഈ ആള് എന്നൊക്കെ പറയുമ്പോഴേ എന്നാൽ തന്നെ ഇപ്പൊ ഈ പൂക്കോട്ടു എന്ന് നടന്നതും അതുപോലെ തന്നെ ഈ തോട്ടു എന്ന് നടന്നതും ഇവരൊക്കെ വളരെ മുമ്പേ തന്നെ പല കുരുത്തക്കേടിന്റെയും പേരിൽ നമ്മുടെ സ്ഥാപനങ്ങളും സംഘടനകളും പിടിച്ചു പുറത്തിട്ടവരാണ്. മനസ്സിലായോ? എന്തിനേറെ ഇപ്പൊ ഈ രാമന്തളി എന്ന് പറഞ്ഞ കക്ഷി തന്നെ അക്കക്ഷിനെ തന്നെ നമ്മൾ ഈ STVയിൽ നിന്ന് പുറത്താക്കിയത് ആദ്യം. മനസ്സിലായോ? ആദ്യം നമ്മൾ പുറത്താക്കിപ്പെടുന്നു. കാരണം ആളെ കയ്യിലിരിപ്പ് ഞങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ STVയിൽ ആളായി വന്നതിനോട് കൂടെ തന്നെ മൂപ്പർക്ക് പള്ളപ്രശ്നമാണ്, അതിന് അങ്ങേപ്പുറത്തും വേറൊരു പ്രശ്നമില്ല എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. അതിനുവേണ്ടി എന്തും അയാൾ ചെയ്യുമെന്നുള്ളത് അത് മനസ്സിലാക്കിയ പാടെ ഞങ്ങൾ എല്ലാം ചെയ്ത് മെല്ലെ മൂപ്പരാണ് മാറ്റി. മനസ്സിലായോ? എന്നിട്ട് പിന്നെ മെല്ലെ ഇവിടുന്ന് മാറിയിട്ട് അപ്പുറത്ത് നമ്മുടെ സഹോദരവുമായ മലബാറിൽ കുറച്ച് കളിച്ച്
കളിച്ചു എന്ന് മാത്രമല്ല, മലബാറിലുള്ള നിരപരാധിയല്ല നിസ്വാർത്ഥരായ കുറെ പ്രവർത്തകരെ HEVക്കെതിരാക്കി തിരിച്ചുവിടാനും പിത്തനുണ്ടാക്കാനും ഒക്കെ കാര്യമായ ശ്രമവും അയാൾ നടത്തി. അത് കുറെ ആളുകൾക്കൊക്കെ പിന്നെ മലബാറിലുള്ള കുറെ പ്രവർത്തകർക്കും അതിന്റെ ആളുകൾക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അറിയാത്ത ഏതോ അല്ലറ ചില്ലറ കുറച്ച് ആൾക്കാർ ഇനിയും ബാക്കിയുണ്ട്. അല്ലാഹു തആല അവർക്കും സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കട്ടെ എന്ന് ഞങ്ങൾ ദുആ ചെയ്യാം. മനസ്സിലായില്ലേ? അത്തരം ചില ആളുകൾ ചില അവിവേകങ്ങളൊക്കെ ഇടയ്ക്ക് ചെയ്തതായും അറിഞ്ഞു. അതൊക്കെ അവരുടെ ബുദ്ധിമോശമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അത്രയേ ഉള്ളൂ. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയേണ്ടതൊന്നുമില്ല. പിന്നെ അപ്പോ ആ കക്ഷിയെ പിന്നീട് എന്ത് ചെയ്തു? അൽഹംദുലില്ലാഹ് എല്ലാ കുരുത്തക്കേടുകളും നമ്മുടെ നേതാക്കൾക്കും സംഘടനക്കൊക്കെ ബോധ്യപ്പെട്ടു. അവനെ സംഘടനയും പിടിച്ച് പുറത്തിട്ടു. അപ്പോഴാണ് മൂപ്പര് എന്ത് ചെയ്യുന്നത്? മൂപ്പര് നേരെ ചേളാരിക്ക് പോകാൻ തീരുമാനിച്ചത്. എന്നിട്ട് എന്ത് ചെയ്ത്? അതിനു വേണ്ടിയിട്ട് മൂപ്പര് ഒറ്റയ്ക്ക് ചെല്ലുമ്പോ ഒരു പടുജാഹിന് ഒന്നുമില്ലാത്ത ഒരുത്തൻ അങ്ങോട്ട് ചെല്ലുമ്പോ വേണ്ടത്ര അതിനൊരു പരിഗണന കിട്ടൂലല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് വേറെ ചില ആൾക്കാരൊക്കെ എന്ത് ചെയ്തു? അവൻ തട്ടിക്കൂട്ടുകയും ഈ ക്ലിപ്പുവാലയും ഇവനെല്ലാം കൂടെ ഒത്തിട്ട് കുറെ ആൾക്കാരെ പേരൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ അപ്പോഴാണ് ആ സന്ദർഭത്തിലാണ് ഈ വക ക്ലിപ്പിനൊക്കെ കുറച്ചുകൂടി മൂർച്ച കൂടിയതും ഉണ്ടാക്കലും റെക്കോർഡ് ചെയ്യാനും അന്വേഷണങ്ങളൊക്കെ ഒപ്പിച്ചു കിട്ടുന്നത്. ആ ഘട്ടത്തിലാണ് എന്ത് ചെയ്യണത്? പയ്യോളിസ്ഥാനായിട്ടുമൊക്കെ ബന്ധപ്പെട്ട് പിന്നെ അതായത് ആ കോഴിക്കോട് നടക്കണവരുടെ മുതലക്കുളത്ത് നടക്കാൻ പോണ സമ്മേളനം ഉണ്ടായിരുന്നല്ലോ, അതിലേക്ക് എത്ര ഒരു 25 ആൾക്കാരൊക്കെ. ആ 25 ആൾക്കാരിൽ വലിയൊരു ശതമാനം ആൾക്കാർ നമ്മളെ STVയിലെ റൂമിലുള്ള ആൾക്കാരാണെന്നാണ്. ഇവരൊക്കെ ചെല്ലുന്നതാണ് നമ്മളെ പയ്യോളി ഉസ്താദ് ഓഫർ കൊടുത്തിട്ടുള്ളത്. അവനക്ക് പയ്യോളി ഉസ്താദ് ഉണ്ടാവും, KM സേദ് ഉണ്ടാവും, സക്കീർ ഉസ്താദ് ഉണ്ടാവും, പിന്നെ ആരൊക്കെയാണ് ഉസ്താദെ? അയാൾ കേൾവിക്കാരനില്ല. ഞാൻ കരുതി എനിക്കൊരു സീറ്റ് കിട്ടിയെടുക്കും. നിങ്ങൾക്കാണെങ്കിൽ സൗകര്യം ചേളാരിയാകുമ്പോൾ അടുത്താണേ വീടും ചേളാരിയായിട്ട് എനിക്ക് 9 കിലോമീറ്ററിന്റെ ദൂരമുള്ളൂ. എപ്പോഴും പോകാനും വരാനൊക്കെ സൗകര്യമുള്ള സ്ഥലമാണ്. പക്ഷെ എന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല ലിസ്റ്റില്. പിന്നെ വേറെ ആരൊക്കെയാണ് ഉസ്താദെ? പിന്നെ അസ്കർ കാരാത്തോട്, പിന്നെ ആരൊക്കെയായിരുന്നു? അങ്ങനെ തുടങ്ങി ചുരുക്കം പറഞ്ഞാൽ പിന്നെ ആരും ഉണ്ടാവില്ല. പിന്നെ ഇപ്പൊ ഇതിന് ബാക്കി വരാൻ എനിക്ക് തോന്നുന്നുണ്ട് ഈ കീച്ചേരി ഉസ്താദും ഞാനൊക്കെ, പിന്നെ ആരാ നമ്മളെ പുറത്തൊരു ഉസ്താദൊക്കെ ബാക്കി ഉണ്ടാവും തോന്നുന്നുണ്ട്. ചെറുപ്പുസ്താദം പോകാൻ തീരുമാനിച്ചിനാ. അങ്ങനെ കുറെ ആൾക്കാരെ ലിസ്റ്റൊക്കെ കൊടുത്തു. ഇവൻ വിചാരിച്ചത് ഇതൊക്കെ ശരി തന്നെയാണ്, ഇതൊക്കെ ശരി തന്നെയാണ്. മനസ്സിലായ? എന്നിട്ട് ആ ലിസ്റ്റൊക്കെ കൊടുത്ത് ഇതൊക്കെ കൂടി പോകണം. മുതലക്കുളത്ത് വരാൻ പോവല്ലേ, ഒന്നായിട്ട് ആഘോഷിക്കല്ലേ. 30 ആളുകളാ 20 ആളുകളായിട്ട്. പാടാനപ്പള്ളി ഉസ്താദ് ഉണ്ടല്ലേ? പാടാനപ്പള്ളി ഉസ്താദൊക്കെ പോകാൻ തീരുമാനിച്ച കൂട്ടത്തിലായിരുന്നു കാണുന്നത്. രണ്ട് SKLK എന്നൊക്കെ ആലോചിച്ചോക്കെ. ഇവന്റെ ഒരു ഉണ്ടല്ലേ, ഇവന്റെ ഒക്കെ ഒരു അന്തംഗമ്യ ആലോചിച്ചു നോക്കി നിങ്ങള്. അങ്ങനെ ചുരുക്കം പറഞ്ഞാല് അങ്ങനെ പുറത്തുപോയവരാണ് ആ കൂട്ടത്തിൽ. അതാണ് ഈ നമ്മളെ യാമന്തളി മുതലക്കുളത്ത് മൂപ്പരാജറായിട്ട് പിന്നെ വയ്യിൽ അവര് ചെല്ലുന്ന പ്രതീക്ഷിച്ചിരുന്ന VIP ഉണ്ട്. ആ VIP ഇതാ എത്തിക്കൊണ്ടിരിക്കുന്നു, ഏതാനും നിമിഷങ്ങൾക്കകം ഇപ്പോൾ എത്തുന്നതാണ് എന്ന് പറഞ്ഞ് ചേളാരിക്കാരായ നേതാക്കൾ ഇങ്ങനെ തെക്കോട്ടും വടക്കോട്ടും വലഭാഗത്തേക്കൊക്കെ കാണില്ല, ഇടഭാഗത്തേക്ക് ഇങ്ങനെ തിരിച്ച് പലരുടെയും കഴുത്തു വിളിക്കുകയാണ്. അങ്ങനെയാണ് എന്ത് ചെയ്യണത്? ഒരു കാറ് വന്നത്. ആ കാറ് വന്നപ്പോഴാണ് എന്ത് ചെയ്തത്? അല്ലാഹു അക്ബർ. അപ്പോഴാണ് പറഞ്ഞത് ഡ്രൈവറാണ്, അത് കാറേ ഉള്ളൂ, മറ്റേ എത്തിയിട്ടില്ല. എന്നാലും ഇനിയിപ്പോ എന്താ ചെയ്യാ? ഡ്രൈവർക്കാണെങ്കിൽ ഡ്രൈവർക്ക് കെടുക്കട്ടെ തക്ബീർ ചൊല്ലി. ചുരുക്കത്തിൽ ഇവിടുന്ന് പിടിച്ച് പുറത്തിട്ടപ്പോഴാണ് പോയിട്ടുള്ളത്. അഥവാ പള്ളപ്രശ്നാണ്. അതിപ്പോ ഇയാളും സമ്മതിച്ചു. ആര്? കിളിപ്പുകാല തന്നെ മിഞ്ഞാന്ന് ഒന്നലായിട്ട് കേൾപ്പിച്ചാലും സമ്മതിച്ചല്ലോ. പോയവരൊക്കെ ശരി തന്നെയാണ്, പള്ളപ്രശ്നം. അല്ലാതെ ആരാ പോയത് കണ്ടോ? അപ്പൊ രാമന്തളി പോയതും അല്ലാത്തവര് പോയതും ഒക്കെ പള്ളപ്രശ്നത്തിന്റെ പേരിലാണ് എന്ന് മാത്രമല്ല, അവരൊക്കെയും പലരും കള്ളത്തരീക്കത്ത്, സാമ്പത്തിക ഇടപാടുകൾ, മറ്റു ദുർനടപടികൾ, തട്ടിപ്പുകൾ, വെട്ടിപ്പുകൾ മുതലായ കാര്യങ്ങൾ സംഘടനക്കും നേതൃത്വത്തിനും ബോധ്യപ്പെട്ടപ്പോൾ മാറ്റി നിർത്തുകയോ പിടിച്ച് ചെവിക്കുന്ന് പിടിച്ച് പുറത്തിടുകയോ ചെയ്തവരാണ്. അഥവാ AP വിഭാഗം സമസ്തയുടെ
വേസ്റ്റുകളാണ്. ആ വേസ്റ്റുകളെല്ലാം എടുത്തു ശേഖരിക്കുന്ന പണിയാണ് ആർക്കുള്ളത്? ഇപ്പോ ചേളാരിക്കാർക്കുള്ളത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ SKSS എന്ന് പറഞ്ഞാൽ AP വിഭാഗത്തിന്റെ വേസ്റ്റ് കൊട്ടാന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിലായോ? അത് ശേഖരിക്കുകയും അത് കൊണ്ടടക്കുകയും ചെയ്യണ പണിയാണ്. മനസ്സിലായേ? ഭരതിയുടെ ഡ്രമ്മ് പോലെ. പിന്നെ അപ്പൊ ഇത് പറയാനെന്തേ കാരണം വന്നത്? പറയാനെന്തോ ഒരു കാരണം വന്നപ്പോഴുണ്ട്. ഞാൻ അതിന്റെ വിട്ടുപോയത്. ആ ക്ലിപ്പിന്റെ ബാക്കി വരാനുണ്ട്. അതെ അൻസാർ. അതെ മാഷാ അല്ലാഹ്. അപ്പൊ അങ്ങനെ ഞാനത് ജസാക്കുമുല്ലാഹു ഖൈറ. അപ്പൊ ഈ അൻസാർ മാഷ് ഇതുപോലുള്ള ആളുകളൊക്കെ ഇങ്ങനെ പല പ്രശ്നങ്ങളുടെ പേരിലും നേരത്തെ സംഘടന മാറ്റി നിർത്തിയവരാണ്. അല്ലാതെ ഈ പ്രശ്നത്തിന്റെ പേരിൽ പുറത്തുപോയവരല്ല. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൈക്കെടുത്തത്. ഞാൻ മൈക്ക് വിട്ടു. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗങ്ങൾ തുടരും. പയ്യോൾ ഉസ്താദ് മൈക്കെടുത്തതിന് ശേഷം. അസ്സലാമു അലൈക്കും. ഞാൻ മൈക്ക് വിട്ടു. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗങ്ങൾ തുടരും. പയ്യോൾ ഉസ്താദ് മൈക്കെടുത്തതിന് ശേഷം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൂടെ? ഈ ജിഷാനെ എപ്പോഴും ഏത് സമയത്താരോ കാന്തപുരം ലീലാവിലാസം എന്ന് പറഞ്ഞു വരിക. അങ്ങനെ മനസ്സിലായിണോ? അങ്ങനെ സ്ട്രോങ് ആയിട്ട് മൂപ്പര് അവതരിപ്പിക്കുന്ന സ്ഥലം നോക്കിയാൽ മതി. മൂപ്പര് കുടുങ്ങിയിട്ടുണ്ടാവും. മൂപ്പര് കുടുങ്ങുമ്പോഴാണ് കാന്തപുരം ലീലാവിലാസം എന്നും പറഞ്ഞു വരിക. അതുവരെ മൂപ്പര് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകും. പക്ഷെ മൂപ്പര് കുടുങ്ങാന്ന് വെച്ചാൽ ഇങ്ങനെ കാന്തപുരം ലീലാവിലാസം തേങ്ങാന്നും പറഞ്ഞ് അങ്ങനെ അങ്ങ് പോകും. കണ്ടാ? അങ്ങനെയാണ് ഇപ്പൊ ഈ വിഷയത്തിലേക്ക് എത്തിയത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. 40 അംഗ മുഷാവറയെ വെച്ചിട്ട് പണ്ഡിത സഭയാന്നല്ലേ പറയപ്പെടുന്നത്. 40 അംഗ മുഷാവറ നിങ്ങൾ ആലോചിച്ച് നോക്കണ്ടേ? അവരെ ബാക്ക് സീറ്റിൽ ഇരുത്തിയിട്ട് മുന്നിന്ന് ഒരാള് പറയാണ്, സമസ്ത കേരള ജമീലത്തുൽ ഉലമ. ഇതെന്റെ ചെവി കൊണ്ട് കേട്ടതാണ്, സനദ് മുത്തസിലാണ്. സമസ്ത കേരള ജമീലത്തുൽ ഉലമ. എന്താ സംഭവം? സുന്നി സമസ്തനെ കുറിച്ച് പറയാണ്. സമസ്ത കേരള ജമീലത്തുൽ ഉലമ. എന്താ കാരണം? കാന്തപുരം വ്യഭിചരിച്ചിട്ടുണ്ട്. കാന്തപുരം വ്യഭിചരിച്ചു. ഹൈ, മറ്റേ ആള് പറയാ അത് സമത് പൂക്കോട്ടൂര്. മറ്റെന്താണ്? അത്തമ്പൂക്കോട്ടൂര് പറയാണ്, അതെ കാന്തപുരത്തിന് 3 റൂമുണ്ടായിരുന്നു. എനിക്കറിയില്ല കേട്ടോ, ഞാൻ സത്യത്തിൽ പോയിട്ടില്ല, കണ്ടിട്ടില്ല. അത്തമ്പൂക്കോട്ടൂര് പറയാണ് മർക്കസിൽ കാന്തപുരത്തിന് 3 റൂമുണ്ട്. ആ റൂമില് ആദ്യത്തെ റൂമ് അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു റൂം. ആ റൂമിൽ എന്തില്ല, പിന്നെ വലിയ സജ്ജീകരണങ്ങളൊന്നുമില്ല, എന്നാലും തരക്കേടില്ല, അങ്ങനെ ഒരു റൂമാണ്. സെക്കൻഡ് റൂം കുറച്ചും കൂടി അങ്ങോട്ട് പോയാൽ വേറൊരു വാതിലുണ്ട്, അത് കഴിഞ്ഞൊരു റൂമാണ്. കേക്കണങ്ങള്, ആ റൂമിലേക്ക് നല്ല കുഷ്യനൈസ്ഡ് റൂമാണ്, AC ഉണ്ട്, സൗകര്യങ്ങളൊക്കെ അടിയിൽ കാർപ്പറ്റൊക്കെ ഇട്ട നല്ല തരക്കേടില്ലാത്ത ഒരു VIP റൂം. അപ്പൊ അതെന്തിനാ നിങ്ങൾ സംശയം ഉണ്ടാവും. അത്തന്റെ ചോദ്യമാണ് കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ അറബികളൊക്കെ വരുമ്പോ, VVIPs ഒക്കെ വരുമ്പോ അവരെ സ്വീകരിക്കാനുള്ള റൂമാണ് രണ്ടാമത്തെ. ആദ്യത്തെ റൂം നമ്മളെ പോലത്തെ മിസ്കിന്മാര് പോയാൽ സ്വീകരിക്കാനുള്ള റൂമാണ് ആദ്യത്തെ റൂം. രണ്ടാമത്തെ റൂം VVIPസിന്റെ റൂമാണ്. എന്നാൽ മൂന്നാമത് അവിടുന്നും അങ്ങോട്ട് പോയാൽ ഒരു റൂമുണ്ട്. ആ റൂമിൽ വെളിച്ചമില്ല. കാന്തപുരത്തിന്റെ മൂന്നാമത്തെ റൂമിൽ വെളിച്ചമില്ലത്രേ. എന്നിട്ട് അത്തം പറയാണ് അവിടെ വെളിച്ചം പറ്റൂല, അവിടെ വെളിച്ചം പറ്റൂല. നിങ്ങൾ ആലോചിച്ച് നോക്ക, ഒരു മനുഷ്യൻ അധപ്പതിച്ചാൽ മൃഗവും, പക്ഷെ മൃഗത്തിനേക്കാളും ഒരു മനുഷ്യൻ അധപ്പതിക്കാൻ പാടുണ്ടോ? നിങ്ങൾ ആലോചിച്ച്, ഈ ആയിരക്കണക്കിന് ജനങ്ങളെ മുൻനിർത്തിയിട്ടാ പറഞ്ഞത്. ഇതിനൊക്കെ മൂകദൃസാക്ഷികൾ 40 അംഗ മുഷാവറ കൈയടിച്ച് ഓലക്ക് ചിരിക്കാതേക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇതാ ഞാൻ ചോദിക്കുന്നത്, ഇവിടെ നിയമമില്ലേ? ദീനുൽ ഇസ്ലാമിൽ ഇതിനൊരു നിയമവും ഇല്ലേ സഹോദര? ഒരു നിയമവും കണ്ടില്ലേ? ഈ 40 അംഗ മുഷാവറയിൽ ഒരാൾക്ക് പറഞ്ഞുകൂടായിരുന്നു മോനെ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയണ്ടേ? പറഞ്ഞോ? പറഞ്ഞില്ല. ബേക്കിലിരിക്കുന്ന ആളുകളൊക്കെ ചിരിക്കുക.
ഇതൊക്കെ കേട്ടിട്ട് ഞാനും പറഞ്ഞിട്ടുണ്ട്, ജീശാൻ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ പലരോടും അങ്ങനെ പറഞ്ഞിട്ടില്ലേ? ശരിയാ, ഞാനും പറഞ്ഞിട്ടുണ്ട് മോനെ, ഞാനും പറഞ്ഞിട്ടുണ്ട്. AP ഉസ്താദിനെ കുറിച്ച് ഞാനും അനവധി പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാ, ഞാൻ അതിൽ ബോധവാനാ. ഇന്ന് കണ്ണീരൊഴിക്കുന്ന ഒരു ഭാഗമാണത്. എന്തേ അറിയോ? ഒരു മഹാനായ ആലിമിനെ കുറിച്ച് പറയാൻ പറ്റാത്തതൊക്കെ സാക്ഷാൽ എസ്കക്കാരൻ പറയുന്ന എല്ലാ വാക്കുകളും ഞാനും ഒരു എസ്കക്കാരനാ, ഞാൻ പറഞ്ഞു. ഒരു കാലത്തും ചെയ്യാ. അത് ഇപ്പോ കുറെ എസ്കക്കാർക്ക് ബോധ്യപ്പെടുന്നുണ്ട്. നിങ്ങളത് മനസ്സിലാക്കുക. ഒരുപാട് എസ്കക്കാർക്ക് അത് ബോധ്യപ്പെടുന്നുണ്ട്. അള്ളാഹു താല എല്ലാവർക്കും ബോധ്യപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ. നിങ്ങൾ ഈ പറയുന്നതൊക്കെ യാഥാർത്ഥ്യമാണ്, സത്യമാണ് എന്ന് തോന്നിയിട്ടാണ് കുറെ ആളുകൾ കയ്യും പാടും എടുത്ത് നടക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മ വേണത്, നിങ്ങളത് ഓർക്കണം. കാന്തപുരം ഈ തമ്മാടിത്തൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിച്ചിട്ടാണ് സഹോദര അനവധി ആളുകൾ കാന്തപുരത്തെ കാണുമ്പോ വാളെടുത്തു പോകുന്നത്. അവരാരും കാന്തപുരത്തെ കണ്ട പരിചയക്കാരല്ല. നിങ്ങൾ മനസ്സിലാക്കണം, അവരാരും കാന്തപുരത്തെ കണ്ട പരിചയക്കാരല്ല. ഒരിക്കൽ പോലും കാന്തപുരത്തിന്റെ ശബ്ദം കേട്ടവരുമല്ല. മറിച്ച് നിങ്ങളിൽ നിന്ന് കാന്തപുരത്തെ മനസ്സിലാക്കിയവരാ. നിങ്ങൾ ഈ പറയുന്നതിൽ അല്പെങ്കിലും സത്യമുണ്ടോ? നിങ്ങൾ സ്വന്തം നഫ്സിനോട് ചോദിക്കും. നിങ്ങളത്, നിങ്ങൾ ഈ പറയുന്നത് അല്പെങ്കിലും സത്യമുണ്ടോ? ഇല്ലെന്ന് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ തെളിയിക്കും. ഞങ്ങളത് തെളിയിക്കും. ക്ലിപ്പ് വരും, ക്ലിപ്പ് ബേക്കിന്ന് ഇൻഷാ അല്ലാഹ് വരാനുണ്ട്. നിങ്ങൾ ഈ പറയുന്ന കാന്തപുരത്തിന്റെ ലീലാവിലാസം എന്ന് ഈ ജിഷാനടക്കം പറയുന്നതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല. ഇൻഷാ അല്ലാഹ് തെളിയിക്കാൻ തെളിവ് കിട്ടിയോണ്ടാ പറയുന്നത്. വരും. അതെ, അതിനുള്ള റെക്കോർഡുണ്ട്. നിങ്ങൾ പറയേ. ഇനി ഇൻഷാ അല്ലാഹ് ഒരു കാര്യം അടിവരയിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോ ജിഷാനെ, കാന്തപുരത്തിനെ കുറിച്ച് പറയുന്നതിന് ഒരു രേഖയും ഇല്ല എന്ന് നിങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങൾ തെളിയിക്കും, അള്ളാന്റെ തൗഫീഖോട് കൂടെ. അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഇനിമേലിൽ നിങ്ങളത് പറഞ്ഞാൽ അനുഭവിക്കും. നിങ്ങളെ ആരെടുത്തും ഇല്ലായിട്ടല്ല ജിഷാനെ, മനസ്സിലാക്കിക്കോ. നിങ്ങളത് ആരെടുത്തും ഇല്ലായിട്ടല്ല, ഞങ്ങളത് പറയായിട്ടാ. കാരണം ഞങ്ങൾ മനുഷ്യന്മാരാ, ഞങ്ങളത് മനുഷ്യന്മാരാണ്, മനസ്സിലാക്കിക്കോ. നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾ പുണ്യവാളനാണെന്ന്. നിങ്ങളങ്ങാൻ ഇനി നിങ്ങളുടെ നാവ് അങ്ങനെ വല്ലതും ചലിപ്പിച്ചു എന്നറിഞ്ഞ ഇൻഷാ അല്ലാഹ് വേണ്ടി വന്നാൽ ചെയ്യിക്കരുത് ഞങ്ങളെ കൊണ്ട്. ഞങ്ങൾക്ക് താല്പര്യമില്ല വിഷയം. ഇത്രയൊക്കെ നിങ്ങൾ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നതാ. വേണ്ട, നിർത്തിക്കോ, അതാ നല്ലത്. ഏത് മുടി നിങ്ങൾ നിർത്തരുത്, മുടി നിങ്ങൾ തുടരണം. മുടി നിങ്ങളെ കൊണ്ട് ഞാൻ വിടൂല, നിർത്താൻ നിങ്ങൾ അനുവദിക്കൂല ഞാൻ. അത് ശരി, മുടിമ്മൽ നിങ്ങളെ ഞാൻ നിർത്തൂല, അത് നിർത്താൻ പാടില്ല, നിങ്ങൾ തുടരണം. പക്ഷെ ഇങ്ങനെയുള്ള തോന്നിയാസം പറച്ചിലുണ്ടല്ലോ, അത് നിർത്തിക്കോ. അല്ലെങ്കിൽ ഉണ്ടല്ലോ, കാരണം ഞങ്ങൾക്ക് വേറൊരു രേഖ ഹാജരാക്കാൻ കാന്തപുരം ചെയ്തിട്ടില്ല എന്നുള്ളൊരു രേഖ ഹാജരാക്കാൻ ഞങ്ങൾ എടുത്തിട്ടുണ്ടാവില്ല. പക്ഷേ കാന്തപുരം ചെയ്തിട്ടില്ല എന്ന് നിങ്ങളെ കൊണ്ട് ഞങ്ങൾ തെളിയിക്കും. അത് വേറെ, അതല്ലേ ഞാൻ പറഞ്ഞു. ഞങ്ങളടുത്ത് മറ്റൊരു രേഖ ഉണ്ടാവില്ല, പക്ഷെ നിങ്ങളെ കൊണ്ട് ഞങ്ങളത് തെളിയിക്കും. കാന്തപുരം അങ്ങനെ ഒരു ലീലാവിലാസവും ചെയ്തിട്ടില്ല, മനസ്സിലാക്കിക്കോ. അതുകൊണ്ട് ഇനി മേലാൽ നിങ്ങളത് പറയുമ്പോ ആലോചിച്ചിട്ട് പറഞ്ഞോ. ക്ലിപ്പ് എന്തായാലും കേൾക്കുന്നു വരും. AP ഉസ്താദ് അതിൽ നിന്നെല്ലാം മുക്തനാണ്. നഅൂദുബില്ലാ, എന്തൊക്കെയാ പറഞ്ഞത് നിങ്ങൾ ആലോചിച്ച് നോക്കി. കേട്ടോളി. AP ഉസ്താദിനെ കുറിച്ച് പറഞ്ഞ ഒന്ന് കൊലപാതകിയാണ്. സബുൽ മുബിക്കാത്തുനിന്ന് എണ്ണിയതാണ്. ഒന്ന് കൊലപാതകിയാണ് AP ഉസ്താദ്. പറഞ്ഞിട്ടില്ലേ? AP ഉസ്താദ് കൊലപാതകിയാന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? ഇല്ലേ. എതിരാളികളെ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? ഉണ്ട്, കൊലപാതകിയാന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശരി, AP ഉസ്താദ് കള്ളുകുടിയനാന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? ഒഴിച്ചു കൊടുത്ത ആള് ഞാനാന്നടക്കം പറഞ്ഞിട്ടില്ലേ? മൂപ്പർക്ക് അത് ഹലാലാന്നുണ്ട്. പോട്ടെ. 2, 3 AP ഉസ്താദ് വ്യഭിചരിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? നിങ്ങള്. 4 AP ഉസ്താദിനെ കുറിച്ച് എന്താ നിങ്ങൾ പറയാത്തത്? സബുൽ മുബിക്കാത്തിൽ ഷിർക്കല്ലാത്ത എല്ലാം നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? ഷിർക്കല്ല. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു സഹോദര, നിങ്ങളുടെ നാവിൽ നിന്ന് AP മുശ്രിക്കാ നിങ്ങൾ പറയുന്ന ഒരു കാലം വിദൂരല്ല. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അപ്പോഴും അതിനോട് എന്ത് തോന്നൂല? അത്ഭുതം തോന്നൂല. AP മുശ്രിക്കാന്ന് പറയുന്ന ഒരു കാലം വിദൂരല്ല. പലിശ എല്ലാം പറഞ്ഞിട്ടുണ്ട്.
എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് കാന്തപുരത്തിനെ കേരളത്തിൽ നിന്ന് ഒലിപ്പിച്ച് കളയാൻ നിങ്ങളെ കൊണ്ടായിട്ടില്ല. ഇതൊന്നും പറഞ്ഞിട്ട് കേട്ടോ കിളി, കാന്തപുരത്തിനെ കേരളത്തിൽ നിന്ന് ഒലിപ്പിച്ച് കളയാൻ നിങ്ങളെ കൊണ്ട് ഇതൊന്നും പറഞ്ഞിട്ടായോ? ഞാൻ അത്ഭുതപ്പെടുന്ന ഒരു വിഷയമാണത്. നിങ്ങളെ ചിന്തിച്ചു നോക്കി. എല്ലാ ഒരു പണ്ഡിതനെ ഇത്രത്തോളം വിമർശിച്ചിട്ട് ആ കള്ളനാണ് എന്ത് വേണ്ട, എ പി ഉസ്താദ് പുറത്തു തരട്ടെ. എ പി ഉസ്താദ് നമുക്കൊക്കെ പുറത്തു തരും. കാരണം നമ്മളെ ഉദ്ദേശം അതാണല്ലോ. എ പി ഉസ്താദിനെ കുറിച്ച് എല്ലാ തെമ്മാടുത്തും പറഞ്ഞിട്ടുണ്ട്. അതാണ് അത് ചേർക്കുന്നില്ല. നമുക്ക് വിഷമമുണ്ട്, വേദനയുണ്ട്, എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് കേരളത്തിന്റെ മണ്ണിൽ നിന്ന് കാന്തപുരത്തിന്റെ ഒരു എന്താ ഞാൻ പറയാ, തൊടാൻ നിങ്ങളെ കൊണ്ട് പറ്റിയിട്ടില്ല. ഒന്നും തൊടാൻ നിങ്ങളെ കൊണ്ട് പറ്റിയിട്ടില്ല. ഇല്ലേ എ പി ഉസ്താദ് അന്നൊന്ന് ഞാൻ ചോദിക്കട്ടെ, എസ് കെക്കാരാ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, നിങ്ങൾ നെഞ്ചത്ത് കൈവച്ച് ആലോചിച്ച് ചിന്തിച്ച് മറുപടി പറ. സമസ്ത എന്ന് ഇറങ്ങിപ്പോരുമ്പോ അല്ലെങ്കിൽ നിങ്ങളെ ഒരു വിഭാഗത്തിന്റെ ഭാഷയെ പുറത്താക്കുമ്പോ എ പി ഉസ്താദ് ആരെങ്കിലും ആയിരുന്നോ ഈ കാന്തപുരം? ഞാൻ കാന്തപുരം എന്ന് പറയുന്ന ഒരിക്കൽ സമാധാനമുള്ള വാക്കതാ. ആരെങ്കിലും ആയിരുന്നോ ഈ കാന്തപുരം? അല്ല, ആരും ആയിരുന്നില്ല. ആരാ കാന്തപുരത്തെ വലുതാക്കിയത്? നിങ്ങൾ പറ. കാന്തപുരത്തെ കേരളത്തിന്റെ മണ്ണിൽ വലുതാക്കുന്നതിൽ വലിയ ഒരു പങ്ക് വഹിച്ചത് നിങ്ങൾ തന്നെയാ. മനസ്സിലാക്കിക്കോ, നിങ്ങൾ തന്നെയാണ്. അത് ശരി, നിങ്ങൾ എ പി ഉസ്താദ് ഇറങ്ങിപ്പോന്ന അന്ന് നിങ്ങൾ എന്ത് ചെയ്ത്? വലിയൊരു സമ്മേളനം വിളിച്ച് കാന്തപുരത്തിന്റെ പരിപാടി, കാന്തപുരത്തിനെതിരെയുള്ള പരിപാടി, കാന്തപുരം എല്ലായിടത്തും കാന്തപുരം തരക്കം ഉണ്ടാക്കണാരാ? എസ് കെക്കാര്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എസ് കെക്കാരുണ്ടാക്കിയ പരിപാടി. അപ്പൊ ജനങ്ങളല്ല ഇങ്ങനൊരു വ്യക്തി ഉണ്ടായിരുന്നില്ല. അത് ശരി, അങ്ങനെ കാന്തപുരം തരംഗായി മാറി ഇല്ലേ? അപ്പൊ കാന്തപുരത്തിനെ വളർത്തുന്നതിൽ നിങ്ങളാണ് നിങ്ങളാണ് അതിന്റെ ആൾക്കാർ. അതുകൊണ്ട് ഇനിയിപ്പോ വേദനിച്ചിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞാലൊന്നും കാന്തപുരം തളരൂല, വളരുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളി. അതിനൊന്നും കാന്തപുരത്തിന് വിഷമവും ഇല്ല. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ ആഖിബത്ത് ഇമാതിരി തോന്നിവാസമൊക്കെ നിങ്ങൾ പറഞ്ഞു നടക്കുമ്പോ നിങ്ങൾ ആഖിബത്ത് നിങ്ങൾ സൂക്ഷിക്കണം. ക്ലിപ്പിന്റെ ബാക്കി ഇനിയും കുറെ ഉണ്ട്. എന്താ ഇടണോ? ഒരുപാടുണ്ട്. അത് നീണ്ട സംസാരാണ്. ഇടണം നിങ്ങൾ പറയുകയാണെങ്കിൽ ഇട്ടുപോകും. ഒരുപാടുണ്ട്. അല്ലെങ്കിൽ നാളത്തേക്ക് മാറ്റണം. ഇന്ന് സമയം 1:35 നാളത്തേക്ക് മാറ്റണോ? ബാക്കി കേൾവിക്കാരൻ ഉസ്താദ് മൈക്കെടുത്തോളി. അല്ലാഹു തആല ഖൈർ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. ഇനിയും ബാക്കിയുള്ള നാളെ ആക്കലാം ഉസ്താദ് നല്ലത്. കാരണം എല്ലാം കൂടെ ആകുമ്പോഴേ ഒരുപാട് എല്ലാം കൂടെ ആകുമ്പോൾ ആളുകൾ ഓർമ്മ നിൽക്കില്ല. പിന്നെ മാത്രമല്ല ഉറങ്ങാനൊക്കെ സമയം വൈകിയ ആളുകളൊക്കെ ഉണ്ടാവും, നാട്ടിൽ നിന്നുള്ള ആളുകളുണ്ടാവും, റേഡിയോയിലൊക്കെ. അവർക്കൊക്കെ പിന്നെ ഇഞ്ഞൂടാന്ന് പറയുമ്പോൾ അവർക്ക് കേട്ട് നിൽക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെയും ചെയ്യാലോ. ഇത് പെട്ടെന്ന് തീർന്നില്ല. എന്നിട്ട് തന്നെ ഞങ്ങളിപ്പോ വിശകലനം എന്ത് ചെയ്യാണ്, പരമാവധി ഒഴിവാക്കുകയാണ്, എല്ലാവരും സ്വയം മനസ്സിലാക്കിക്കൊണ്ടേ വെച്ചിട്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ശ്രോതാക്കളായ ആളുകൾ, നമ്മുടെ അഡ്മിന്മാർ, പ്രവർത്തകർ പ്രത്യേകിച്ചും ഇതൊക്കെ റെക്കോർഡ് ചെയ്യണം. നിങ്ങളെല്ലാവരും റെക്കോർഡ് ചെയ്ത് നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം. പലപ്പോഴും ഇതൊക്കെ എന്തുണ്ടാവും, പിന്നീട് പലപ്പോഴും ആവശ്യം വരും പല ഭാഗങ്ങളും. അതുകൊണ്ട് പിന്നെ എല്ലാവരും റെക്കോർഡ് ചെയ്യണം, റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ എന്നാണ് പറയാനുള്ളത്. മാഷാ അല്ലാഹ് നാട്ടിൽ നിന്നുള്ള ആളുകൾ പറഞ്ഞ അവിടെ 3:06 എന്നാ പറഞ്ഞത്. മാഷാ അല്ലാഹ്. അത് കുഞ്ഞുട്ടി, നമ്മുടെ ഷിബി കുഞ്ഞുട്ടി ചെമ്മാടാണാ? ചെമ്മാട് കുഞ്ഞുട്ടിയാണാ? അങ്ങനെ അടിക്കണം. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ശരി, ഉറങ്ങിയിട്ടില്ലല്ലേ? അൽഹംദുലില്ലാഹ്. ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല കേട്ടോ. കുഞ്ഞുട്ടിന്ന് കണ്ടപ്പോളേ എന്റെ അപ്പുറത്ത് CP പിന്നെ കാണുന്നത്. അല്ലാ. പിന്നെ അപ്പൊ നാട്ടിൽ നിന്നൊക്കെ സമയം ഒരുപാടായതാണ് അവർക്കൊക്കെ ഉറങ്ങാനൊക്കെ ഒരു. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ നാളെയും മറ്റന്നാളൊക്കെ ഉണ്ട്. കുറച്ച് ദിവസം തുടരും ഞങ്ങള് റബ്ബിന്റെ തൗഫീഖ് കൊണ്ട്. ഈ ക്ലിപ്പ് കൊണ്ട് ഉണ്ടല്ലോ കളിച്ചത്, അവ കളിച്ചവനെയും കളിപ്പിച്ചവരെയും എല്ലാം ഒന്നായിട്ട് ഒരൊറ്റ ചൂലുകൊണ്ടൊരടിയാണിപ്പത്. മനസ്സിലായോ? ലാസ്റ്റ് ഇപ്പൊ തന്നെ ഇവന്റെ എല്ലാം പോയില്ലപ്പോ. ഇവൻ ഒറിജിനൽ കള്ളനാണെന്നും ഇവൻ ഒരുപാട് തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഈ വിഷയത്തിലൊക്കെ നടത്തിയെന്നുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടില്ലേ സുഹൃത്തുക്കളെ? എല്ലാവർക്കും ബോധ്യപ്പെട്ടില്ലേ?
ഇൻഷാ അല്ലാഹ്. ഇനിയിപ്പോ അതിനുള്ള കൂടുതൽ ഉപോത്ബലകമായ തെളിവുകൾ എന്നുള്ള നിലക്കാണ് എന്ത് ചെയ്യണത്, ഇങ്ങനെ കാണിക്കുന്നത്. ഇപ്പൊ അവന്റെ എല്ലാ കാറ്റും പോയി. ഇപ്പൊ അവന് ടെലിഫോണിൽ സംസാരിക്കാൻ തന്നെ അവനക്ക് പേടി, സ്കൈപ്പിൽ സംസാരിക്കാൻ അവനക്ക് പേടി. പയ്യോളി നിങ്ങൾ ചെയ്യാറുണ്ടോ, നിങ്ങൾക്ക് നട്ടലുണ്ടോ, ആയിക്കോട്ടെ എന്നാ തുടങ്ങുക. അപ്പൊ തന്നെ മൊബൈലിൽ പറ്റൂല, ടെലിഫോണിൽ പറ്റൂല. ഇവൻ ചെയ്ത പണി മുഴുവൻ മൊബൈലിലായിരുന്നു, മനസ്സിലായില്ല, സകലം ടെലിഫോണിലായിരുന്നു. ഇപ്പൊ അവൻ ടെലിഫോണിനെ ഭയപ്പെടുന്നു. നോക്കി നിങ്ങൾ. അതും അൽഹംദുലില്ലാ നമ്മളെ STV-യിലൂടെ തന്നെ അള്ളാഹു വലിയ നിയമത്താ അത് ചെയ്തത്. അതുകൊണ്ട് STV തകരും, ഇത് തകർക്കാമെന്ന് വ്യാമോഹിക്കുന്നവരെ, അത്തരക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ എളിയ സേവനത്തിന് വേണ്ടി, സുന്നത്ത് ജമാഅത്തിന്റെ സേവനത്തിന് വേണ്ടി തുറന്ന ഈ ഇന്റർനെറ്റിലെ ഈ ബ്രൗസറും ഈ മെസ്സഞ്ചർ ക്ലാസ് റൂം, അത് മഹാനായ EK ഹസൻ മുസ്ലിയാർ നവറല്ലാഹു മർക്കദഹു മഹാനവറുകളുടെ പേരില് പ്രത്യേകം ഫാത്തിഹ ഓതി ദുആ ചെയ്ത് തുടങ്ങിയതാണ്. ആ ബർക്കത്ത് ഈ റൂമിന് ഇതുവരെ ലഭിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ സംവിധാനം നിലനിൽക്കുന്ന കാലത്തോളം അത് ഉണ്ടാവുകയും ചെയ്യും. ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ദുആ ചെയ്യുന്നു. അതുകൊണ്ട് അത് തകർക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുവെങ്കിൽ നടപ്പുള്ള കാര്യമല്ല എന്ന് അത്തരക്കാരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഓരോ ദിവസം കഴിയുന്തോറും വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പയ്യോളി ഉസ്താദ് കേൾപ്പിക്കുന്നത്. പയ്യോളി ഉസ്താദ് പറഞ്ഞു നേരത്തെ, മുമ്പ് ഞാനും SK-കാരായിരുന്നു, ഒരു കുറെ പറഞ്ഞു. എന്നാൽ പയ്യോളി ഉസ്താദെ, ഇന്ന് ഞങ്ങളുടെ ഈ കാലത്തുള്ള ഉമറായി പയ്യോളി ഉസ്താദ് മാറിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഏതായാലും ഇൻഷാ അല്ലാഹ് പയ്യോളി ഉസ്താദിന്റെ ഇന്നത്തെ ക്ലിപ്പുകളെല്ലാം വളരെ 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 നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എന്താണെന്ന് വെച്ചാല് എല്ലാ പ്രവർത്തകന്മാർക്കും നല്ല ഈമാനുണ്ട്. അതോടൊപ്പം ആയിരക്കണക്കിന് ഈമാനിന്റെ തൂക്കങ്ങൾ വർദ്ധിക്കുന്ന ക്ലിപ്പുകളാണ് ഇന്ന് വെച്ചത്. ക്ലിപ്പ് എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും ദീർഘമായ സംഭാഷണം നിങ്ങൾ കണ്ടോ? അലി ഉസ്താദിന്റെ ആ പ്രശ്നത്തിൽ അലി ഉസ്താദുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കറിയാം, അലി ഉസ്താദ് കണ്ട് ബോധ്യപ്പെട്ടു ഈ ഷെയർ മുബാറക്കിന് പിന്നെ നേലില്ല എന്നുള്ളത്. എന്നിട്ട് നമ്മളെ ഏതെങ്കിലും ഉസ്താദുമാർ അതും പ്രചരിപ്പിച്ച് നടന്നോ? എന്തുകൊണ്ട് അത് പ്രചരിപ്പിച്ച് നടന്നില്ല? നമുക്കെല്ലാം ചോദിച്ചൂടെ? അലി ഉസ്താദ് പറഞ്ഞു കഴിഞ്ഞാൽ അലി ഉസ്താദ് കണ്ടിട്ടുണ്ട്, അലി ഉസ്താദ് കണ്ട് ഒരു സാക്ഷ്യം നിർത്തിയിട്ട് പറഞ്ഞൂടെ, അല്ലെ കാണിച്ചു കൊടുത്തൂടെ? അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അത് ഷെയർ മുബാറക്കിനെ ആദരിക്കേണ്ടയും ബഹുമാനിക്കേണ്ടയും ഒരു മാനദണ്ഡമായി എണ്ണപ്പെടും എന്നുള്ളത് വന്നിട്ടാ അല്ലേ? അതല്ലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നേ? അല്ലേ പെട്ടെന്ന് വിഷയം കഴിഞ്ഞില്ലേ? അലി ഉസ്താദിനെ പോലത്തെ മഹാന്മാർ കണ്ട് ബോധ്യപ്പെട്ട്, പക്ഷെങ്കിൽ അതെന്താക്കാൻ പാടില്ല, അതൊരു മാനദണ്ഡമായിട്ട് വരാൻ പാടില്ല. അതാണ് നമുക്ക് ഏറ്റവും ഈമാൻ പകരുന്ന സംഗതി ഇന്നത്തെ ക്ലിപ്പ് വെച്ചതിൽ. അതുപോലെ ഓരോ സംഗതി മനസ്സിലാക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് വളരെ വളരെ റാഹത്തായിട്ടുണ്ട്. ഏതായാലും ഇൻഷാ അല്ലാഹ് കിഷേരി ഉസ്താദൊക്കെ മൈക്കിലേക്ക് വന്നതുകൊണ്ട് ഞാൻ മൈക്ക് വിടുന്നു. അതോടൊപ്പം കേൾവിക്കാര ഉസ്താദിനോട് നമ്മളെ ചീളനടക്കമുള്ള ആളുകൾക്ക് ഒരു പ്രതിഷേധമുണ്ട്. കേൾവിക്കാര ഉസ്താദ്, കാരണം ഇത് യൂട്യൂബ് കയറ്റുന്നതായതുകൊണ്ട് ഇത് സാധാരണ നമ്മൾ ആദ്യം കുറെ വിശദീകരിച്ചിട്ടല്ല വെക്കുക. പക്ഷെ അതിന്റെ ഇടയ്ക്ക് എന്താണ് ദീർഘമായ ക്ലിപ്പായതുകൊണ്ട് വിശദീകരണം ആവശ്യം. അതുകൊണ്ട് ഉസ്താദ് ദേഷ്യം പിടിക്കുമെന്ന് അറിയില്ല. ചീള പറഞ്ഞിട്ടുണ്ട്, ചീളനും ഞാനും എല്ലാവരും തന്നെ. ഏതായാലും ഇൻഷാ അല്ലാഹ് കേൾവിക്കാര ഉസ്താദിന്റെ വിശദീകരണം വേണമെന്നാ നിർബന്ധമായിട്ട് ചീളനാഥ ഒപ്പുവെക്കുന്നത്. എല്ലാവരും പറയുന്നുണ്ട് ഉസ്താദെ. കാരണം അത് എന്നാല് കേൾക്കുന്ന ആൾക്കിപ്പോ ആ യൂട്യൂബ് കാറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് അങ്ങനെ തന്നെ റെക്കോർഡ് ചെയ്തിട്ട് അങ്ങ് കാറ്റുന്നതാണ്. അപ്പൊ ഇടക്ക് കേൾവിക്കാര ഉസ്താദും അതുപോലെ തന്നെ ഇടക്ക് പയ്യോളി ഉസ്താദും ഇതിന് വേണ്ട സ്ഥലത്ത് വിശദീകരണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വളരെ റാഹത്താവും എന്നുള്ളതാണ് അഭിപ്രായം. ഇൻഷാ അല്ലാഹ് കേൾവിക്കാര ഉസ്താദിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഇൻഷാ അല്ലാഹ് സുഹൃത്തുക്കളൊക്കെ ആവശ്യപ്പെട്ടതുകൊണ്ട് ഏതായാലും ഇൻഷാ അല്ലാഹ് മൈക്ക് വിടുന്നു. അതിന്റെ ഇടക്ക് വളരെ കുടുങ്ങി, എല്ലാം കൊണ്ടും കുടുങ്ങി അണ്ണി തോന്നുന്ന കോലത്തിലാണ് നമ്മളെ തെറിവീരൻ നമ്മളെ ജാഫർ സഖാഫി ഉസ്താദിനെ വിളിച്ചിട്ട് ചെറിയൊരു വെല്ലുവിളി. ഈ മൂപ്പർക്ക് ഈ സാലിബക്കുല്ലി ഒന്ന് മൂപ്പർക്ക് അറിഞ്ഞുവിടാലോ, ആ വിഷയത്തിൽ സംവാദത്തിനുണ്ടോ എന്ന് ചോദിച്ചു. ഇപ്പം തന്നെ കൂട്ടിങ് പോയി ചാവിട്ടിയെ മേദിച്ചു കളി എല്ലാത്തിന് എന്നിട്ടാ പറഞ്ഞേ.
പിന്നെ പേടിച്ചു ആ എം ടി ദാരുവിനെ കൂട്ടി വരും. എം ടി ദാരുവിനിൽ ആരെ കൂട്ടി വന്നാലും ഇല്ല, ബേജാറായി പോയി. വിളിച്ചല്ലോ വിചാരിച്ച് കഴിഞ്ഞ് ഇങ്ങനത്തെ ഒരു ഗതികേടി സാധുക്കൾക്ക്. ഏതായാലും ഇൻഷാല്ലാ ഞാന് പിന്നെ മറ്റുള്ള ആളുകൾ മൈക്കെടുത്ത ശേഷം ഇൻഷാല്ലാ മൈക്കിൽ വരുന്നു പറഞ്ഞുകൊണ്ട് ഇൻഷാല്ലാ ഞാൻ മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സമയം ഒരുപാടായതുകൊണ്ടാട്ടോ മൈക്കിലേക്ക് പെട്ടെന്ന് ചാടിയത്. ഇതിങ്ങനെ കേട്ടിരിക്കുമ്പോഴേ സമയം പോകുന്ന അറിയില്ല. ഇപ്പൊ കഴിഞ്ഞു നോക്കുമ്പോൾ ഇവിടെ വാച്ചിലേക്ക് നോക്കുമ്പോൾ ഇവിടെ 1:45 ടൈം. ഇനിയിപ്പോ ഉറങ്ങിയാൽ വാങ്ങി കൊടുക്കാൻ എണീക്കാൻ ഇവിടെ ആകെ 1 മണിക്കൂറോ 2 മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ. ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ് ഓരോ ദിവസം ഇപ്പൊ കല്ലരി സാഹിബ് പറഞ്ഞ പോലെ ഓരോ ദിവസം ചെല്ലും തോറും നമുക്ക് സന്തോഷിക്കാനുള്ള വാക്ക് കൂടിക്കൊണ്ടുവരികയാണ്. ചെങ്ങാനെ ഇനി ഏത് ഭൂലോകത്തുള്ള ആരാകുമ്പോ വിശ്വസിക്കുക? ഈ ചേടാരിക്കാരല്ല. ചേടാരിക്കാർക്ക് ഏത് കിട്ടിയാലും അത് വാങ്ങി വെക്കുക. ഇനി ഇങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ വിശ്വസിച്ചു മോനെ കൊണ്ടിടക്കാണല്ലോ. കോലത്തിൽ ജസ്റ്റ് ടിവിയിൽ വീണ് കിടന്ന് പിന്നെ എടുത്തുകൊണ്ടാൻ ആളില്ലാതെ അങ്ങനെ കിടക്കുമോ? അപ്പൊ അതുകൊണ്ട് മോനെ നിർത്തിയക്കലായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇനിയുള്ളോടത്തും അധികം നാറിയാല് പിന്നെ ആ ബൈക്കോടെ ആർക്കും പോകാനും പറ്റില്ല. അമ്മാർക്ക് നാറില്ല നാറുക. അപ്പൊ അതുകൊണ്ട് ഈ ഉസ്താദുമാരോടുള്ള കളിയാണ് നിങ്ങളെ എന്നെ ഈ കോലത്തിലെത്തിച്ചത്. നിഷ്കളങ്കരായ ഉസ്താദുമാരെ മനസ്സ് വേദനിപ്പിച്ചാൽ നമ്മളൊക്കെ ഒരു അദബ് പഠിക്കണം. നമുക്കൊരു അലിഫ് പറഞ്ഞ ആ ഉസ്താദുമാരെ നമ്മൾ എവിടുന്ന് കണ്ടാലും നമ്മളൊന്ന് ബഹുമാനിക്കണം. അതില്ലാതെ നീ കണ്ട എൽമിന്റെ നിറകുടങ്ങളായ ഉസ്താദുമാരെയൊക്കെ കയറി പിടിച്ചുകാണ്ട് നീ മാത്രം ഒരു തേഞ്ഞ ആള് ഭൂലോകത്ത് നിനക്ക് മാത്രമേ എല്ലാം തിരിയുള്ളൂ എന്നുള്ള കോലത്തിൽ നീ നീങ്ങിക്കൊണ്ടാണ് ഇക്കോലത്തിൽ സംഭവിച്ചത്. ഇനി അധപതനത്തിന്റെ പടുകുയിലേക്ക് ചാടാൻ പോകരുത്. അപ്പൊ അതുകൊണ്ട് അറിഞ്ഞോടം വെച്ച് നന്നായാല് നല്ല നിലക്ക് നീങ്ങിയ നിനക്ക് നന്ന്, അല്ലെങ്കിൽ എന്റെ നമ്മൾ പറഞ്ഞുകൊണ്ട് കേട് വരുത്തുന്നില്ല, നല്ല നിലക്കായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഏതായിരുന്നാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കിപ്പോ സന്തോഷം. കാരണം ഇവിടം കൊണ്ട് നീ ഉണ്ടാക്കി തീർത്തൊക്കെ നീ നേടിയതൊക്കെ ഇവിടം കൊണ്ടാണ്. ഇവിടം കൊണ്ട് തന്നെ എന്നെ അവസാനിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചതെന്നുള്ള വളരെയധികം സന്തോഷം. നീ ആളായത് ഇവിടം കൊണ്ടാണ്. ക്ലിപ്പ് ഉണ്ടാക്കിയത് ഇവിടം കൊണ്ടാണല്ലോ നീ ആളായത്. അതുകൊണ്ട് തന്നെ ഇവിടം കൊണ്ട് എന്നെ നശിപ്പിക്കാനും കഴിഞ്ഞെന്നുള്ള സന്തോഷിക്കുന്ന ഒരു എളിയ പ്രവർത്തനം കൂടിയാണ് ഞാനൊക്കെ. അൽഹംദുലില്ലാ അതില് പയ്യോളിസ്ഥാനെ സമ്മതിക്കുകയും വേണം. പയ്യോളിസ്ഥാദ് അൽഹംദുലില്ലാ പയ്യോളിസ്ഥാദിന്റെ കഴിവുകളൊപ്പം ഇങ്ങനെ മനസ്സിലാകുന്ന ഇപ്പോഴാണ്. ഇങ്ങനത്തെ കഴിവുകളെ ഉസ്താദിന്റെ അടുത്തുണ്ടല്ലേ. ഇത് കുറച്ച് മുമ്പ് എടുക്കുന്ന ഉസ്താദ് ഈ പരിപാടിയൊക്കെ എന്നാല്. ഏതായിരുന്നാലും റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കുമുള്ള ആയുരാരോഗ്യവും ആഫിയത്തും എല്ലാ നിലക്കുള്ള ഖൈറും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. കൂടുതൽ നമുക്ക് ഇങ്ങനെയുള്ള സംരംഭങ്ങളൊക്കെ ഉസ്താദിന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ. കുടുംബത്തിലും തുടരുന്ന ജോലിയിലും ഒക്കെ അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ജോലിയൊക്കെ എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഇൻഷാ അല്ലാഹ് മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജസാക്കുമുല്ലാഹ്. അപ്പോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇതിൽ എനിക്ക് മുറിച്ചിടുകയാണെങ്കിൽ കുറഞ്ഞ ഭാഗങ്ങൾ ഇട്ടാ മതി, ബാക്കിയെല്ലാം ഒഴിവാക്കാം. പക്ഷെ ഞാനത് ചെയ്തു കഴിഞ്ഞാൽ ഇത് പ്രശ്നം എന്താന്ന് വെച്ചാൽ അത് പയ്യോളി കട്ടു എന്നറിയും. എത്ര മണിക്കൂറിന്റെ പയ്യോളി ക്ലിപ്പ്, അതിന്റെ ആ ഭാഗം മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കും. ഇതാണ് കുഴപ്പം. മനസ്സിലായില്ലേ? ഞാനെന്താ ചെയ്യാ? ഞങ്ങൾക്ക് അങ്ങനെ ഇട്ട് കഴിയാൻ എളുപ്പമാണ്. കുറഞ്ഞ ഭാഗങ്ങൾ കട്ട് ചെയ്ത് ആസ്കറിനോട് ഒന്ന് കട്ട് ചെയ്ത് ഇടണം അസ്കർ എന്ന് പറഞ്ഞാല് പോയിന്റ്സ് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. എന്നാ അസ്കർ അത് കട്ട് ചെയ്ത് കൊടുക്കും, പിന്നെ ഉഷാറാക്കിയിട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ബഹുമാനപ്പെട്ട അലി ഉസ്താദ് അതിന് നിയലില്ല എന്ന് കണ്ട് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട നെല്ലിക്കൂത്ത് ഉസ്താദ് അതിന് നിയലില്ല എന്ന് കണ്ട് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞു. ചിന്തിക്കണങ്ങൾ. അവന്റെ നാവിൽ തന്നെ വന്നതാ. അവനോട് തന്നെ മോനെ എനിക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്, മനസ്സിലായല്ലോ. എന്നിട്ടോ ഓനത് അംഗീകരിച്ചോ? ഇല്ല. ഇനി സമൂഹത്തിലെ 4 കാര്യപ്പെട്ട ആൾക്കാരെ കൊണ്ടുപോയി ഓനി പറയുന്നത് പോലെ ചെയ്തു നിൽക്കുക. അപ്പൊ ഇതിനേക്കാളും വലിയ ആൾക്കാർ ഇനിയും കൊണ്ടുപോയിട്ട് ഓനത് ബോധ്യപ്പെടുവോ? അവൻ തന്നെ പറയണു ഇനി അതിന് നേലില്ല എന്ന് ബോധ്യപ്പെട്ടാൽ ഓൻ അംഗീകരിക്കുമോ എന്ന് ചോദിച്ചപ്പോ എന്താ പറഞ്ഞ് അംഗീകരിക്കും. അപ്പൊ ജാലിയവാല ആരാവും? മഹാനാവുമോ? അപ്പൊ ജാലിയവാല മഹാനാവുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഓനെന്താ പറയുന്നത് ജാലിയവാലിനെ പറ്റി? വളരെ മോശാണ്. നമുക്ക് ഓൻ പറയുന്ന വാക്കുകളൊന്നും ഉപയോഗിക്കാൻ പറ്റൂല, അല്ലേ? ഇതിന് നിയലില്ല എന്ന് ബോധ്യപ്പെട്ടാലോ ഓൻ അംഗീകരിക്കേണ്ടി വരൂലേ? ഓൻ അംഗീകരിക്കുമോ? ഓൻ പറഞ്ഞ് ഇപ്പൊ അംഗീകരിക്കുന്ന
അപ്പൊ പിന്നെ ജാലിയവാല ആരാവണം? മഹാനാവേണ്ടി വരൂലേ? അപ്പൊ പറഞ്ഞ അത് കടങ്കഥയല്ലേ? അത് കടങ്കഥയല്ലേ? അല്ല മോനെ, നിന്നോട് തന്നെ പറഞ്ഞു. ഞാനിത് ആരോടും ചോദിച്ചിട്ടില്ല ഉസ്താദ് അതിന് നേലുണ്ടോന്ന്. നിന്നോട് തന്നെ പറഞ്ഞു ജിഷാനെ. ആര്? അത് കണ്ട് നിയല് നോക്കിയവർ നിന്നോട് തന്നെ പറഞ്ഞു. നിനക്ക് വിശ്വാസമുള്ളവർ നിന്നോട് പറഞ്ഞു. ആര്? അലി ഉസ്താദ് നിന്നോട് പറഞ്ഞു. നീ വിശ്വസിച്ചോ? ഇല്ല. ബഹുമാനപ്പെട്ട നെല്ലിക്കൂത്ത് ഉസ്താദ് നിനക്ക് വിശ്വാസമുള്ളവരായിരുന്നില്ലേ? നിന്നോട് പറഞ്ഞു. നീ വിശ്വസിച്ചോ? നീ അത് വിശ്വസിക്കാൻ തീരുമാനിച്ചിട്ടില്ല. നിയല് എന്നല്ല, അത് നിനക്ക് തന്നെ കണ്ട് ബോധ്യപ്പെട്ടാലും അത് കാന്തപുരം സിഹർ ചെയ്താന്നത്. ആലോചിച്ച് നോക്കി. കാന്തപുരം സിഹർ ചെയ്തതാണ്, മായാജാലാണ്, മറിമായാണ് എന്നറിയും. അപ്പോ കുറെ ആൾക്കാരെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത് നിൽക്കുക. അപ്പൊ ഇവർക്ക് പറഞ്ഞൂടെ അത് കാന്തപുരത്തിന്റെ മായാജാലം മറിമായമാണ്. അതിന് മുമ്പ് ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതിന് നേലില്ലാന്ന് ബോധ്യപ്പെട്ടാലും അതിന് വേറെ എന്തെങ്കിലും ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാലും അതൊക്കെ കെമിക്കൽ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാന്ന് മുമ്പ് നെതിവി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടത്? അതിന് പ്രത്യേകതകൾ കണ്ടാലും അത് റസൂലുള്ളാന്റെ മുടിയാന്ന് വിശ്വസിക്കാൻ പറ്റൂല. കാരണം അതൊക്കെ പ്രത്യേകമായ കെമിക്കലുകളെ കൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങൾക്ക് അങ്ങനെയുള്ള കഴിവുകളൊക്കെ ഉണ്ട്. കണ്ടാ, അത് മുമ്പ് നമ്മളെ നെദ്വി സാഹിബ് പറഞ്ഞതാ. ആര് പറഞ്ഞൂന്ന്? ഹസ്റജിന്റെ അനിയൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാ പറഞ്ഞ്, സഹോദരൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതൊന്നും കാണിച്ചു തന്നാൽ നിങ്ങൾ അത് കെമിക്കലാണ് ല്ലേ? അത് കെമിക്കലിന്റെ പരിപാടിയാണ്, അല്ലാണ്ട് അംഗീകരിക്കൂല. അല്ലെങ്കിൽ കാന്തപുരത്തിന്റെ സിഹറാണ് ല്ലേ? നിങ്ങൾ പറയൂലേ? എന്തിനാ സഹോദര ഇതൊക്കെ? അംഗീകരിക്കൂല എങ്കിൽ നിങ്ങൾക്ക് അങ്ങ് പറഞ്ഞാ പോരെ? ജസ്റ്റ് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഏറ്റവും എളുപ്പ വിദ്യ എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയും, ഈ വിഷയത്തിലേക്കൊന്നും പോണ്ട. കാന്തപുരത്തെ ഞങ്ങൾക്ക് അംഗീകാരമല്ല, അതുകൊണ്ട് കാന്തപുരം കൊണ്ടുവന്ന മുടിയും ഞങ്ങൾക്ക് അംഗീകാരമല്ല എന്ന് പറഞ്ഞാൽ മതി. എന്നാ പ്രശ്നം തീരും. നിങ്ങൾ അംഗീകരിക്കണ്ടല്ലോ. പിന്നെ നിങ്ങൾ പറയുന്നതിനൊന്നും തെളിവില്ല. പിന്നെ ഈ ജിഷാനാവട്ടെ മറ്റുള്ളവരാവട്ടെ ഇല്ല. അതൊക്കെ നമ്മൾ കണ്ണടച്ച് വിഴുങ്ങണം. എന്നാ കാന്തപുരം പറയുന്നതിനെല്ലാം തെളിവ് വേണം. ഇതെന്ത് ന്യായം? മൂപ്പർക്ക് 18 മുടി കിട്ടിയെന്ന് പറഞ്ഞാൽ വല്ല തെളിവുണ്ടോ? ഇല്ല. അത് നമ്മൾ വിശ്വസിക്കണം. 4 കത്തിപ്പോയി എന്ന് പറഞ്ഞു, അത് നമ്മൾ വിശ്വസിക്കണം. തെളിവില്ല. അത് ഞാനാ കണ്ടിട്ടുള്ളൂ. തെളിവില്ല. നിങ്ങൾ വിശ്വസിച്ചോളണം. ഇതാണ് മൂപ്പര ശൈലി. നിങ്ങൾക്ക് തരില്ലേ? നിങ്ങൾക്ക് 18 കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ അത് മറ്റുള്ളവരെല്ലാരും വിശ്വസിക്കണം. എന്നാലോ അതിൽ 4 ഞാൻ കത്തിച്ചോക്കി, കത്തിപ്പോയി ആളിക്കത്തിന്ന് പറഞ്ഞു. അതും തെളിവൊന്നുമില്ല. നിങ്ങൾ വിശ്വസിച്ചാ മതി. അത് ശരി. പിന്നെ കാന്തപുരം ത്തെക്കുറിച്ച് ഉള്ള തോന്നിയാസം മുഴുവൻ പറഞ്ഞു. അതൊക്കെ നിങ്ങൾ വിശ്വസിക്കുക. അത്രയും നമ്മൾ പറയും, നിങ്ങൾ വിശ്വസിക്കുക. എന്താ ജിഷാനെ ഇങ്ങനെ? ഒന്ന് നന്നായിക്കൂടെ? എനിക്കറിയില്ല. അതൊക്കെ ഓനോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഒന്ന് നന്നായിക്കൂടെ? കാരണം നിങ്ങൾ പറയുന്നൊക്കെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. അതാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാന്തപുരത്തിനെ പിന്നെ മറ്റേ ജാലിയവാലിനെ പെണ്ണുങ്ങളെല്ലാം ഉമ്മ വെക്കുക. അത് മൂപ്പര് പറയാണ്. നമ്മൾ വിശ്വസിക്കണം. ആരോട് ചോദിക്കാൻ പറ്റൂല. ആരെങ്കിലും അതിന് എതിര് പറഞ്ഞാലോ? അതൊന്നും ഇവിടെ ബാധകമല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കി. മൂപ്പര് അവിടെ പറഞ്ഞൊരു ഉദാഹരണം ഉണ്ട്. എന്ത്? ഒരു കാതിന്റെ അടുത്തേ 3 ആള് പോയി മാസം കണ്ടു എന്നറിഞ്ഞു. നിങ്ങൾ ചിന്തിച്ചു നോക്കണേ. ഓന്റെ ഒരു മണ്ടത്തരം നോക്കിയാട്ടെ. കാതിന്റെ അടുത്ത് 3 ആള് പോയി മാസം കണ്ടു എന്നറിഞ്ഞു. അപ്പോ കാതിക്ക് അത് അംഗീകരിക്കണ്ടേ? അത് ശരിയാണ്. 3 ആള് പോയിട്ട് ഉസ്താദെ ഞങ്ങൾ മാസം കണ്ടു എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കണം. പക്ഷേ അതിൽ 3 ആള് കൂടി പോയി എന്നിട്ട് പറയാണ് ഉസ്താദെ ഞങ്ങൾ 3 ആള് മാസം കണ്ടു എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കണം കാതി. അത് ശരിയാണ്, തെറ്റില്ല. അതേ സ്ഥാനത്ത് 3 ആള് കണ്ടു, ഒരാള് പോയി പറയാ ഉസ്താദെ ഞങ്ങൾ 3 പേര് അഥവാ ഇന്നാലിന്ന 2 പേരും ഞാനും കൂടെ നിൽക്കുമ്പോ ഞങ്ങൾ 3 പേര് ഒന്നിച്ച് മാസം കണ്ടു എന്ന് പറഞ്ഞു. 2 പേര് ഇപ്പുറത്തേക്ക് വന്നിട്ട് പറയാണ് ഉസ്താദെ ഞങ്ങൾ കണ്ടിട്ടില്ല. നോണ പറയുന്നതാണ്, ഞങ്ങൾ കണ്ടിട്ടില്ല. കാതി അത് വിശ്വസിക്കണോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. കാതി അത് വിശ്വസിക്കണോ? വാടുന്ന അറി. അത് ശരി, എന്റെ കണ്ണിനെന്തോ തോന്നിയതായിരിക്കും. വാടുന്ന അറി ഇല്ലേ? മൂപ്പര് ഉദാഹരണം. അപ്പൊ അത് ഞാൻ പറഞ്ഞ ഉദാഹരണമല്ല, മൂപ്പര് പറഞ്ഞ ഉദാഹരണം. എന്തോ ആവട്ടെ. ജിഷാൻ ഇങ്ങനൊക്കെ നിങ്ങളെ കൊണ്ട് ആനമണ്ടത്തരം പറയിപ്പിക്കുന്നത് കുരുത്തക്കേടാണ്.
അതുകൊണ്ട് എനിക്ക് അവസാനമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, ജിഷാൻ നാളെ വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളെ വിളിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ നല്ലൊരു ചർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ വിളിക്കണം. ഞാനിന്ന് ഫേസ്ബുക്കിലൂടെ നിങ്ങൾക്കൊക്കെ ടാഗ് ചെയ്ത് വിട്ടിട്ടുണ്ട്. സാലിഹായ, അതിങ്ങനെ ആവർത്തിച്ച് പറയാണ്, സാലിഹായ നിക്കാഹിൽ ജനിച്ച കുട്ടിയാണെന്ന് തെളിയിക്കാൻ നിങ്ങൾ നാളെ വിളിക്കണമെന്നെ. വിളിക്കണേ ജിഷാനെ, നിങ്ങളെ ഞാൻ മുടിവൊന്നും ഒഴിവാക്കൂല. അല്ലെങ്കിൽ നമ്മൾ തീരുമാനിക്കുന്ന ആളെന്ത് തീരുമാനിക്കും, മനസ്സിലായല്ലോ? നമ്മൾ പറയണ്ടല്ലോ. അത് ഞങ്ങൾ പറയുന്നില്ല. അല്ലെങ്കിൽ അത് നിങ്ങൾ തിരുത്തണം. നാളെ നിങ്ങൾ വിളിക്കണം. വിളിച്ചിട്ട് പറയണം എന്ത് പറ്റാത്തൊരവസരമാണെങ്കിൽ ജസ്റ്റ് ഒരു കോളെങ്കിലും ചെയ്തിട്ട് പയ്യോട് ഇന്നെനിക്ക് പറ്റൂല, ഞാൻ നാളെ വിളിച്ചോളാന്നെങ്കിലും പറയണം. സാഹചര്യം മനുഷ്യനാണല്ലോ. അങ്ങനെ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ ഇന്നെനിക്ക് പറ്റൂല പയ്യോളി, നാളെ ഞാൻ വിളിച്ചോളാന്നെങ്കിലും പറയണം. അല്ലെങ്കിൽ നാളെ നിങ്ങൾ വിളിക്കണം. നിങ്ങൾ ക്ലിപ്പ് ഉണ്ടാക്കണം പയ്യോളിന്റെ. ഷാറെ മുബാറക്, മർക്കസിലുള്ള ഷാറെ മുബാറക്കിന്റെ വിഷയത്തിൽ ഉഗ്രൻ ഒരു ക്ലിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ നാളെ പയ്യോളിനെ വിളിക്കണം. ആണാണെങ്കിൽ വിളിക്കണം, ആൺകുട്ടിയാണെങ്കിൽ വിളിക്കണം. പേടിച്ചോടാൻ നിൽക്കരുത് ഫോണിന്ന് കേൾക്കുമ്പോൾ. മനസ്സിലായല്ലോ? ജിഷാനെ ഫോൺ കൊണ്ട് നിങ്ങൾ കുടുങ്ങും. നിങ്ങളെ ഒരു മാനിയ ഉണ്ടല്ലോ, എന്ത് മാനിയാണ്? മാനസിക രോഗം. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കൊടുക്കുകയാണ്. ഒരു രക്ഷയില്ല. കാരണം നിങ്ങൾക്കൊരു ഫോണും വന്ന് ഒഴിവാക്കാനാവൂല. നാളെ വിളിച്ചോളണം. വിളിച്ചിട്ടില്ലേ അത് ശരി, നമ്മൾ പ്രഖ്യാപിക്കുന്നത് അതങ്ങ് പ്രഖ്യാപിക്കും. അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ 5-8 പ്രാവശ്യം വിളിച്ചിട്ട് ഇടങ്ങാറാക്കിയപ്പോഴാ തിരിച്ച് അതിനെ ക്ലിപ്മാനിയ തിരിച്ച് ഇങ്ങോട്ടേക്ക് വിളിച്ച് എന്താ ചെയ്യാ? ജിഷാനെ മോൻ കുടുങ്ങിയതാ. ഇനി രക്ഷയില്ല. നിങ്ങൾ കുഴിച്ച കബറാണ് മോനെ, അതിൽ മോൻ തന്നെ പോയി കിടക്ക്. അതുകൊണ്ട് വിളിക്കാത്ത പക്ഷം ഞാൻ അങ്ങോട്ട് വിളിക്കും. ഞാൻ വിളിച്ചാ ഫോൺ അറ്റൻഡ് ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ നാളെ SGBയിൽ അതിട്ട് കേൾപ്പിക്കും. എന്റെ സ്കൈപ്പ് ഇങ്ങനെ PVV എന്ന് പറഞ്ഞ അടിയുന്നു. കാരണം ജിഷാൻ എടുക്കുന്നില്ല. എനിക്കതും ക്ലിപ്പാക്കും. ഞാൻ ഇന്ന് ആറ്റിയിട്ടുണ്ടായിരുന്നു 5-8 പ്രാവശ്യം അടിച്ചിട്ട്. നിങ്ങൾ എടുത്തോട്ടെ ഞാൻ കേൾപ്പിക്കാഞ്ഞു. കാരണം നാളെ ഞാൻ ക്ലിപ്പാക്കൂ. കാരണം 5-8 പ്രാവശ്യം ഇത് അടിച്ചിട്ട് ഞാൻ ക്ലിപ്പാക്കിയിട്ടുണ്ട്. കാരണം എടുത്തിട്ടില്ലെങ്കിൽ അതിനും രേഖമാണല്ലോ എന്റെ അടുത്ത്. മറ്റേതെന്ത് ചെയ്യും? ജിഷാനെ തന്നെയാണ് വിളിച്ചത് എന്നുള്ളതിന്. ഓക്കെ, ജസാക്കുമുള്ള അസ്കറെ. ഓക്കെ. അപ്പോ അസ്കറിന്ന് മൈക്കിലേക്ക് വന്നോ? ഓക്കെ. അപ്പൊ ശ്രദ്ധിക്ക. എന്താ അറിയോ, ഞാൻ ആദ്യം ക്ലിപ്പാക്കും. എന്നിട്ട് ഞാൻ പറയും മറ്റേ അതേപോലെ തന്നെ സ്ക്രീൻ പ്രിന്റ് എടുത്തിട്ട് അതും കൊടുക്കും. പയ്യോളി വെറുതെ പറയരുത്. പറയാന്ന് പറഞ്ഞാൽ എന്നെയല്ല വേറെ ആരെങ്കിലും വിളിച്ചാന്ന് പറയുകയാണെങ്കിൽ അതിന് സ്ക്രീൻ പ്രിന്റ് എടുക്കുകയും ചെയ്യും. സ്കൈപ്പിന്റെ സ്ക്രീൻ പ്രിന്റ്. എന്നിട്ട് അതും കൂടി ഇട്ടു. അപ്പൊ തിരിയല്ലോ. എന്തിനാ ജിഷാൻ ഇങ്ങനെ പേടിക്കുന്നത്? പ്രിയപ്പെട്ട അസ്കർ കാരത്തോട് എന്തോന്ന് പറയാനുണ്ട്. ആരും മൈക്കിലേക്ക് ചാടരുത്. എന്തോ ഒരു ഹോട്ട് എന്തോ ഒന്ന് പറയാനുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം ഒന്ന് മൈക്കിലേക്ക് വരട്ടെ. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശബ്ദം കേൾക്കുന്നുണ്ടോ? ഉസ്താദല്ല, അത് ഉസ്താദിന് പേഴ്സണലായിട്ട് ചെയ്തതായിരുന്നു. ഒരു വിസ്പർ ഉസ്താദ് DND ആയതുകൊണ്ട് PM ചെയ്യാൻ പറ്റിയില്ല. ഞാൻ മൈക്ക് എടുക്കുന്നതിന് മുന്നേ അബ്ബാസിഫ ഒന്ന് റൈസാൻ ചെയ്യോ? അബ്ബാസിഫ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി കുറെ നേരം. ഓക്കെ, അബ്ബാസ് മൈക്ക് എടുത്തതിന് ശേഷം ഇൻഷാ അല്ലാഹ് എടുക്കാവുന്ന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ റൂമിൽ ഉറങ്ങുന്ന ആളുകൾ ഉണ്ടായതുകൊണ്ട് മൈക്കെടുക്കേണ്ടെന്ന് കരുതിയതാണ്. വിശേഷിച്ചൊന്നുമില്ല. നമ്മുടെ വന്യരായ സുന്നി മർക്കസിന്റെ ദീർഘകാലത്തെ പ്രസിഡന്റും വഖഫ് ബോർഡ് ചെയർമാനും ഒക്കെ ആയിരുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ധീരനായ നേതൃത്വം, മർക്കസിന്റെ പ്രസിഡന്റ് കൂടിയായിരുന്ന